ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഉഹദിന്റെ താഴ്വരയിലൂടെ എന്നാണ്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഉഹദിനെ കുറിച്ച് സംസാരിക്കാൻ എന്ന സംശയം പലർക്കും ഉണ്ടാവും. പരിശുദ്ധമായ റമളാൻ മാസം ബദറിന്റേത് കൂടിയാണെന്ന പോലെ തന്നെ നാം ഇപ്പോഴുള്ള ശവ്വാൽ മാസം ഉഹദിന്റേത് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉഹദിനെ കുറിച്ച് അല്പം സംസാരിക്കാം എന്ന് തീരുമാനിച്ചത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هذا بيان للناس هدى وموعظة للمتقين ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين وليمحص الله الذين آمنوا ويمحق الكافرين. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം ഉഹദിന്റെ ചരിത്രം അങ്ങനെ അങ്ങ് പറഞ്ഞു പോവുക എന്നതിലുപരി ഒരു വിശകലനം ചെയ്യുക എന്നും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഉഹദ് യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിലൂടെ ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾ, വിജയപരാജയം, ആരാണ് വിജയിച്ചത്, മുസ്ലിങ്ങൾക്ക് വിജയം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് പരാജയം മാത്രമാണ് ഉണ്ടായത്, ഖുറൈശികൾ വിജയിച്ചോ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്, അതുമല്ല രാഷ്ട്രീയവും മതപരവുമായ നേട്ടങ്ങൾ മുസ്ലിം സമൂഹത്തിന് എന്തെല്ലാമാണ് ഈ യുദ്ധങ്ങൾ നേടിയെടുത്തത് എന്നിത്യാദി വിഷയങ്ങളിലേക്ക് കൂടി അല്പം വെളിച്ചം വീശി ഈ വിഷയം കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നാം പലരും ഉംറയ്ക്ക് പോയിട്ടുണ്ടാവും, അധികം ആളുകളും ഉംറ ചെയ്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഉഹദ് രണഭൂമി എല്ലാവരും കണ്ടിട്ടുമുണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് മനസ്സിൽ അതിനൊന്ന് ഹാദറാക്കുക, ആ ഉഹദ് രണഭൂമി ഒന്ന് മനസ്സിലൊന്ന് കൊണ്ടുവരിക. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ അതിന്റെ പിക്ചർ നമുക്ക് വ്യക്തമായി കിട്ടും. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ഉഹദ് രണഭൂമി എന്നത് വെറും ഒരു യുദ്ധഭൂമി മാത്രമല്ല. നാം ചരിത്രത്തെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, വ്യത്യസ്തങ്ങളായ ചേരുവകൾ ചേർന്ന് വരുന്ന ഒരു സങ്കര ഭൂമിയായിട്ടാണ് ഉഹദ് ഭൂമിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ശക്തമായ പരീക്ഷണങ്ങളും ശക്തമായ ചെറുത്തുനിൽപ്പും ശക്തമായ പ്രയാസങ്ങൾ നേടുമ്പോൾ തന്നെ അതേ ഭൂമിയിൽ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേ സമയത്ത് തന്നെ അള്ളാഹു റസൂലിന്റെ കൂടെ ഒരുപാട് മോചിതത്തുകൾ പ്രകടമാകുന്നത് കാണാൻ പറ്റും നമുക്ക്. അതേ രീതിയിൽ തന്നെ പ്രവാചകന്റെ പ്രവചനങ്ങൾ വളരെ വ്യക്തമായി പുലർന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. മാത്രമല്ല ഒരു ഭാഗത്ത് മുസ്ലിം സൈന്യം പിടഞ്ഞു വീഴുമ്പോൾ മറ്റൊരു ഭാഗത്ത് മുസ്ലിം സൈന്യം മുന്നേറുന്നു, മലക്കോടെ സഹായം ലഭിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു സങ്കര ഭൂമിയായിട്ടാണ് ഉഹദ് രണാങ്കണത്തെ നമുക്ക് വീക്ഷിക്കാൻ കഴിയുക, ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. വിശുദ്ധ ഖുർആൻ ഉഹദിനെ കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ 3 യുദ്ധങ്ങളാണ് ഉള്ളത്. അള്ളാഹു റസൂൽ നയിച്ച 3 യുദ്ധങ്ങളാണ് വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ബദർ യുദ്ധം, മറ്റൊന്ന് ഹുനൈൻ യുദ്ധം, മറ്റൊന്ന് അഹ്സാബ് യുദ്ധം. പക്ഷെ ഉഹദിനെ കുറിച്ച് ഉഹദിന്റെ പേര് വിശുദ്ധ ഖുർആൻ ഇല്ലെങ്കിലും ധാരാളം ആയത്തുകൾ, 60-ൽ പരം ആയത്തുകൾ വിശുദ്ധ ഖുർആൻ ഉഹദിനെ കുറിച്ച് പറയുന്നുണ്ട്. അഥവാ ഉഹദ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ അതിന്റെ മുന്നൊരുക്കങ്ങൾ മുതൽ അതിന്റെ അവസാനം വരെ വ്യത്യസ്ത ഗതിവിഗതികളെ വിശദീകരിച്ച് ഖുർആൻ പല രീതികളിലായി പല ഘട്ടങ്ങളിലായി വിശുദ്ധ ഖുർആൻ അതിനെ വളരെ വളരെ വ്യക്തമായി നമുക്കതൊരു പിക്ചർ വിശുദ്ധ ഖുർആൻ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോ വിശുദ്ധ ഖുർആൻ വളരെയധികം വിശകലനം ചെയ്ത ഒരു യുദ്ധം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു രണാങ്കണം കൂടിയാണ് ഉഹദ്. ഉഹദ് യുദ്ധം നടക്കുന്നത് ബദർ യുദ്ധം കഴിഞ്ഞ് അടുത്ത വർഷമാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. അഥവാ നമുക്കെല്ലാം അറിയാം, ബദർ യുദ്ധം ഹിജ്റ 2-ാം വർഷം റമദാൻ 15-നാണ് ബദർ യുദ്ധം നടക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത വർഷം ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസത്തിലാണ് ഉഹദ് യുദ്ധം അരങ്ങേറുന്നത്.
ചരിത്രകാരന്മാർ ഇത് കൃത്യമായ ദിവസത്തെക്കുറിച്ച് അല്പം തർക്കമുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും പറയുന്നത് അത് ശവ്വാൽ 15-നാണ് ഉഹദ് യുദ്ധം നടന്നത് എന്നാണ്. എന്നാൽ ശവ്വാൽ 15-നല്ല, ശവ്വാൽ 7-നാണെന്നും അതല്ല ശവ്വാൽ 11-നാണെന്നും ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്നു. പക്ഷെ ഒരു കാര്യം എല്ലാവരും ഉറപ്പിച്ചു പറയുന്നു, ഉഹദ് യുദ്ധം നടന്നത് ഒരു ശനിയാഴ്ച ദിവസമാണ്. അഥവാ വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് രണാങ്കണത്തിലേക്ക് സൈന്യങ്ങളെ സജ്ജീകമായി പുറപ്പെടുകയും ഒരു ശനിയാഴ്ച ദിവസം യുദ്ധം നടന്നത് എന്ന് അതിൽ തർക്കമില്ല. പക്ഷേ ഏത് ഡേറ്റ് ശവ്വാൽ എത്രയാണ് നടന്നു എന്നതിലാണ് തർക്കമുള്ളത്. അത് ഭൂരിഭാഗം ആളുകളും പറയുന്നത് 15-നാണ്, ശവ്വാൽ 15-നാണ് ഉഹദ് യുദ്ധം നടന്ന ശനിയാഴ്ച. എന്നാൽ ബദർ യുദ്ധം നടന്ന് പിന്നെ പെടുന്നതിനെ യുദ്ധം നടത്തിയായിരുന്നില്ല ചെയ്തത്. ബദർ യുദ്ധം നടന്ന് അതിനുശേഷം വ്യത്യസ്തങ്ങളായ സൈനിക നീക്കങ്ങളും വ്യത്യസ്തങ്ങളായ സമരങ്ങളും അതിന്റെ ഇടയ്ക്ക് ഉഹദിന്റെയും ബദറിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. നമുക്കറിയാം, ബദറിൽ മുസ്ലിം സമുദായം ഏകപക്ഷീയമായ വിജയമാണ് മുസ്ലിങ്ങൾക്ക് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഖുറൈശികളും മക്ക മുശ്രിക്കുകളും അത് അമ്പയെ പരാജയപ്പെടുകയും അവരുടെ ആദിശാദിത്വത്വവും അവരുടെ ആത്മാഭിമാനത്തിന് വളരെയധികം കോട്ടം പറ്റുകയും സംഭവിച്ചപ്പോൾ എപ്പോഴും ഇസ്ലാമിനെയും പ്രവാചകനെയും അപായപ്പെടുത്താനും ആ വെല്ലുവിളിയെ നേരിടാനും അവരെപ്പോഴും തലമുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ആദ്യമായി അവർ ചെയ്തത് പ്രവാചകനെ എങ്ങനെയെങ്കിലും ചുളിയിലൂടെ വകവരുത്താൻ ഒരു പദ്ധതി ഇടുകയാണ് ചെയ്തത്. ചരിത്രം പറയുന്നു, ഈ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സുഫ്വാൻ ബിൻ ഉമയ്യ എന്നൊരു വ്യക്തിയും ഒരു ഖുറൈശിയുടെ തലവനാണ്, കൂടെ ഉമൈർ ബിൻ വഹബ് എന്നൊരു വ്യക്തിയും കൂടി, അവർ രണ്ടുപേരും മക്കത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇങ്ങനെ ബദർ യുദ്ധത്തിനെ കുറിച്ച് ഒരു വിശകലനം, ഒരു അനലൈസേഷൻ നടത്തുകയുണ്ടായി. അവർ ബദർ യുദ്ധത്തിൽ അവർക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതിലെ തോൽവിയും പരാജയക്കുള്ള കാരണമൊക്കെ വിശകലനം ചെയ്തപ്പോ അവർ വളരെയധികം ചിന്തിച്ചു, ഇനി എന്തായാലും വേണ്ടില്ല, ഇനി മുഹമ്മദ് വെറുതെ ഇടാൻ പറ്റില്ല, മുഹമ്മദിനെ ഇനി വക വരുത്തി തന്നെ ചെയ്യണം, എന്നാലേ നമുക്ക് നമ്മുടേതായ ആ ഒരു ആധിപത്യം ഇവിടെ ഈ അറബ് ലോകത്ത് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ചർച്ച ചെയ്യുകയും ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഈ വിഷയം അറിയുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യുകയും അപ്പൊ അതിനിടയ്ക്ക് ഉമൈർ ബിൻ വഹബ് സഫ്വാൻ പറഞ്ഞു, സഫ്വാനെ, എനിക്ക് 1-2 പെണ്ണുങ്ങളുണ്ട്, എന്റെ പെമ്മക്കളാണ്, എനിക്ക് അധികം പെമ്മക്കളാണുള്ളത്, മാത്രമല്ല ഒരുപാട് കടവുമുണ്ട് എനിക്ക്. ഇതൊന്നും ഇല്ല എങ്കിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് മുഹമ്മദിനെ വകവരുത്താൻ വേണ്ടി ഇറങ്ങുമായിരുന്നു എന്ന് സഫ്വാനോട് ഉമൈർ ബിൻ വഹബ് പറഞ്ഞു. അപ്പോൾ ഈ അവസരം മുതലെടുത്ത് ഉമൈർ ബിൻ വഹബിനോട് സഫ്വാൻ പറഞ്ഞു, എന്നാൽ നിന്റെ കടമല്ല ഞാൻ ഏറ്റു, നീ ധൈര്യമായിട്ട് എങ്ങനെ വെച്ചാല് മുഹമ്മദിനെ വകവരുത്തി വാ. അഥവാ എനിക്ക് എന്തെങ്കിലും അപായം പറ്റുകയാണെങ്കിൽ, മുഹമ്മദിന് വരവരുത്താൻ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ അല്ലെങ്കിൽ അതിലേക്ക് എനിക്ക് അപായം പറ്റുകയാണെങ്കിൽ നിന്റെ മക്കളെ ഞാൻ ഏറ്റു. എന്റെ മക്കളെ എങ്ങനെ നോക്കുന്നുവോ അതേ പ്രകാരം അല്ലെങ്കിൽ അതിന് വരെ നിന്റെ മക്കളെ എല്ലാം ഞാൻ സംരക്ഷിക്കാമെന്ന് ഏറ്റു. അതുകൊണ്ട് ഈ ധൈര്യമായി പോയിട്ട് മുഹമ്മദിനെ വകവരുത്തി വാ. അങ്ങനെ ഇവരുടെ ഒരു ഗൂഢാലോചന, നബിയെ ചതിപ്രയോഗത്തിലൂടെ വധിക്കാൻ വേണ്ടി ഇവരെ രണ്ടുപേരും ഗൂഢാലോചന നടത്തുകയാണ്. അപ്പോൾ ഉമേർ പറഞ്ഞു, എന്നാ ഓക്കെ, ഞാൻ ഏറ്റു. പക്ഷെ ഈ ഒരു കാര്യം ഇനി ഒരാളോട് മുണ്ടരുത്, ഒരാളോട് ഇനി പറയുകയും ചെയ്യരുത്. ഇത് വളരെ രഹസ്യമൊക്കെ നമ്മൾ തമ്മിലുള്ള ഒരു വിഷയം മാത്രം. നിനക്ക് 1-2 ദിവസത്തിനുള്ളിൽ ഈ സന്തോഷവാർത്ത അറിയാൻ കഴിയും എന്ന് പറഞ്ഞ് അവിടുന്ന് വാളുമായിട്ട് ഉമേർ ബിൻ വഹബ് നേരെ മദീനയിലേക്ക് പോയി. മാത്രമല്ല ഉമേർ ബിൻ വഹബിന്റെ മകൻ വഹബ് ബിൻ ഉമേർ ബദറിൽ ശത്രുക്കളുടെ ശത്രുപക്ഷത്തായിരുന്നു. അങ്ങനെ ബദറിൽ യുദ്ധ തടവുകാരനെ പിടിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഈ ഉമേറിന്റെ മകൻ വഹബ് ബിൻ ഉമേർ. അപ്പോൾ തന്റെ മകന്റെ കാര്യത്തിൽ സംസാരിക്കാനെന്ന വ്യാജേനെ നബിയെ കണ്ട് നബിയെ വകവരുത്താനായിരുന്നു ഉമേറിന്റെ പ്ലാൻ. അങ്ങനെ ഉമേർ നേരെ മദീനയിലേക്ക് ചെന്നു. മദീനയിലെത്തിയ ഉമേർ അദ്ദേഹത്തെ അൻസാരിക സഹാബ കാണുകയും എന്തൊരു പന്തികേട് തോന്നുകയും ചെയ്തപ്പോ അവർ പരസ്പരം പറഞ്ഞു, ഖുറൈശി പ്രമുഖനാണ്, വന്നിട്ടുണ്ട്, എന്തിനാണ് നബിയെ കാണാനോ പറയുന്നത്. അപ്പൊ തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം പറഞ്ഞു, എന്താ വന്നത്? അപ്പൊ ഉമേർ പറഞ്ഞു, ഞാൻ എന്റെ മകന് നിങ്ങളെടുത്തുണ്ട്, എന്റെ മകനെ മോചിപ്പിക്കണം, അതിനുവേണ്ടി നബിയോട് എനിക്ക് മുഹമ്മദിനെ കാണണം, മുഹമ്മദിനെ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ വാള് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്തിനാ ഈ വാളിട്ട് വന്നിരിക്കുന്നു? അപ്പൊ അതിന് ഉമേർ പറഞ്ഞ മറുപടി, നാം അറബികളല്ലേ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വാള് കയ്യിൽ കരുതാറുണ്ട്, അതിനെന്താ എത്ര പുതുമ? നിങ്ങൾക്ക് എന്റെ കൂടെ ഇല്ലേ, നിങ്ങളൊന്ന് ബേജാറാവണ്ട എന്ന് പറയുകയും എനിക്ക് മുഹമ്മദിനെ കാണും, എനിക്ക് മുഹമ്മദിനെ സംസാരിക്കേണ്ടത് നിങ്ങളോട് ആരും എനിക്ക് സംസാരിക്കേണ്ടതില്ല എന്ന് പറയുകയും അങ്ങനെ അതടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് നബിയുടെ അടുത്തേക്ക് ചെന്നിരുത്തി. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ, ഞാൻ സംസാരിച്ചോളാം.
എന്താണ് ഞങ്ങൾ സംസാരിക്കുന്നത്, എന്താണ് ഉമേറിന്റെ വിഷയം ഞാൻ കേൾക്കട്ടെ. അങ്ങനെ ഉമർ അള്ളാഹുവും അൻസാരികളും മാറി നിൽക്കുകയും ഉമേർ ഇബ്നു വഹബും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളും അങ്ങനെ ഒരു ഭാഗത്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഉമേർ എന്താണ് ഇപ്പോ ഈ സമയത്ത് വരാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ യുദ്ധത്തടവുകാരെ പിടിച്ചിട്ടുണ്ട് ബദറിൽ, എനിക്ക് അവനെ മോചിപ്പിക്കണം, അതിന് എന്താ ചെയ്യേണ്ടത്, അതിന് മോചനദ്രവ്യമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയുകയും. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, തന്നെയാണോ വന്നിട്ടുള്ളത്, വേറെ വല്ല ലക്ഷ്യമുണ്ടോ? എനിക്ക് യാതൊരു ലക്ഷ്യമില്ല, എനിക്ക് എന്റെ മകനെ കിട്ടിയാൽ മതി, ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് ഉമേർ മറുപടി പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അല്ല ഉമേർ, നീ വന്ന വസ്തുത എനിക്ക് കൃത്യമായിട്ട് അറിയാം, എനിക്കത് എന്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന എനിക്കത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നീയും സഫ്വാൻ ബിൻ ഉമയ്യയും മക്കയുടെ ഒരു ചെരുവിൽ നിന്ന് സംസാരിച്ചതും നിന്റെ മക്കളുടെ കാര്യം, നിന്റെ കടത്തിന്റെ കാര്യം സഫ്വാനോട് പറഞ്ഞതും അതെല്ലാം സഫ്വാൻ ഏറ്റെടുത്തതും അതെല്ലാം ഏറ്റെടുത്ത് ആ ധൈര്യത്തിൽ നീ എന്നെ വധിക്കാൻ വേണ്ടി വന്ന എല്ലാ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. നീ വന്ന് അതിനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉമേർ സ്തബ്ധനായിപ്പോയി. ഉമേർ പറഞ്ഞു, ഈ കാര്യം ഞാനും സഫ്വാനും അല്ലാതെ മൂന്നാമതൊരാൾ അറിയുകയില്ലല്ലോ, നീ ഇതെങ്ങനെ അറിഞ്ഞു? അപ്പോ ഉമേറിന് സത്യം വെളിപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ നീ അൻത റസൂലുള്ളാഹ് അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നീ പ്രവാചകനാണ്, ഞാൻ നിസ്സംശയം ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം ഞാനിതുവരെ വിചാരിച്ചത് നീ എനിക്ക് ആകാശത്ത് വഹി വരുന്നുണ്ട്, എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാൻ കഴിയും, അതെല്ലാം നീ കളവ് പറയുകയാണ്, നീ കെട്ടിച്ചമച്ച് പറയുകയാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഇപ്പോൾ വ്യക്തമായി, കാരണം ഞാനും സഫ്വാനും മാത്രം അറിയുന്ന രഹസ്യം, കിലോമീറ്റർ കാതങ്ങൾക്ക് അപ്പുറമുള്ള മദീനയിൽ നീ അത് താങ്കൾ അറിഞ്ഞെങ്കിൽ താങ്കൾ ശരിയായ പ്രവാചകൻ തന്നെയാണെന്ന് പറയുകയും അങ്ങനെ നബിയെ വധിക്കാൻ വന്ന ഉമേർ നബിയുടെ മുന്നിൽ വെച്ച് നബിയുടെ അനുയായി സഹാബിയെ മുസ്ലിമാകുകയും ചെയ്തത്. അപ്പൊ ഇതാണ് ബദറിന് ശേഷം ആദ്യമായി നബി തങ്ങൾ അപായപ്പെടുത്താനുണ്ടായ ഒരു കഥയുടെ അന്ത്യം. അങ്ങനെ എന്നാൽ ഇതേ അവസരത്തിൽ സഫ്വാൻ മക്കയിൽ എല്ലാവരും പറഞ്ഞു, ജനങ്ങളെ നമുക്ക് അടുത്ത ഒരു 2 ദിവസത്തിനുള്ള സന്തോഷകരമായ വാർത്ത കിട്ടും, ആ സന്തോഷ വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബദറിലെ നഷ്ടങ്ങളൊക്കെ നമുക്ക് മറക്കാൻ കഴിയുന്ന ഒരു സന്തോഷ വാർത്ത കിട്ടാൻ തരാണ്ട് അദ്ദേഹം വീണ്ടും ചേർന്ന് നടത്തുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം അറിഞ്ഞത് ഉമേർ അങ്ങനെ നബി തങ്ങളെ കാണുകയും ഇങ്ങനെ സംസാരിക്കുകയും നബി തങ്ങളുടെ ഇസ്ലാം ആശ്വസിക്കുകയും ചെയ്ത വിവരം അങ്ങനെ സഫ്വാൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം ആകെ നിരാശനായി. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വാശിയായി, ഈ പ്രവാചകനെ അല്ലെങ്കിൽ ഈ റസൂലിനെ, ഈ മുഹമ്മദിനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ആദ്യമായി നടന്ന സംഭവം. അതിനുശേഷം പിന്നെ ഗസ്വത്ത് ബനി ഖൈനുഖ അങ്ങനെ ഒരു യുദ്ധം ഒരു സൈനിക നീക്കം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് കൂടുതൽ യുദ്ധം നടത്തിയിട്ട് വന്നിട്ടില്ല. അവര് ജൂതന്മാരായിരുന്നു, മദീന പ്രാന്തപ്രദേശത്ത് ജീവിച്ചിരുന്ന ജൂതന്മാർ നബിക്കെതിരെ കലാപം ഉയർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നേരിടുകയും അവരെ മദീനയിൽ പുറത്താക്കുകയും ചെയ്തു. പിന്നീടുണ്ടായ ഒരു സൈനിക നീക്കമാണ് ഗസ്വത്ത് സുവൈഖ്. ഈ ഗസ്വത്ത് സുവൈഖ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഉഹുദ് നടക്കുന്നതിന് ഏകദേശം അല്പം മുമ്പാണ് ഈ ഗസ്വത്ത് സുവൈഖ് നടക്കുന്നത്. 2-3 മാസം മുമ്പാണ് ഗസ്വത്ത് സുവൈഖ് നടക്കുന്നത്. അഥവാ അബൂ സുഫിയാൻ മൂപ്പരായിരുന്നല്ലോ ആദ്യം ബദർ യുദ്ധത്തിലെ ആ കച്ചവട സംഘ നേതാവ്. അപ്പൊ അദ്ദേഹത്തിന് വളരെ അരിശമുണ്ടായിരുന്നു റസൂലിനെ വധിക്കാൻ വേണ്ടി, റസൂലിനോടും മുസ്ലിങ്ങളോടും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി മുഹമ്മദിനെ വക വരുത്താതെ ഇനി ഞാൻ കുളിക്കുകയേ ഇല്ല, എന്റെ തലയിൽ ഞാൻ വെള്ളം നനയ്ക്കുകയില്ല എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, 200 പടയാളികളുമായി മദീന ലക്ഷ്യം വെച്ച് നീങ്ങി. അങ്ങനെ രാത്രി ഒരു മദീനയുടെ പ്രാന്തപ്രദേശത്ത് കിടക്കുകയും അങ്ങനെ അവിടെ ഒരു അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു മുസ്ലിം സഹാബിന്റെ അടുത്ത് വാതിൽ മുട്ടുകയും എനിക്കിന്നിവിടെ അഭയമാണെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ആ സഹാബി അദ്ദേഹത്തെ ആട്ടിയോടിച്ചു. നീ ശത്രുവാണ്, നിനക്കൊരു അഭയമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആട്ടിയോടിച്ചു. അങ്ങനെ പിന്നീട് ഈ അബൂ സുഫിയാൻ മറ്റൊരു ജൂതന്റെ വീട്ടിൽ കടക്കുകയും അവിടെ ചെന്ന് അദ്ദേഹം അഭയം തേടുകയും അങ്ങനെ അവിടെ നിന്ന് മുസ്ലിങ്ങളുടെയും ഇസ്ലാമിന്റെ മദീനയുടെ ചലനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം മണത്തറിയുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്ന് രാത്രി അദ്ദേഹം എന്ത് ചെയ്ത് മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ള പ്ലാനിലൂടെ അദ്ദേഹം തന്റെ സൈന്യവുമായിട്ട് നടന്നപ്പോൾ പക്ഷെ അദ്ദേഹത്തെ എന്തോ ഒരു ഭീതി കുടുങ്ങുകയും അങ്ങനെ അടുത്തുള്ള ഒരു ഈത്തപ്പന തോട്ടത്തിൽ പ്രവേശിക്കുകയും അപ്പോൾ അവിടെ ഒരു അൻസാരിയുമുണ്ട്, അൻസാരിന്റെ ഒരു തന്റെ വൃത്തനുമുണ്ട്. ഇവർ 2 പേരെയും അദ്ദേഹം കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഈ വിവരം നബിതങ്ങൾ പെട്ടെന്ന് അറിഞ്ഞു. അങ്ങനെ വിശ്വാസങ്ങൾ എത്രയും പെട്ടെന്ന് സൈന്യത്തെ ഒരുക്കുകയും ഈ അബൂ സുഫിയാന്റെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ആ ഭാഗത്ത് നീങ്ങുകയും ചെയ്തു. അങ്ങനെ മുസ്ലിങ്ങളുടെ വരവ് അറിഞ്ഞ അബൂ സുഫിയാൻ പെട്ടെന്ന് അദ്ദേഹം തന്റെ കയ്യിൽ കരുതിയ ഒരുപാട് ധാന്യങ്ങളും മറ്റു സാമഗ്രികളും യുദ്ധസമയം എല്ലാം വിട്ടേച്ച് പെട്ടെന്ന് മക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരുപാട് ധാന്യങ്ങൾ, ഖുറൈശികൾ വിട്ടേച്ച് പോയ ഒരുപാട് ധാന്യങ്ങളും മറ്റ് സാമഗ്രികളും ഭക്ഷണ സാധനങ്ങളും ഒരു ഗനീമത്ത് സ്വത്തായി കിട്ടിയതിന്റെ പേരിലാണ് ഈ യുദ്ധത്തെ ഗസ്വത്ത് സുവൈഖ് എന്ന് പറയപ്പെടാൻ കാരണം.
അതിനുശേഷം ബനു സാലിഹുമായിട്ട് വസ്വത്ത് വി അംബ് എന്ന ഒരു യുദ്ധം, ഒരു സൈനിക മുന്നേറ്റം നടക്കുകയുണ്ടായി. അതിനുശേഷമാണ് കഅബ് ബിൻ അഷ്റഫ് എന്ന വ്യക്തി കൊല ചെയ്യപ്പെടുന്നത്. ഈ കഅബ് ബിൻ അഷ്റഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ജൂത പണ്ഡിതനായിരുന്നു. ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും നബിയെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡിസി ആയോ? കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. അങ്ങനെ കഅബ് ബിൻ അഷ്റഫ് നബിതങ്ങളെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും എല്ലാം വേദങ്ങളിൽ പഠിച്ച് വലിയ മതിപ്പോടെ നിൽക്കുകയായിരുന്നു. പക്ഷേ നബിതങ്ങൾ മദീനക്ക് വന്നപ്പോൾ കഅബിന്റെ എല്ലാ കണക്കൂട്ടവും തെറ്റി. അതുകൊണ്ട് തന്നെ കഅബ് ബിൻ അഷ്റഫ് നബിയോട് വദ്ധവേരിയാവുകയും നബിയെ അപായപ്പെടുത്താനുള്ള ശ്രമത്തിലാവുകയും ചെയ്തു. അങ്ങനെ ഈ കഅബ് ബിൻ അഷ്റഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയും ഇസ്ലാം കേൾക്കുന്നില്ലേ? എന്താ കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഈ കേൾക്കുന്നില്ല എന്ന് പറയുന്ന ആരാണ്? അദ്ദേഹത്തിന്റെ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അദ്ദേഹത്തെ സ്വന്തം ചെക്ക് ചെയ്യേണ്ടതാകുന്നു. അങ്ങനെ കഅബ് ബിൻ അഷ്റഫ് നബിതങ്ങളെ പരിഹസിക്കുകയും നബിതങ്ങൾക്കെതിരെ ആളെ കൂട്ടുകയും, അങ്ങനെ നബിതങ്ങളെ മാത്രമല്ല അദ്ദേഹം മക്കയിൽ പോയിട്ട് ഖുറൈശികളെ നബിതങ്ങൾക്കെതിരെ പിരികയറ്റി വിടുകയും ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ശല്യം വല്ലാതായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വകവരുത്താൻ വേണ്ടി ഒരു ടീമിനെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ കഅബ് വളരെ തന്ത്രജ്ഞാനിയും വളരെ യുദ്ധശാലിയും വളരെ ധൈര്യവാനുമാണ്. അദ്ദേഹത്തെ പെട്ടെന്ന് വകവരുത്താൻ കഴിയുന്ന കേസായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി യുദ്ധമുറകൾ അറിയുന്ന, തന്ത്രങ്ങൾ അറിയുന്ന ഒരു പ്രത്യേക ഒരു 6 അംഗ സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കുകയും അങ്ങനെ അവർ അത് വളരെ ഭംഗിയായി നിർവഹിച്ചു. അങ്ങനെ കഅബിന്റെ ശല്യം മുസ്ലിം സമൂഹത്തിന് ഇല്ലാതാക്കി. അങ്ങനെ അതിനുശേഷം നടന്ന ഒരു മുന്നേറ്റമാണ് ശരിയ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അഥവാ ഈ ഞാൻ ഡിയൻഡൈക്കട്ടെ, ശല്യം എല്ലാം വരുന്നുണ്ട്. സെക്കൻഡ്. ഓക്കെ. അങ്ങനെ കഅബ് പറഞ്ഞത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളുടെ കച്ചവട സംഘം ഷാമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോ അവർ അതുവരെ ഷാമിലേക്ക് മദീന വഴിയെ പോയിരുന്നത്. അങ്ങനെയുള്ള ബദർ വെച്ച് തടുക്കുന്നതും അങ്ങനെ യുദ്ധം ഉണ്ടാവുന്നതും. അപ്പൊ ഇനി ഇത് മുസ്ലിങ്ങൾ ഒരു വിലങ്ങുതടിയായപ്പോ ഷാമിലേക്കുള്ള യാത്രയ്ക്ക് ഷാമിലേക്കുള്ള കച്ചവടാച്ചുള്ള യാത്രയ്ക്ക് മുസ്ലിങ്ങൾ വിലങ്ങുതടിയായപ്പോ അവർ വഴി മാറ്റിത്തിരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ഇറാഖ് വഴി ഷാമിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ഇവര് ഷാമിലേക്ക് ഇറാഖ് വഴി ഒരു പുതിയ വഴി കണ്ടുപിടിച്ചവരെ ഷാമിലേക്ക് പോകുന്നുണ്ടെന്നും അങ്ങനെ അവര് കച്ചവടം നടത്തി മദീന ആക്രമിക്കാനുള്ള യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുമെന്ന് നബി തങ്ങൾ മാത്രറിഞ്ഞപ്പോ നബി തങ്ങൾ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഈ ഖുറൈശികളെ നേരിടാൻ വേണ്ടി പറഞ്ഞയച്ചു. അതിൽ ഉണ്ടായിരുന്നത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സഫ്വാൻ ബിൻ ഉമയ്യ ആയിരുന്നു ആ കച്ചവട സംഘത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നേതാവായിരുന്നത്. പക്ഷേ ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഈ ഒരു പ്രഹരം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹുവിന്റെ ഭാഗത്ത് ഉണ്ടായപ്പോൾ മുസ്ലിത്തിൽ ഉണ്ടായപ്പോൾ അവർക്ക് ചെറുപ്പം കഴിഞ്ഞില്ല. അവരെല്ലാം ഉത്തേച്ച് മക്കയിലേക്ക് തന്നെ തിരിച്ചുകൂടി. അങ്ങനെ ആ യുദ്ധത്തിലും ഒരുപാട് ഗനീമത്ത് സ്വത്ത് മുസ്ലിം സൈന്യത്തിന് ലഭിക്കുകയുണ്ടായി. ഇങ്ങനെയെല്ലാം ഇപ്പൊ അവർക്കുള്ള ഷാമിലേക്കുള്ള എല്ലാ വഴികളും മുസ്ലിങ്ങളെ കൊണ്ട് തടുത്തു നിന്നപ്പോ ഇനി മുഹമ്മദിനെ ആക്രമിക്കില്ല, കടന്നാക്രമിക്കില്ല, യാതൊരു വേറൊരു മാർഗമില്ല എന്ന് ഖുറൈശികൾ തീരുമാനിക്കുകയും ഖുറൈശികളും അവരുടെ ആശ്രിതരെയും ബന്ധപ്പെട്ട എല്ലാവരെയും മറ്റ് ജൂതന്മാരെയും പിന്നെ അവരുടെ ആദിവാസി കുടുംബങ്ങളായിട്ട് കുറച്ച് മലപ്രദേശത്ത് നടക്കുന്ന കുറച്ച് വ്യക്തികൾ, കുറച്ച് ടീമുണ്ട്, കുറച്ച് കബീലുണ്ടായിരുന്നു. അവരെല്ലാം കൂട്ടിയിട്ട് ഒരു സൈന്യത്തെ ഒരുക്കുകയുണ്ടായി. അങ്ങനെ ഈ ഒരു യുദ്ധത്തിന്റെ അംബാസഡർമാരായിട്ടുണ്ടായിരുന്നത് അബൂ സുഫിയാൻ ബിൻ ഹർബ്, ഇക്രിമ ബിൻ അബി ജഹൽ, പിന്നെ സഫ്വാൻ ബിൻ ഉമയ്യ. ഈ 3 ആളുകളായിരുന്നു ഈ യുദ്ധത്തിന്റെ അംബാസഡർമാരായിട്ട് ഉണ്ടായിരുന്നത്. അവരാണ് സൈന്യത്തെ സജ്ജീകരിച്ചതും ആളുകളെ ഇളക്കിവിട്ടതും ആളുകളെ പ്രേരിപ്പിച്ചതും എല്ലാം ഉണ്ടായിരുന്നത്. അവർ യുദ്ധത്തിന് ഒരുപാട് സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം കണ്ടെത്തുകയും അവരുടെ കച്ചവട സംഘത്തിന്റെ എല്ലാ മുതലും ഈ യുദ്ധത്തിനെ നീക്കിവെക്കുകയും അങ്ങനെ ഏകദേശം 3000
സൈനികരെയാണ് അവർ അണിനിരത്തിയത്. അതിൽ തന്നെ 3000 ഒട്ടകവും ഉണ്ട് എന്ന് ചില ചരിത്രത്തിൽ പറയുന്നു. ഇല്ല, 3000 ഇല്ല, 3000 താഴെ ഒട്ടകമുള്ളൂ എന്നും ചരിത്രത്തിൽ കാണുന്നു. 200 കുതിരപ്പടയും 700 അങ്കി മറ്റ് യുദ്ധസാമഗ്രികളും അവർക്കുണ്ടായിരുന്നു. അബൂ സുഫിയാൻ ആയിരുന്നു ഈ ഉഹദ് യുദ്ധത്തിന്റെ ജനറൽ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തത്. പിന്നെ ഖാലിദ് വലീദ് കുതിരപ്പടയുടെ നേതൃത്വത്തിലും ഇക്രിമ അബീ ജഹൽ അദ്ദേഹം മറ്റ് സൈന്യത്തിന്റെ നേതൃത്വത്തിലുമായിരുന്നു. അങ്ങനെയാണ് അവർ സൈന്യത്തെ വിന്യസിച്ചിരുന്നത്. പിന്നെ അവരുടെ പതാകവാഹകരായിട്ടുണ്ടായിരുന്നത് ബനു അബ്ദിദ്ദാർ എന്ന ഗോത്രത്തിന്റെ കുത്തകയായിരുന്നു. അപ്പൊ യുദ്ധത്തിൽ പതാക വഹിക്കുക എന്നുള്ളത് ബനു അബ്ദിദ്ദാർ എന്ന ഗോത്രത്തിലെ തലവനാണ് ആ പതാക വഹിക്കേണ്ടത് എന്ന് ഖുറൈശികളുടെ ഒരു അലിഖിത നിയമമായിരുന്നു. അങ്ങനെയാണ് അവരുടെ യുദ്ധസന്നാഹം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മക്കയിൽ ഈ ഒരു യുദ്ധസന്നാഹം വളരെ ഒരുങ്ങി അവർ മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അപ്പോൾ ഈ അവസരത്തിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഇപ്പൊ നമ്മൾ പറയുന്നത് അബൂ സുഫിയാനും ഖാലിദ് വലീദും ഇക്രിമൊക്കെ അന്ന് ഇസ്ലാമിന്റെ എതിർപക്ഷത്താണെങ്കിലും പിന്നീട് അതെല്ലാം ഇസ്ലാം വിശ്വസിക്കുകയും നല്ല സാധുകളാകുകയും ചെയ്തു. അപ്പൊ നമുക്ക് അത് തെളിവ് ചെല്ലണം. അപ്പോ ഇപ്പൊ ഈ സമയത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ന് മുസ്ലിമായിട്ടില്ല, അദ്ദേഹം അന്ന് മക്കയിലുണ്ട്, അദ്ദേഹം ഇതെല്ലാം വീക്ഷിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ആദ്യം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുസ്ലിങ്ങളോട് ഒരു മമതയും സ്നേഹവും നബി തങ്ങളോട് ഏറ്റവും അധികം സ്നേഹപ്രകടനം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മക്കയിൽ. എന്നാൽ ഖുറൈശിയുടെ കൂടെ തന്നെ കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം ഈ യുദ്ധത്തിലെ ഈ രംഗങ്ങളും അതിന് മുന്നിട്ടുള്ള കണ്ടപ്പോ, ഇവര് പുറപ്പെട്ടെന്ന് കണ്ടപ്പോ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഭൃത്യനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്ത് എഴുതി. ഇങ്ങനെ അബൂ സുഫിയാനും കൂട്ടരും മദീനയെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് വേണ്ട ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ ഭൃത്യൻ ഏകദേശം 3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ മദീന എത്തുകയും അങ്ങനെ നബി അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുബയിലാണെന്നാണ്, കുബാ മസ്ജിദാണ് അറിയപ്പെട്ടത്. കുബാ മസ്ജിദ് നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം ഉംറക്ക് പോകുന്നതാണ്, ഉംറ ഹജ്ജിന് പോകുമ്പോൾ നിസ്കരിക്കുന്നതാണ്. 2 റക്അത്ത് നിസ്കരിച്ച ഉംറയുടെ കൂലി ഉണ്ടെന്ന് പറയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നിസ്കരിക്കാൻ ചെല്ലാറുള്ള ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ് കുബാ പള്ളി. അപ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ഈ ഭൃത്യൻ, ഈ ഒരു സേവകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുബാ പള്ളിയിലായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ കത്ത് കൈമാറുകയും അപ്പൊ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ടായിരുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കത്ത് കൈമാറി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാനോ വായിക്കാനോ അറിയില്ല, എന്താണ് കത്തിൽ ഉള്ളടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഈ കത്ത് കൈമാറുകയും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഈ കത്ത് വായിച്ചു. അങ്ങനെ അബൂ സുഫിയാനും കൂട്ടരും വലിയൊരു യുദ്ധസന്നാഹവുമായിട്ട് മദീന ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ട് എന്ന് ഒരു വാർത്തയാണ് ഈ കത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യിനോട് പറഞ്ഞു, ഈ വിഷയം ഇപ്പൊ ആരോടും മുണ്ടണ്ട, അയാൾ നമ്മള് പള്ളിയിൽ നിന്ന് ഇറങ്ങുക. അങ്ങനെ അദ്ദേഹം ഉബയ്യ് കഅബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് ഇറങ്ങുകയും ആദ്യം കണ്ട വീട് ഒരു അൻസാരുടെ വീടുണ്ട്, സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു തങ്ങളുടെ വീട്ടിലേക്കാണ് ആദ്യം ചെന്നത്. അങ്ങനെ സഅദ് തന്നെ അവർ അന്വേഷിച്ചു. അപ്പോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ കത്ത് കിട്ടിയിരുന്നു നമുക്ക്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ ഒരു വിവരം അറിയിച്ചിട്ടുണ്ട്, അബൂ സുഫിയാനും കൂട്ടരും മദീന ലക്ഷ്യമാക്കിയിട്ട് വലിയ യുദ്ധസൈന്യത്തെ നീങ്ങിയിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇത് ചെയ്യണം, അപ്പൊ അതിനു വേണ്ടിയുള്ള മുന്നേറ്റം നമുക്ക് നടത്തണം, ഈ വിഷയം നിങ്ങൾ ആരോടും മുണ്ടണ്ട, കത്ത് കിട്ടിയ വിവരം ഒന്നും ആരോടും പറയണ്ട, തൽക്കാലം രഹസ്യമാക്കി വെക്കുക എന്ന് അദ്ദേഹത്തോട് പറയുകയും അങ്ങനെ നബിയും ഉബയ്യ് കഅബ് റളിയല്ലാഹു അൻഹും സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഈ ഇറങ്ങിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒന്നും ചോദിച്ചു, അല്ല എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് റളിയല്ലാഹു അൻഹു നമ്മുടെ വീട്ടിലേക്ക് വന്നത്, എന്തായാലും നിങ്ങൾ തമ്മിൽ സംസാരിച്ച വിഷയം? അപ്പോ സ്വാഭാവികമായിട്ടും സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് എന്തിനാ നീ അതറിയേണ്ട ആവശ്യം, അത് ആണുങ്ങൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ആ ഭാര്യ പറഞ്ഞു, എന്നാലേ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടേക്കുന്നു, നിങ്ങൾ പറഞ്ഞ ഇങ്ങനെ വിഷയമല്ലേ, ഒരു കത്ത് കിട്ടിയതും അങ്ങനെ അബൂ സുഫിയാനും കൂട്ടരും ഒക്കെ ഇവിടെ യുദ്ധത്തിന് ഒരുങ്ങി വരുന്ന വിഷയമല്ലേ നിങ്ങൾ പറഞ്ഞത്, ഒക്കെ ഞാൻ കേട്ടേക്കുന്നു. അദ്ദേഹം ഇന്നാ ഇല്ല റാജു തലി കൈ വെച്ച് ഓടി റസൂലിന്റെ അടുത്ത്. കാരണം പെണ്ണുങ്ങളടുത്ത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ഫ്ലാഷ് ആകും, പിന്നെ വേറെ സമയം വേണ്ടല്ലോ. അപ്പൊ അദ്ദേഹം അത് പേടിച്ചു, എന്തായാലും ഇത് ഇനി മദീന ഫ്ലാഷ് ആവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ എന്നോട് പറഞ്ഞതാണ് ഇത് രഹസ്യമാക്കി വെക്കാൻ. അദ്ദേഹം വേഗം പേടിച്ച് നേരെ റസൂലിന്റെ അടുത്തേക്ക് പോയിട്ട് റസൂലിനെ പറഞ്ഞു, റസൂലെ ഇങ്ങനെ പറ്റിക്കുന്നു, എന്റെ ഭാര്യ ഈ വിഷയമൊക്കെ അറിഞ്ഞേക്കണ് കേട്ടേക്കണ്, അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അഥവാ മദീനയിൽ ഈ വിഷയം ഫ്ലാഷ് ആയാൽ ഇന്നെ കുറ്റപ്പെട്ട് റസൂൽ എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞ വിഷയാക്കണ്ട, നമ്മൾ ഫ്ലാഷ് ആക്കാൻ പോവാണ്, നമ്മളിത് മുന്നേ ജനങ്ങളെ അറിയിച്ച് ഒരുക്കം തുടങ്ങണമല്ലോ, അപ്പൊ അതുകൊണ്ട് എന്തായാലും അത് വിഷയാക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഖുറൈശികൾ മദീന അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഖുറൈശികൾ എന്ത് ചെയ്തു, അബവ എന്ന സ്ഥലത്തെത്തി. നമുക്കറിയാം അബവായിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബീവി മറപ്പെട്ട് കിടക്കുന്നത്. ഈ അബവ എന്ന സ്ഥലത്തെത്തിയപ്പോ ഹിന്ദ്, അപ്പൊ അബൂ സുഫിയാൻ ഭാര്യ പറഞ്ഞു,
മുഹമ്മദിന്റെ ഉമ്മയുടെ ഖബർ ഇവിടെ അല്ലേ, നമുക്ക് ആ ഖബർ മാന്തി പുറത്തിട്ടാലോ എന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോ മറ്റുള്ള പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യണ്ട. കാരണം ഹിന്ദു പ്രതീക്ഷിക്കുന്നത് പ്രവാചകൻ എങ്ങനെയെല്ലാം പ്രകോപിക്കാൻ പറ്റുന്നുള്ളതാണ് ഹിന്ദു ചിന്തിക്കുന്നത്. പക്ഷെ അവർ കൂടുതലുള്ള ആളുകൾക്ക് പറഞ്ഞു അത് അങ്ങനെ ഒരു സമ്പ്രദായം നമ്മൾ തുടങ്ങി വെച്ചാൽ പിന്നെ ഓരോ യുദ്ധത്തിലും ഭൂമിയിലുള്ള എല്ലാ ശവങ്ങളും ഇങ്ങനെ പൊന്തി വരും. കാരണം ഓരോരുത്തര് മത്സരിച്ച് ഓരോരുത്തരുടെ ഖബർ മാന്താൻ തുടങ്ങും. അപ്പൊ അങ്ങനെ കീഴ്വഴക്കം നമ്മൾ തുടങ്ങി വെച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ ദൂരവ്യാപകമായിരിക്കും. അപ്പൊ അതും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഹിന്ദിനെ അതിൽ തടയുകയും അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് അങ്ങ് ഗമിക്കുകയും അങ്ങനെ അവര് ഉഹദിന്റെ അടുത്ത് ഐനൈൻ എന്നൊരു സ്ഥലത്ത് തമ്പടിക്കുകയും ചെയ്തു. അപ്പോ ഏകദേശം ഇത് വ്യാഴാഴ്ചയാണ് അവര് ഉഹദിന്റെ പരിസരത്ത് തമ്പടിക്കുന്നത്. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദർശനം ഉണ്ടാവുകയാണ്. എന്താണ് സ്വപ്നത്തിൽ കാണുന്നത്? പ്രധാനമായും 4 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണുന്നത്. ഒരു സ്വപ്നത്തിൽ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് ഒരു വലിയൊരു പശു. ആ പശു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അടുക്കപ്പെടുകയും അതിന്റെ വയറെല്ലാം കുത്തിക്കീറി ആകെ രക്തപങ്കിലമായി എല്ലാത്തും രക്ത ഇതാവുകയും ചെയ്തു. രണ്ടാമത്തെ ആ സ്വപ്നത്തിൽ കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളിന്റെ തലപ്പത്ത് ചെറിയ പൊട്ടി കാണുന്നു. അതേ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതൊരു വിഷയം കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ഒരു ശക്തമായ അങ്കിയിൽ പിടിച്ചു നിൽക്കുന്നു. അതേ സ്വപ്നത്തിൽ നാലാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആട്ടിന്റെ പിന്നാലെ നടക്കുന്നു. അങ്ങനെ ഈ ഒരു സ്വപ്നത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിറ്റേന്ന് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബികളോട് പറഞ്ഞു, സഹാബികളെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ അവർ ചോദിച്ചു, എന്താ റസൂൽ അതിന്റെ വിശദീകരണം എന്താണ്, താങ്കൾ എങ്ങനെയാണ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഒരു പശുവിനെ അറുക്കുന്നു എന്ന് പശുവിനെ അറുത്തതായി കണ്ട ഈ വിഷയം ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഈ ഒരു യുദ്ധം വരുമ്പോൾ നമ്മുടെ മുസ്ലിം സമുദായത്തിന് ചെറുതല്ലാത്തൊരു നഷ്ടം വരാൻ സാധ്യതയുണ്ട്. വലിയൊരു നഷ്ടം, നമുക്ക് ഉദ്ദേശമായ ഒരു വിജയം കിട്ടിക്കോളം എന്നില്ല. കുറച്ച് പരാജയപ്പെട്ടില്ലെങ്കിലും വിജയിച്ചാൽ ഇല്ലെങ്കിലും നമുക്ക് വലിയ നഷ്ടം വരാൻ സാധ്യതയുണ്ട് എന്നാണ് ആ പശുവിനെ അറുത്ത് രക്തപങ്കിലുമായതിന് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ എന്റെ വാളിന്റെ തലപ്പത്ത് പൊട്ടിക്കിടക്കുന്നു, അതിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ യുദ്ധത്തിൽ മാരകമായ പരിക്ക് പറ്റാനോ ജീവഹാനിയോ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശക്തമായ ഒരു അങ്കിയിൽ പിടിച്ചു നിൽക്കുന്നു, കൈയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ചത് മദീന എന്ന ഈ ഒരു അങ്കി, ഈ മദീന എന്ന ഈ ഒരു കോട്ട അത് നമ്മളെ എപ്പോഴും രക്ഷിക്കും, മുസ്ലിങ്ങളെ എപ്പോഴും രക്ഷയ്ക്ക് ഈ മദീന കോട്ട തന്നെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വ്യാഖ്യാനിച്ചത്. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നം, ആ സ്വപ്നത്തിൽ കണ്ടത് ഒരു ആട്ടിന്റെ പിന്നാലെ നടക്കുന്നതായിട്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വ്യാഖ്യാനിച്ചത് ഈ ആടുകൂടം എന്ന് പറഞ്ഞാൽ ഖുറൈശികളുടെ യുദ്ധത്തലവന്മാരാണ്, അവരുടെ പതാകവാഹകരാണ്, അവരെ നാം വകവരുത്തും എന്നാണ്. അങ്ങനെ യുദ്ധം തുടങ്ങുന്ന 2 ദിവസം മുമ്പ് തന്നെ യുദ്ധത്തിന്റെ ഒരു ചരിത്രം, ഒരു ചിത്രം സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നത്തിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിന്റെ ഏകദേശം ഗതിവിഗതികൾ മനസ്സിലായി. ഏതായാലും മുസ്ലിങ്ങൾക്ക് കുറച്ച് നഷ്ടം എന്തായാലും സംഭവിക്കാൻ പോകുന്നുണ്ട്, കുറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത അനുയായികൾക്കെല്ലാം ചില പരിക്കും ചില അപായങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ സ്വപ്നത്തിൽ തന്നെ ഏകദേശം യുദ്ധം തുടങ്ങുന്ന 2 ദിവസം മുമ്പ് തന്നെ അതിന്റെ ഗതിവിഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ഈ അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഷാവറ നടത്തുകയാണ്, നമ്മൾ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണം, ഈ യുദ്ധത്തെ നമ്മൾ എങ്ങനെ നേരിടണം എന്ന് പറഞ്ഞപ്പോ ഒരു നേതാവ് എന്ന നിലയ്ക്ക്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം ഉണ്ടായപ്പോൾ ഈ സ്വപ്നത്തിന്റെ അർത്ഥവും കൂടി മനസ്സിലായപ്പോൾ ഈ ഉണ്ടാവുന്ന നഷ്ടങ്ങളെ പരമാവധി കുറക്കുക എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഭിപ്രായം പറഞ്ഞു, നമുക്ക് മദീന വിട്ട് വീണ്ടും പോവണ്ട, നാം മദീനയിൽ തന്നെ ഒതുങ്ങിക്കൂടാ. അവർ ഏതായാലും മദീന ലക്ഷ്യമാക്കി വരികയാണല്ലോ. അങ്ങനെ അവർ മദീന ലക്ഷ്യമാക്കി വരികയും മദീന ആക്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മദീനയുടെ ബോർഡറിൽ വെച്ചിട്ട് അവരെ തടുത്ത് അവരെ തുരത്തി ഓടിക്കാം എന്നൊരു അഭിപ്രായമാണ് വ്യക്തിപരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഈ അഭിപ്രായത്തെ മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സലൂൽ പിന്താങ്ങി. ഓക്കെ അത് റസൂൽ മുഹമ്മദ് പറഞ്ഞത് വളരെ കറക്റ്റാണ്, ഞാൻ അതിനെ പിന്താങ്ങുന്നു എന്ന് അദ്ദേഹം പിന്താങ്ങുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം പിന്താങ്ങുന്നത് അദ്ദേഹത്തിന്റെ യുദ്ധത്തോടുള്ള ഭീതി കൊണ്ട് മാത്രമാണ്, അല്ല നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ടോ നബി തങ്ങളുടെ അഭിപ്രായത്തെ പിന്താങ്ങുക എന്നായിരുന്നില്ല അബ്ദുല്ലാഹി ഇബ്നു ഉബൈയുടെ മനോഗതി. മാത്രമല്ല അൻസാരികളും മുഹാജിറുമായ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ സഹാബാക്കൾ അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അഭിപ്രായത്തോട് യോജിച്ചു. ഓക്കെ, നമുക്ക് മദീന വിട്ടു പോകണ്ട, അവർ ശത്രുക്കൾ ഏതായാലും ഇങ്ങോട്ട് വരികയാണ്, അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോർഡറിൽ വെച്ചിട്ട് അവർ ആക്രമിച്ച് തുരച്ചു ഓടിക്കാം എന്നൊരു അഭിപ്രായത്തോടാണ് മുഹാജിറുകൾ അൻസാരികളായ അവരുടെ കിബാറു സഹാബകളുടെ മുതിർന്നവരെല്ലാം അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഈ അവസരത്തിൽ
യുവനേതൃത്വം, സഹാബകൾ യുവനേതൃത്വം, യുവാക്കളായ ഒരുപാട് സഹാബികൾ, മാത്രമല്ല വിശിഷ്യ ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്ത, അതിനൊരു അവസരം ലഭിക്കാത്ത സഹാബാക്കൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, റസൂലെ നമുക്ക് യുദ്ധത്തിന് ഇതവിടെ വന്നിരിക്കും, ഞങ്ങളെല്ലാം ബദറിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ബദറിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം കിട്ടാനും യുദ്ധം ചെയ്യാനുള്ള ഭാഗ്യത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ശത്രുക്കൾ നമുക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് പോകണം. ഇവിടെ നിന്ന് അവർ നമ്മള് ഭീരുക്കളാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ പോയി ആക്രമിച്ച് അവരെ ഇങ്ങോട്ട് മദീനയുടെ അടുത്തേക്ക് അവർ അടുക്കാൻ സമ്മതിക്കരുത് റസൂലെ എന്ന് റസൂലിന്റെ കൂടെ റസൂലെ പ്രേരിപ്പിച്ച് യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. ഇതിന്റെ കൂടെ അപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് റസൂൽ പറഞ്ഞു, നബിയെ ശത്രുക്കൾ വരുന്നുണ്ട്, എനിക്കൂടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് എന്റെ വാള് ഇങ്ങനെ വീശാൻ കൈകൾ കിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തായാലും പുറത്ത് യുദ്ധം ചെയ്തേ പറ്റൂ എന്ന് ഹംസ റളിയല്ലാഹു അൻഹു കൂടുതൽ ശക്തമായ നബിയെ പ്രേരിപ്പിക്കുകയും ചെയ്തപ്പോൾ നബി തങ്ങൾ എന്നാ ഓക്കെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ തന്റെ ആ ആദ്യത്തെ അഭിപ്രായത്തിൽ നിന്ന് മാറിക്കൊണ്ട് യുദ്ധത്തിൽ നിന്ന് മദീന പുറത്തു പോയിട്ട് ശത്രുക്കളെ നേടാമെന്ന ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്റെ വീട്ടിലേക്ക് അടക്കുകയും വീട്ടിൽ ചെന്ന് പോയിട്ട് പടച്ചട്ടയും പടയങ്കി എല്ലാം അണിഞ്ഞ് വാളെല്ലാം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി പുറത്തിറങ്ങി. അപ്പൊ പുറത്തിറങ്ങിയപ്പോ ഈ ഇങ്ങനെ ശാഠ്യം പിടിച്ച അല്ലെങ്കിൽ മദീന വിട്ടു പോകാൻ വേണ്ടി പ്രേരിപ്പിച്ച സഹാബാക്കൾക്ക് മനപ്രയാസം. പക്ഷേ ഞങ്ങൾ നബിയോ പറഞ്ഞത് നബിക്ക് ഇഷ്ടപ്പെടാതിരുന്നോ, നബിയെ ഞങ്ങൾ നിർബന്ധിച്ചതായി പോയോ എന്ന് പറഞ്ഞപ്പോ ഹംസ റളിയല്ലാഹു അൻഹു മാത്രമല്ല മറ്റ് അൻസാരികളായ സഹാബാക്കൾക്ക് അവർ പറയുകയും ചെയ്തു, നിങ്ങൾ എന്തിനാ നബിയെ ഇങ്ങനെ നിർബന്ധിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിൽക്കാനായിരുന്നു റസൂലിന്റെ തീരുമാനം ഉണ്ടായിരുന്നത്, നിങ്ങൾ എന്തിനാ നബിയെ പ്രേരിപ്പിച്ചതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അടയൊക്കെ റെഡിയായി ഒരുങ്ങിയത് എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് ബേജാറ്, പക്ഷേ അത് റസൂലതമായി പോയോ, നബിയോട് മര്യാദക്കാരായി പോയോ? അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ആവേശം കൊണ്ട് പറഞ്ഞതാണ്, അതല്ല നബി തങ്ങൾ ഇവിടെ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ നിന്നോളാം. റസൂൽ പറഞ്ഞു റസൂലിന്റെ തീരുമാനത്തെ ഞങ്ങൾ വിട്ടുതന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഒരു പ്രവാചകൻ തന്റെ പടച്ചട്ട അണിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ചിയും പടച്ചട്ടയും വാളിലും അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളെ കാണുന്നവരെ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തീരുമാനം ഉണ്ടാക്കുന്നവരെ അത് ഇനി അഴിച്ചെടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുകയും ഇവരെക്കാൾ മുന്നിട്ട് ഇവരെക്കാൾ ആവേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ യുദ്ധത്തിലേക്ക് മുന്നിടുന്നതാണ് നമ്മൾ പിന്നെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ മദീനയും ഒരുങ്ങിക്കഴിഞ്ഞു. മദീന എല്ലാവരും ഒരു യുദ്ധസന്നാഹമായി എല്ലാവരും ഒരുങ്ങുകയും മറ്റ് അൻസാരികളും മുഹാജികളും സഹാബികളെല്ലാം യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയും ചെയ്തു. അങ്ങനെ ഉസൈദ് ബിൻ ഹുദൈർ എന്ന റളിയല്ലാഹുവിന്റെ കയ്യിലാണ് ഔസ് ഗോത്രത്തിനുള്ള പതാക നിശ്ചയങ്ങൾ ഏൽപ്പിച്ചത്. പിന്നെ മുഹാജിങ്ങളുടെ പതാക അലി ബിൻ അബി ത്വാലിബിന്റെ കയ്യിലാണ് മുഹാജിറുകളുടെ പതാക നിശ്ചയങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. അൽ ഹുബാബുൽ മുൻദിർ റളിയല്ലാഹുവിന്റെ കയ്യിലാണ് ഖസ്റജ് ഗോത്രത്തിന്റെ പതാക നിശ്ചയങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പടയങ്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്നു. അപ്പൊ ഇതിന് തന്നെ മനസ്സിലാക്കാം എന്ത് രണ്ട് പടയങ്കി. അപ്പൊ അത് തവക്കുലിന്റെ അങ്ങേയറ്റമാണ്. കാരണം തവക്കുൽ എന്ന് പറഞ്ഞാൽ ഞാൻ തവക്കുൽ ചെയ്യാൻ എനിക്കൊന്നും ചെയ്യേണ്ട, പടയൊന്നും വേണ്ട, ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞെടുക്കാനില്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുൽ ഭരമേൽപ്പിക്കുക, അള്ളാഹു കാര്യമേൽപ്പിക്കുക, എന്നാൽ നാം സ്വീകരിക്കേണ്ട എല്ലാവിധ സുരക്ഷാ മാർഗങ്ങളും നാം സ്വീകരിക്കുകയും ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു മൂർത്തിഭാവമാണ് നബിസ്വലങ്ങൾ നമ്മൾ കാണുന്നത്. കാരണം യുദ്ധത്തിന് പുറപ്പെടുന്നു നബിസ്വലങ്ങൾ രണ്ട് അങ്കി ധരിച്ചിട്ടുണ്ട്. കാരണം യുദ്ധത്തിന്റെ തീവ്രത എന്താണെന്ന് ചത്തത്തോടത്തെ നബിസ്വലങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ തീവ്രമായ യുദ്ധമായി വരാൻ പോകുന്നതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻകരുതലും സുരക്ഷാ മാർഗം നബിസ്വലങ്ങൾ തവക്കുലിന്റെ ഒരു അടയാളം കൂടിയാണ്. കാരണം തവക്കുൽ എന്ന് പറഞ്ഞാൽ സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തവക്കുലാക്കി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കലല്ല തവക്കുല്. തവക്കുൽ എന്ന് പറഞ്ഞാൽ പരമാവധി ഏതെല്ലാം മനുഷ്യൻ ചെയ്യേണ്ട എല്ലാവിധ സുരക്ഷാ മാർഗങ്ങളും മുൻകരുതലുകളും ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് മുന്നിട്ടിറങ്ങുക, ബാക്കി അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക, അതാണ് തവക്കുല്. അപ്പൊ അതിന്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നബിസ്വലങ്ങൾ രണ്ട് അങ്കി ധരിച്ചിരുന്നു. അങ്ങനെ അവര് വ്യാഴാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച ജുമയും കഴിഞ്ഞ് അസംസ്കരിച്ച് അവര് ഉഹുദിലേക്ക് മദീനയുടെ പുറത്തേക്ക് അവിടെ പുറപ്പെടുകയാണ് ഈ സൈന്യവുമായിട്ട്. അങ്ങനെ അവരെല്ലാം ഷെയ്ഖാനി എന്നൊരു സ്ഥലത്തെത്തിയപ്പോ അപ്പോ അവിടെ നബിസ്വലങ്ങൾ സൈന്യത്തെ ഒന്നും കൂടെ ഒന്ന് വീക്ഷിച്ചു. ആരൊക്കെ സൈന്യത്തിലുണ്ട്, എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒരു ലാസ്റ്റ് ഒരു വീക്ഷണം. അപ്പോ അതിൽ ഒരുപാട് കുട്ടികളായ ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അപ്പോ നബിസ്വലങ്ങൾ അവരെ എല്ലാവരെയും മടക്കി, കുട്ടികൾ ആരും വരണ്ട. അപ്പൊ അതിൽ പലരും പെരുവിരലിൽ നിന്നുകൊണ്ട് നീളം കൂടുതലെന്ന് അറിയിക്കാൻ വേണ്ടി പെരുവിരൽ നിന്നുകൊണ്ട് ഞാൻ കുട്ടിയല്ല ഞാൻ വലിയതാണെന്ന് അറിയിക്കൊണ്ട് അങ്ങനെയൊക്കെ ഏന്തി നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പൊ ആ സഹാബത്തിന്റെ യുദ്ധത്തിനുള്ള അവർക്കുള്ള ആവേശമാണ്. റസൂലിനെ സഹായിക്കാൻ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യാനുള്ള അവർ ആവേശമാണ് കാണിക്കുന്നത്. അങ്ങനെ ഏകദേശം 17 സഹാബികളെ, അതും പിന്നീട് പ്രഗത്ഭരായ സഹാബികൾ, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു,
ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു, അങ്ങനെ വ്യത്യസ്തമായ അങ്ങനെ 17 കുട്ടി സഹാബികളെ തങ്ങൾ നിങ്ങൾ യുദ്ധത്തിൽ പുറപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയും. അപ്പൊ ആ സമയത്താണ് സമൂഹത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അല്ല റാഫി ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒന്നു പറഞ്ഞു, നബിയെ, അദ്ദേഹം കുട്ടിയാണ്, അദ്ദേഹം 14 വയസ്സായിട്ടുള്ളൂ. അദ്ദേഹത്തെ നബി സ്വല്ലല്ലാഹു മാറ്റി നിർത്തിയപ്പോ അദ്ദേഹം നേരെ തന്റെ ഭാര്യ, തന്റെ ഉമ്മയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിതാവല്ല, അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോ പിന്നെ തന്റെ ഉമ്മയെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന്റെ എളാപ്പം, എന്താ പറയുക, നമ്മളെ ഭാഷ പറയാം. അങ്ങനെ അദ്ദേഹത്തിന് പറയുന്നു, എന്നെ റസൂല് യുദ്ധത്തിൽ നിന്ന് പിന്തിരിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അമ്പ ചെയ്യാൻ അറിയുക, റസൂൽ എന്റെ കാര്യത്തിന് സംസാരിക്കാൻ പറ്റും, ഞാൻ അമ്പ ചെയ്തോളാം, എനിക്ക് അമ്പ ചെയ്താൽ ഞാൻ വിദഗ്ധനാണല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം ഒന്ന് റസൂലിനോട് പറഞ്ഞു, റാഫി നല്ല അമ്പെയ്ത്തുകാരനാണ്, നമുക്ക് യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ റാഫി എന്ന് പറയുന്ന ഈ കുട്ടിയായ റാഫി യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു അവസരം കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോ മറ്റൊരു സഹാബി സമൂഹത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറുതാണ്, അദ്ദേഹം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയും മാറ്റി നിർത്തിയിരുന്നു ഈ 14 വയസ്സായതിന്റെ പേരിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റാഫിക്ക് നിങ്ങൾ സമ്മതം കൊടുത്തെങ്കിൽ എനിക്ക് സമ്മതം തരണം, കാരണം റാഫിയേക്കാൾ ഞാൻ മന്നനാണ്. റാഫിയെ പക്ഷെ അമ്പെല്ലാം ഉഷാറായിരിക്കാം, പക്ഷെ റാഫിയേക്കാൾ യുദ്ധതന്ത്രവും ഞാനും റാഫിയും ഒരു മൽപ്പിടുത്തം പിടിച്ചാൽ റാഫിനെ എനിക്ക് മലത്തടിക്കാൻ എനിക്ക് കഴിയും, അതുകൊണ്ട് എനിക്കും യുദ്ധത്തിലേക്ക് അവസരം തരണം. അപ്പൊ അവർ നമ്മൾ ആദ്യം അവരുടെ ആ മാനസിക അവസ്ഥ, അവർ യുദ്ധത്തിലേക്കുള്ള അവരുടെ ത്വരയാണ് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പൊ റസൂൽ പറഞ്ഞു, എന്നാ ഓക്കെ, എന്നാ നിങ്ങൾ രണ്ടുപേരും ഒരു ചെറിയൊരു മൽപ്പിടുത്തം നടത്തൂ. അപ്പൊ സത്യത്തിൽ റസൂൽ ഈ മൽപ്പിടുത്തം നടത്താൻ പറയുന്നത് അവര് ജയിക്കോ പരാജയിക്കോ എന്നറിയാൻ വേണ്ടിയിരുന്നില്ല. ആ സഹാബാക്കളെല്ലാം എന്താണ്, ആ യുദ്ധത്തിന്റെ ഭീതന അവസരത്തിൽ അവർ ആ മനസ്സിന് പിരിമുറുക്കാൻ വേണ്ടി, ഒരു കൗതുകത്തിന് വേണ്ടി രണ്ടാൾ ചെറിയൊരു മൽപ്പിടുത്തം നടത്തുന്നു. അപ്പൊ അവർക്ക് ആ ഒരു മനസ്സിന്റെ ആ മനപ്രയാസം ഒന്ന് പിരിമുറുത്തമൊന്ന് അയഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് റസൂൽ ഇങ്ങനെ തന്ത്രം ഉപയോഗിക്കുന്നത്. അങ്ങനെ റാഫി റളിയല്ലാഹു അൻഹു സമൂഹത്ത് റളിയല്ലാഹു അൻഹു ചെറിയൊരു മൽപ്പിടുത്തം നടത്തുന്നു. അങ്ങനെ സമൂഹത്ത് റളിയല്ലാഹു അൻഹു റാഫിനെ മലർത്തി താഴെ തള്ളിയിടുന്നു. അങ്ങനെ രണ്ടുപേരും, ഒരാള് അമ്പെയ്ത്തുകാരനാണെന്ന് നിലക്കും മറ്റൊരാള് മൽപ്പിടുത്തക്കാരനെന്ന നിലക്കും ഈ രണ്ട് കുട്ടികളും യുദ്ധത്തിലേക്കുള്ള അഡ്മിഷൻ, അല്ലെങ്കിൽ അതിന്റെ പെർമിഷൻ റസൂൽ കൊടുക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഉണ്ടായിരുന്ന 1000 യോദ്ധാക്കളും 100 അങ്കികളും 2 കുതിരകളുമാണ് ഉണ്ടായിരുന്നത്. അല്ല, ഒരു കുതിര ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു. അതെല്ലാം മിനിമം 2 കുതിര, ഒന്ന് റസൂലിനും മറ്റ് വേറൊരു അൻസാര സഹാബിക്ക് 2 കുതിര ഉണ്ടായിരുന്നു എന്നും ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെ അവര് ഈ ഷെയ്ഖാന്റെ സ്ഥലത്ത് 1000 യോദ്ധാക്കളുമായിട്ട് ആ ഷെയ്ഖാന്റെ സ്ഥലത്തിന് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു ജൂതപ്പട അപ്പുറത്ത് ഇങ്ങനെ വളരെ സജീവമായിട്ട് ഇങ്ങനെ സജ്ജരായിട്ട് ഇങ്ങനെ എന്തിനും ചെയ്യാൻ വലിയൊരു ജൂതപ്പട വളരെ സായുധ സജ്ജരായിട്ട് നിൽക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഏതാണ് ജൂതപ്പട, ഇവർ ആരാണ്, എന്താണ്? അപ്പൊ അവർ പറഞ്ഞു, അത് അബ്ദുല്ലാഹ് ഇബ്നുയുടെ അണ്ടറിലുള്ള ജൂതപ്പടയാണ്. അപ്പൊ അവർ വിശ്വസിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല, അവർ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നാം യുദ്ധം ചെയ്യുന്ന മുശ്രിക്കുകളോടാണ്. മുശ്രിക്കുകൾ യുദ്ധം ചെയ്യുമ്പോൾ മറ്റൊരു മുശ്രിക്കുകളുടെ സഹായം നമുക്ക് വേണ്ടതില്ല, അതുകൊണ്ട് തന്നെ അവരുടെ സഹായം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ ജൂതപ്പടയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചു. അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് അങ്ങനെ അവിടെ തമ്പടിച്ചു. രാത്രി മഗ്‌രിബ് നിസ്കരിച്ചു, ഈശ നിസ്കരിച്ചു. അങ്ങനെ രാത്രി വിശ്വാസങ്ങൾ പറഞ്ഞു, ഈ രാത്രി ആരാണ് എന്നെ കാക്കുക ഇവിടെ? അപ്പൊ ഏകദേശം ശത്രുക്കളുടെ അടുത്ത് മുഖാമുഖം എത്താനായിട്ടുണ്ട്. അപ്പൊ ഈ രാത്രി നമ്മൾ ആര് കാക്കും? അങ്ങനെ ആര് കാക്കും എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഒരാൾ താമറജുലുൻ, ഒരു വ്യക്തി നിന്നുകൊണ്ട് പറഞ്ഞു, അനയാ റസൂലുള്ളാഹ്, ഞാൻ കാക്കാം, ഞാൻ കാവൽ നിൽക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അൻത, താങ്കൾ ആരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അന ദക്വാൻ ബിൻ അബ്ദുൽ ഖൈസ്, ഞാൻ ദക്വാന്റെ മകൻ, അബ്ദുൽ ഖൈസിന്റെ മകൻ ദക്വാനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ റസൂലെ താങ്കളെ ഞാൻ കാക്കാം, ഇന്ന് രാത്രി ഞാൻ കാവൽ നിൽക്കാം എന്ന് പറഞ്ഞപ്പോ റസൂൽ ഓക്കെ, താങ്കൾ ഇരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ചോദിച്ചു, മൻ റജുലുൻ യഹ്ഫളുന ഹാദിൽ ലൈല, ആരാണ് ഇന്ന് രാത്രി നമുക്ക് കാവൽക്കാരായിട്ട് ആരാണുള്ളത്? അപ്പോൾ ഒരു വ്യക്തി വിളിച്ചു നിന്നു, അനയാ റസൂലുള്ളാഹ്, ഞാൻ കാവൽ നിൽക്കാം. അപ്പൊ മൻ അൻത, താങ്കൾ ആരാണ്? അന അബൂ സബ, ഞാൻ അബൂ സബയുടെ പിതാവാണ് എന്ന് പറഞ്ഞു. അപ്പോ റസൂൽ പറഞ്ഞു, ഇജ്ലിസ്, താങ്കളും ഇരിക്കും പറഞ്ഞു. അതായത് മൂന്നാമത് റസൂൽ ചോദിച്ചു, ആരാണ് നമ്മൾ ഈ രാത്രി ഇന്ന് നമ്മളെ കാവൽക്കാരനായിട്ടുള്ളത്? അപ്പോൾ വീണ്ടും ഒരാൾ വിളിച്ചു പറഞ്ഞു, അനയാ റസൂലല്ലാഹ്. അപ്പൊ മൻ അൻത, താങ്കൾ ആരാണ്? അന ഇബ്നു അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസിന്റെ മകനാണ് ഞാനെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ തങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹൂമൂ സലാത്തുക്കും, നിങ്ങൾ 3 പേരും നിൽക്കി, ഈ പറഞ്ഞ ഈ ഞാൻ പറഞ്ഞ 3 പേരും നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ അതിൽ നിന്നത് ഈ ആദ്യം നിന്ന് അബ്ദുൽ ഖൈസ് എന്ന ആ ഒരു സഹാബി മാത്രമാണ് നിന്നത്. അപ്പൊ ചോദിച്ചു, അല്ല ബാക്കിയുള്ള 2 പേരെവിടെ? അല്ല, അത് രണ്ടും ഞാൻ തന്നെ ആയിരുന്നു.
ഞാൻ എന്റെ കുട്ടിന്റെ പേരാണ് സബ്, അപ്പൊ അബൂ സബ് ഞാൻ തന്നെയാണ്, പിന്നെ ഇബ്നു ഖൈസ് ഞാൻ, ഖൈസിന്റെ മകനാണ് ഞാൻ, അത് ഞാൻ മൂന്നും ഞാൻ തന്നെ റസൂല് ഉത്തരം പറഞ്ഞു, ഞാൻ തന്നെയാണ് മൂന്ന് പറഞ്ഞു. അപ്പൊ റസൂല് ചിരിക്കുക ചെയ്തത് ആ സഹാബിയുടെ ആവേശം കണ്ടപ്പോ. കാരണം അവർ രാത്രിയാണ്, ഇരുട്ടാണ്, ആരാണ് എണീക്കുന്നതെന്ന് സംസാരം മാത്രം കേൾക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സഹാബി 3 വട്ടം ഞാൻ തന്നെയാണ്. പക്ഷെ റസൂല് തിരിച്ചറിയിക്കാൻ വേണ്ടി അദ്ദേഹം പേര് മാറ്റി പറഞ്ഞു. ആദ്യം പറഞ്ഞു ഞാൻ ദക്വാൻ ബിൻ അബ്ദുൽ ഖൈസ്, പിന്നെ പറഞ്ഞു ഞാൻ അബൂ സബ, പിന്നെ പറഞ്ഞു ഇബ്നു അബ്ദുൽ ഖൈസ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ദക്വാനാണ് അബ്ദുൽ ഖൈസിന്റെ മകൻ, പിന്നെ പറഞ്ഞു ഞാൻ അബൂ സബീന്റെ പിതാവാണ് ഞാൻ, പിന്നെ പറഞ്ഞു അബ്ദുൽ ഖൈസിന്റെ മകനാണ്. അപ്പൊ ഈ 3 സമയത്തും എനിക്ക് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ അദ്ദേഹം അങ്ങനെ തന്ത്രത്തിലൂടെ ആ ഒരു മഹനീയ സ്ഥാനം അദ്ദേഹം റസൂലിന്റെ അടുത്ത് നിന്ന് കൈവരിക്കുകയും ചെയ്തു, റസൂലിനെ കാവലിക്കാന്നുള്ളത്. അങ്ങനെ അദ്ദേഹമാണ് അന്ന് നബിതങ്ങളെ പ്രത്യേകം കാവലിക്കാനും ബാക്കി മൊത്തം സൈനിക കാവൽ നിൽക്കാൻ മൊത്തം 50 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ നബിതങ്ങളുടെ നബിതങ്ങളെ കാവൽ നിൽക്കുക എന്നുള്ള ആ പ്രത്യേക ആ ഒരു പവിത്രത, ആ ഒരു മഹത്വം അദ്ദേഹം അങ്ങനെ വളരെ തന്ത്രപൂർവ്വമായി നബിസ്വലാമത്തിന് കൈവരിച്ചു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കിട്ടുന്ന പാഠം. അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഏകദേശം സുബിയ നിൽക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ മുനാഫിഖായ അബ്ദുല്ലാഹിബിൻ ഉബൈൻ സലൂൽ അദ്ദേഹവും 300 ആളുകളും കൂടി ഞങ്ങൾ യുദ്ധത്തിനില്ല, അപ്പോൾ യുദ്ധം ഉണ്ടാവും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു ശത്രുക്കളെ മുഖാമുഖം കാണുന്ന യുദ്ധത്തിന്റെ താഴ്വര ലക്ഷ്യങ്ങൾ എത്തിയിട്ടുണ്ട്, ശത്രുക്കളെ മുഖാമുഖം കാണുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം കണ്ടു നിൽക്കെ സുബിയായ സമയത്താണ് ഇദ്ദേഹം രാവിലെ തന്നെ പിന്തിരിഞ്ഞു പോകുന്നത്, ഞങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ അപ്പൊ അദ്ദേഹം പറഞ്ഞ ന്യായം എന്താണ്? അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, കാരണം ഞാൻ മുഹമ്മദിനോട് മദീന അഭിപ്രായപ്പെട്ടത്, ഞാൻ നിഷാർ അർത്ഥിപ്പ് അഭിപ്രായപ്പെട്ടത് മദീനയിൽ നിന്നുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാനാണ്, മദീന പുറത്തു പോകണ്ടാണ്. പക്ഷെ മുഹമ്മദ് ഈ ഏതൊക്കെ കുട്ടികളെ പറഞ്ഞ് കേൾക്കുന്നത്, നമ്മുടെ വാക്കിലൊന്നും മുഹമ്മദ് വില കൽപ്പിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മുഹമ്മദിനെ പോയി യുദ്ധം ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒരു 300 ആളുകളും പിന്തിരുന്നത്. സത്യത്തിൽ നേരത്തെ നാം പറഞ്ഞ ജൂതപ്പടയെയും അദ്ദേഹമാണ് ഇവിടെ ഒരുക്കിയത്. കാരണം ആ പടയും കൂടെ ഉണ്ടെങ്കിൽ വലിയ സൈന്യം പിന്തിരിയുമായിരുന്നു, അപ്പൊ അത് വലിയ ക്ഷീണം വരുത്തുമായിരുന്നു. അദ്ദേഹം കണ്ടൊരു തന്ത്രമായിരുന്നു എന്ത്, ഇപ്പൊ അദ്ദേഹത്തിന് 300 ആളുകൾ മാത്രമേ അദ്ദേഹത്തിന് റസൂലിന്റെ ആ സൈന്യത്തിൽ നിന്ന്, മുസ്ലിം സൈന്യത്തിൽ നിന്ന് അടർത്തിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നേരത്തെ റസൂൽ സല്ലല്ലാഹു വഴി വെച്ച് കണ്ട ആ ജൂതപ്പടയും കൂടെ ഇവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വഴിക്ക് വെച്ച് ആ പടയെയും പിന്തിരിക്കുമ്പോൾ വലിയ സംഘം അല്ലെങ്കിൽ പൗതിയോളം സംഘം പിന്തിരിഞ്ഞതായിട്ടാണ് കൂടെയുള്ള മുസ്ലിം സൈന്യത്തിനും അല്ലെങ്കിൽ ഇത് വീക്ഷിക്കുന്ന ശത്രു സൈന്യത്തിനും കാണാൻ കഴിയുക. ആ സത്യത്തിൽ ഈ അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സലൂൽ റസൂലിനെ വഞ്ചിക്കാൻ ചെയ്ത ഒരു തന്ത്രമായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ ന്യായമാണ് ശരിയെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് എങ്കിൽ, കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ പറയുന്നതിന് നബി കേൾക്കുന്നില്ല, ഞാൻ നബിയോട് മദീനയിൽ നിന്ന് പുറത്തു പോകേണ്ട, അവിടെ നിന്ന് തങ്ങാനാണ് പറഞ്ഞിരുന്നത്, പുറത്തു യുദ്ധം ചെയ്യേണ്ടതില്ല, അവർ ഇങ്ങോട്ട് വരുമ്പോൾ യുദ്ധം ചെയ്യാമല്ലോ എന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത് എന്നാണ് ആ ഒരു ന്യായമാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ആദ്യമേ റസൂലിന്റെ കൂടെ വരേണ്ടതില്ലല്ലോ, അദ്ദേഹത്തിന് ആദ്യമേ മദീനയിൽ ഇരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം റസൂലിന്റെ കൂടെ വന്നു, എന്തിന് ഈ വഞ്ചിക്കാനുള്ള ഒരു ദുരുദ്ദേശത്തോടെ മാത്രം. അങ്ങനെ നബിസ്വലാമയുടെ അടുത്ത് കൂടെ വരികയും നബിസ്വലാമ കൂടെ ശത്രുക്കളുടെ മുഖാമുഖം കാണുന്ന അവസരത്തിൽ അദ്ദേഹം പെട്ടെന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തത്. അപ്പൊ ഇതിലൂടെ ലക്ഷ്യം വെച്ച് അദ്ദേഹം 2 കാര്യങ്ങളാണ്. ഒന്ന്, കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം സൈന്യത്തിന്റെ മനോവീര്യത്തെ തകർക്കുക. കാരണം 3-1, കാരണം 1000 പേര് ഉണ്ടായിരുന്ന ഒരു സൈന്യത്തിൽ നിന്ന് അതിന് 3-1 ഭാഗം പിന്തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ അവര് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികം മറ്റുള്ളവർക്ക് മാനസിക പ്രയാസമുണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അത് കുറിച്ചിട്ട് പറയാൻ പറയുന്നുണ്ട്. മാത്രമല്ല ഈ സൈന്യം പിന്തിരിയുന്നത് അപ്പുറത്ത് നിന്ന് ശത്രുക്കൾ കാണുന്നു, അപ്പൊ അവർക്ക് കൂടുതൽ ആവേശം കൂടും. കാരണം ഒരു സൈന്യം യുദ്ധം ചെയ്യാതെ ഒരു ടീം പുറത്തു പോകുമ്പോൾ അവർക്ക് യുദ്ധത്തിനുള്ള ആവേശം കൂടുക ചെയ്യാം. അപ്പോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇങ്ങനെ റസൂലിനെ വഞ്ചിക്കാനുള്ളൊരു സന്ദർഭമായിരുന്നു അദ്ദേഹം ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പോയപ്പോ ഒരു 300 സൈന്യത്തെ ഇട്ട് അബ്ദുല്ലാഹിബ്നു ഉബൈ സലൂൽ പോയപ്പോ, മുനാഫിഖ് നേതാവ് പോയപ്പോ അതിൽപ്പെട്ട വേറെ 2 ഗോത്രത്തിൽ തന്നെ നമുക്കിങ്ങനെ പോയാൽ തരക്കില്ല, യുദ്ധത്തിൽ നമ്മൾ തോൽക്കോ റബ്ബേ, കാരണം ഇപ്പൊ 3-1 പോയി, ഇനി നമുക്ക് പരാജയം ഉണ്ടാവുമോ, യുദ്ധത്തിൽ നമ്മൾ തോൽക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബനു സലമ, ഔസ് ഗോത്രത്തിൽപ്പെട്ട ബനു സലമയും ബനു ഹാരിസ്, ഹസജ് ഗോത്രത്തിൽപ്പെട്ട ബനു ഹാരിസ്, ഇവര് ഈ 2 ഗോത്രവും ഇങ്ങനെ പോയാലോ എന്ന് അവർക്ക് ഇങ്ങനെ ഒരു പോകാൻ ഒരു തീരുമാനമെടുത്തു. വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നെല്ലാം ഓതുന്ന ഒരു സൂറത്താണ്, ഇത് വല്ലാഹു വലിയുഹുമാ വഅലല്ലാഹി ഫല്യതവക്കൽ മുഅ്മിനൂൻ. ഈ വിഷയത്തെ കുറിച്ചാണ്. ഈ 2 ഗോത്രം യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ തീരുമാനിച്ചതിന്റെ ആ ഒരു ചിത്രമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത് വല്ലാഹു വലിയുഹുമാ വഅലല്ലാഹി ഫല്യതവക്കൽ മുഅ്മിനൂൻ. ഈ 2 ഗോത്രം എന്ന് പറഞ്ഞാൽ ബനു സലമ ഗോത്രവും ഔസ് ഗോത്രത്തിന്റെ ഒരു ഭാഗമായ ബനു സലമ ഗോത്രവും ഹസ്രജിൽപ്പെട്ട ബനു ഹാരിസ ഗോത്രവും, ഇവർ 2 പേരും
യുദ്ധത്തിന് പിന്തിരിയാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനസ്സമാധാനം കൊടുക്കുകയും മനോധൈര്യം കൊടുക്കുകയും യുദ്ധത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള സ്ഥൈര്യവും ഈമാൻ വർദ്ധിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവർ വീണ്ടും റസൂലിന്റെ കൂടെ ഉറച്ചു നിന്ന് ഇതിന് യുദ്ധത്തിന് തയ്യാറാകുന്നത്. സത്യത്തിൽ ഈ ആക്ട് പിന്നീട് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ഈ ആക്ട് ഇറങ്ങിയപ്പോ പിന്നീട് ജൂതന്മാർ മുനാഫിക്കും അവരെ ഈ ആക്ട് വെച്ച് കളിയാക്കുമായിരുന്നു. ഈ നിങ്ങൾ അള്ള കളിയാക്കുന്നുണ്ടീല്ലേ, ഇതമ്മ തോയ്പത്ത എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അള്ള കോർന്നുണ്ടീല്ലേ എന്ന് അവരെ പലപ്പോഴും ഈ ആക്ട് വെച്ച് കളിയാക്കുമായിരുന്നു. പക്ഷെ അവർ പറയാ ഞങ്ങൾക്ക് ഈ ആക്ട് ഞങ്ങൾക്ക് അഭിമാനമാണ്. കാരണം എന്താ, അള്ളാഹു വലിയുഹുമ, ഞങ്ങളെ വലിയാണ് അള്ളാഹു ഈ ആക്ടിൽ പ്രഖ്യാപിക്കല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ആക്ട് അഭിമാനമാണ് എന്ന് അവർ പറഞ്ഞ് അതിന് തക്കതായി മറുപടി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അങ്ങനെ യുദ്ധത്തിന്റെ എല്ലാ മുന്നൊരുക്കം കഴിഞ്ഞു. നിശ്ചയതങ്ങൾ പറഞ്ഞു, നിശ്ചയതങ്ങൾ ഇപ്പോ ഏകദേശം ശനിയാഴ്ചയാണ് യുദ്ധം നടക്കുന്നത്. ശനിയാഴ്ച പകലായി റസൂൽ സല്ലല്ലാഹു അലൈഹി യുദ്ധത്തെ സൈനികരെല്ലാം വീക്ഷിച്ചു, അവർക്ക് മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ റസൂൽ പറഞ്ഞു, നിരുത്തങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്നത് വരെ നിങ്ങൾ ആരും യുദ്ധം ചെയ്യാൻ പാടില്ല. ഒരു ആദ്യ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന, ഒരു 50 പേര് അബ്ദുല്ലാ ബിൻ ജുബൈർ അള്ളാഹിന്റെ നേതൃത്വത്തിൽ 50 അമ്പെയ്ത്തുകാരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജബൽ റുമാത്ത്, നമ്മളെല്ലാം പോയിട്ട് കണ്ടിട്ടുണ്ടാവും ആ ജബൽ റുമാത്ത്. അവ നബി നിൽക്കുന്നത് നബി തങ്ങളുടെയും സൈന്യത്തിന്റെ പിൻഭാഗത്താണ് ഹുദ്മറയുള്ളത്, നേരെ മുൻഭാഗത്ത് മദീനയാണ്, അതിന്റെ ഇടയിലാണ് ശത്രുക്കളുള്ളത്. അപ്പൊ ഇടഭാഗത്തായിട്ടാണ് പിന്നെ ഒരു വടവുള്ള ശത്രുക്കൾ വരാൻ പറ്റുന്ന ഒരു വടവ് ഇടഭാഗത്താണുള്ളത്. ഈ ഇടഭാഗത്ത് ആണ് ഈ ഒരു ജബൽ റുമാത്ത് എന്ന് പറയുന്ന ആ പർവ്വതം ഉള്ളത്, ആ ഒരു ചെറിയ കുന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അവിടെ ഒരു 50 പേരടങ്ങുന്ന അമ്പെയ്ത്തുകാരെ ബഹുമാന സയ്യിദുന അബ്ദുല്ലാ ബിൻ ജുബൈർ അള്ളാഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ നിയമിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ ആയാലും ഞങ്ങൾ വിജയിക്കട്ടെ പരാജയപ്പെടട്ടെ, എത്രത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ട് പക്ഷികൾ ഞങ്ങളുടെ മാംസത്തെ കൊത്തിപ്പറിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത് എന്റെ പെർമിഷൻ കിട്ടാതെ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് കൊല്ലപ്പെടുക. ഈ രണ്ടാളൊന്നല്ല, നിങ്ങൾ ഇറങ്ങുന്നത് ശക്തമായ താക്കി ശക്തമായ നിർദ്ദേശം നൽകിയിട്ടാണ് വിശ്വാസങ്ങൾ അവരെ അവിടെ നിയമിക്കുന്നത്, 50 പേരെ നിയമിക്കുന്നത്. എന്നിട്ട് അതിൽ വിശേഷിക്കുന്ന വിശ്വാസങ്ങൾ ഒരു പ്രസംഗം പ്രസംഗിക്കുകയാണ്, ഒരു പ്രസംഗം ചെയ്യുകയാണ്. ആ പ്രസംഗം വളരെ ചിന്തനീയമായ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്, യുദ്ധത്തിന്റെ മഹത്വവും അതിന്റെ കാര്യങ്ങളും മറ്റും എല്ലാം പറഞ്ഞിട്ട് അതിൽ പറയുന്നത് ഒമൻ അഹ്സന മിൻകും ഒമൻ അഹ്സന മിൻ മുസ്ലിമിൻ ഔ കാഫിരിൻ വഖഅ അജ്റുഹു അലല്ലാഹ് ഫി ആജിലി ദുനിയാഹു ഔ ആജിലി ആഖിറതിഹി. വളരെ ചിന്തിക്കേണ്ട ഒരു പ്രഖ്യാപനമാണത്. അപ്പൊ നാം റസൂൽ സല്ലല്ലാഹു തങ്ങൾ കാഫിറുകളെ മുന്നിൽ കാണുകയാണ്, യുദ്ധം ചെയ്യാൻ പോകുന്ന ഖുറൈശികളെയും മക്ക മുശ്രിക്കീങ്ങളെയും ഖുറൈശി മുന്നിൽ കണ്ടുകൊണ്ട് അവർ യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് ഞങ്ങൾ പറയുന്നത് ഒമൻ അഹ്സന മിൻ മുസ്ലിമിൻ ഔ കാഫിരിൻ, ഒരു മുസ്ലിമിനോ അല്ലെങ്കിൽ ഒരു കാഫിറിനോ ആരെങ്കിലും നന്മ ചെയ്താൽ വഖഅ അജ്റുഹു അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഫി ആജിൽ ദുനിയാവ്, ഒന്നുകിൽ ദുനിയാവിൽ വെച്ച് ഔ ആജിൽ ആഖിറത്തിൽ വെച്ചിട്ട്. അപ്പൊ യുദ്ധമുഖത്ത് വെച്ച് നബി പ്രസംഗിക്കുന്ന പ്രസംഗം തന്നെ അതാണ്. അപ്പൊ ഈ ഒരു വാക്യം മാത്രം മതി നബി തങ്ങളുടെ സൈന്യം നീക്കങ്ങളുടെ ഉദ്ദേശശുദ്ധി. നബി തങ്ങൾ വാളെടുത്തിട്ടുണ്ടെങ്കിൽ, നബി തങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഉദ്ദേശശുദ്ധി എത്രമാത്രമായിരുന്നു എന്നുള്ള ഈ ഒറ്റ വാക്ക് മതി. കാരണം ഉഹദ് യുദ്ധത്തിന്റെ ആ ഒരു യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. ഒമൻ ഹസൻ മുസ്ലിമിൻ ഔ കാഫിരിൻ, ആരെങ്കിലും ഒരു മുസ്ലിമിനോ ഒരു കാഫിറിനോ ഒരു നന്മ ചെയ്താൽ, ഗുണം ചെയ്താൽ വഖഅ അജ്റുഹു അലല്ലാഹ് ഫി ആജിലി ദുനിയാഹു ആജിലി ആഖിറതിഹി. അപ്പോ ഇതാണ് ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ അതിന്റെ ഒരു ട്രാൻസ്പാരൻസി. അങ്ങനെ ഇപ്പൊ യുദ്ധം ഏകദേശം തുടങ്ങാറായി. വിശ്വാസങ്ങളെ എല്ലാവരും അണിനിരത്തി പ്രസംഗങ്ങൾ പ്രസംഗിപ്പിച്ചു, എല്ലാ സൈനികരെ ഓരോ ഭാഗത്ത് നിയമിച്ചു. അങ്ങനെ ആ സമയത്താണ് അബു സുഫിയാന്റെ ഒരു രണ്ട് രീതിയിൽ കുതിരശ്രമം അദ്ദേഹം നടത്തുന്നത്. ഒന്ന്, അദ്ദേഹം നേരെ അൻസാരികളുടെ അടുത്ത് കൊണ്ടുവന്നു. അൻസാരികൾ ഒരു ദൂതനയച്ചു പറഞ്ഞു, അൻസാരികളെ, നിങ്ങൾ മദീനക്കാരാണ്, നിങ്ങൾക്ക് ഞങ്ങളോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളുടെ കാര്യം ചെയ്യാം, ഞങ്ങൾ ആ ഇബ്നു അമ്മിന് മുഹമ്മദ് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ഓനെ ശരിപ്പെടുത്തിക്കോളാം, നിങ്ങൾക്ക് ഞങ്ങൾ യാതൊരു അപായം കൊടുത്തെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം എന്നൊരു ചെറിയ ശ്രമം നടത്തി വെക്കും. പക്ഷെ അൻസാരികൾ വളരെ ശക്തമായി മറുപടി കൊടുക്കുകയും നിനക്ക് വെച്ചിട്ട് നിനക്ക് കാണാൻ പോകുന്ന പൂരം ചോദിച്ചറിയാണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വഷളാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചെറിയൊരു ശ്രമം. രണ്ടാമത് വേറൊരു ശ്രമം, അബു ആമുൽ ഫാസിഖ് എന്നൊരു അബു ആമുൽ റാഹിബ് എന്ന അദ്ദേഹത്തിന്റെ പേര്, പക്ഷെ വിശ്വാസങ്ങൾ അദ്ദേഹത്തെ പേര് വെച്ചത് അബു ആമുൽ ഫാസിഖ് എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഔസ് ഗോത്രത്തിന്റെ തലവനായിരുന്നു. പക്ഷെ അദ്ദേഹം ശക്തമായി നബിസ്വലങ്ങളെ വെറുക്കുകയും നബിസ്വലങ്ങൾക്കെതിരെ ശത്രുക്കളെ ഇളക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം നേരെ മക്കത്ത് പോയി ഖുറൈശികളുടെ കൂടെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഔസ് ഗോത്രത്തിൽ അത്യാവശ്യം സ്വാധീനവും അത്യാവശ്യം പറഞ്ഞാൽ കേൾക്കുന്ന ആളൊക്കെയുള്ള വലിയൊരു സംഘത്തെ നേതാവാണ് ഞാൻ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നിങ്ങളെ കൂടെ വരാം. അങ്ങനെ യുദ്ധാമുഖത്ത് വെച്ചിട്ട് ഞാൻ ഔസുഗോത്രം മുഹമ്മദിന്റെ കൂടെ ഉണ്ടാവും, അവരെ ഞാൻ വിളിക്കും. അപ്പൊ അവരെല്ലാം എന്റെ കൂടെ ഇങ്ങോട്ട് വരും. അങ്ങനെ അവരെല്ലാം മുഹമ്മദ് എതിരാകും എന്നൊരു ട്രിക്കിലൂടെയാണ് ഈ അബു ആമുൽ ഫാസിഖ് എന്ന വ്യക്തി ഖുറൈശിയുടെ കൂടെ വന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, യാൽ ഔസ് 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 കൂട്ടരെ, ഔസ് ഗോത്രക്കാരെ, ഇതാ നിങ്ങൾ നേതാവ് ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ കൂടെ ഉണ്ട്, വരി. നിങ്ങൾ മുഹമ്മദിന്റെ കൂടെ നിൽക്കണ്ട, നിങ്ങൾക്ക് വേണ്ട ഞാൻ തരാം, നിങ്ങൾക്ക് അഭയം ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോ ഔസ് ഗോത്രത്തിലുള്ള ആളുകൾ അദ്ദേഹത്തെ ശക്തമായ രീതിയിൽ ആക്ഷേപിക്കുകയും നിനക്ക് എന്റെ വഴിക്ക് പോകാം, ഞങ്ങൾക്ക് അള്ളാഹു റസൂൽ മാത്രം മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ഒരു ശ്രമത്തെ അവര് നിഷ്പ്രഭമാക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഇവരെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഹിന്ദ്, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് എന്ന് പറഞ്ഞല്ലോ, ഈ ഹിന്ദും കുറച്ച് സ്ത്രീകളും അവരെല്ലാം നബിസ്വലാമത്തിനെ പാട്ടുപാടി അല്ലെങ്കിൽ ഇവരെ പാട്ടുപാടി യുദ്ധത്തിനു വേണ്ടി അവരെ കൂടുതൽ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. പട്ടി പിരിച്ച് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ പട്ടി പിരിച്ച് വാരിപ്പുണരും, അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് നിങ്ങൾ ആട്ടി ഓടിക്കുമെന്നെല്ലാം പദ്യത്തിലൂടെയും ഗദ്യത്തിലൂടെയും പറഞ്ഞ് ഇവരെ ആവേശ പൂരിതമാക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ്. അപ്പൊ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ശത്രുക്കളുടെ പതാവാകർ ബനു അബ്ദിദ്ദാർ ആയിരുന്നല്ലോ പതാവാകർ. അതിന്റെ ആദ്യത്തെ ആള് ത്വൽഹത്ത് ബിൻ അബി ത്വൽഹ എന്ന വ്യക്തിയാണ്. ഹാമിൽ വ ഖുറൈഷിന്റെ പതാവാകൻ. അദ്ദേഹം വളരെ ആചാരഭാവമാണ്. അദ്ദേഹം വന്നപ്പോ കുറച്ച് അദ്ദേഹം മുന്നിട്ടിറങ്ങി, ആരുടെ എന്നോട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആദ്യം ചാടി ഇറങ്ങിയത് പതാകം പിടിച്ചുകൊണ്ട്. അങ്ങനെ അദ്ദേഹം ആദ്യം ഇറങ്ങുകയും അദ്ദേഹത്തിനെതിരായിട്ട് സുബൈർ അബ്ദുല്ലാഹു ഉടനെ ചാടി അദ്ദേഹത്തെ എതിർക്കുകയും അങ്ങനെ കുറച്ച് മൽപ്പുറത്ത് നടത്തിയ ശേഷം സുബൈർ അദ്ദേഹത്തെ നിഷ്കരണം, അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ വകവരുത്തുകയും ചെയ്തു. അപ്പൊ ഇതിലൂടെ നാം കാണുന്ന ആദ്യത്തെ റസൂൽ തങ്ങൾ അന്ന് സ്വപ്നം കണ്ട ഒരു പ്രവചനമാണ്. ഇനി പ്രവചനത്തിന്റെ ഒരു ഘോഷയാത്ര നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ എന്ത് ചെയ്ത് ഈ റസൂൽ പറഞ്ഞത് ഒരു ആടിന്റെ പിന്നാലെ നടക്കുന്നു എന്ന് റസൂൽ സ്വപ്നം കണ്ടിരുന്നല്ലോ. ഈ സ്വപ്നത്തിന്റെ റസൂൽ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? അത് ശത്രുക്കളുടെ പതാകവാഹകരെ വകവരുത്തും, അവരെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയും എന്നാണ് റസൂൽ തങ്ങൾ ആദ്യം സ്വപ്നത്തെ വ്യാഖ്യാനിച്ചത്. ആദ്യം തന്നെ നടക്കുന്നത് അതാണ്. ശത്രു സൈന്യത്തിന്റെ പതാവാകനെ സുബൈർ അബ്ദുല്ലാഹു അത് വകവരുത്തി. അപ്പോഴാണ് റസൂൽ തങ്ങൾ പറഞ്ഞത്, ലിക്കുൽ നബീൻ ഹവാരിയുൻ ഹവാരിയി സുബൈർ. എല്ലാ നബിമാർക്കും ഒരു സ്പെഷ്യൽ എന്താ പറയുക പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ്? സുബൈർ അബ്ദുല്ലാഹു എന്ന ഒരു പട്ടം, എന്നൊരു പ്രത്യേക സ്ഥാനം സുബൈർ അള്ളാഹു പഠിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ത്വൽഹയ്ക്ക് ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഉസ്മാൻ എന്നൊരു വ്യക്തി പതാക എടുത്തു. പക്ഷെ അതിനെ ഉടനെ തന്നെ ഹംസ അള്ളാഹു അദ്ദേഹത്തെ വധിക്കുകയുണ്ടായത്. ശേഷം ഒരു അബൂ സഅദ് ബിൻ അബി ത്വൽഹ വീണ്ടും പതാക വാഹനം വന്നപ്പോ സഅദ് അബി വഖാസ് അള്ളാഹു അദ്ദേഹത്തെ അമ്പെയ്ത് വീഴ്ത്തി. ശേഷം മസാഫി അബി ത്വൽഹ, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവരുടെ ആ ബനു അബ്ദിദ്ദാറിലെ 10 പേര് കൊടി മാറി പിടിക്കുക. അവരെല്ലാം മുസ്ലിം സൈന്യം ഓരോന്നോരോന്ന് വകവരുത്തുകയും റസൂൽ തങ്ങളുടെ സ്വപ്നത്തിന്റെ ആ ഒരു വ്യാഖ്യാനം, അതിന്റെ ബഹിഷ്പൂർണ്ണം അവിടെ കൃത്യമായി എല്ലാവരും കാണുകയും ചെയ്തു. ആ ഒരു പ്രകടനം വളരെ വ്യക്തമായി കാണുകയും ചെയ്തു. അങ്ങനെ എന്തേത് അവരുടെ പതാക മുസ്ലിം ശത്രു സൈന്യത്തിന്റെ പതാക അങ്ങനെ ഇനി പിടിക്കാൻ ആളില്ലാത്ത രീതിയിൽ, അഥവാ ഒരു വീട്ടിൽ നിന്ന് തന്നെ ജ്യേഷ്ഠനും അഞ്ചനും മക്കളുമായിട്ട് 6 പേരും പിന്നെ ബാക്കിയുള്ള 4 പേര് അതേ ഗോത്രത്തിൽ തന്നെ എല്ലാവരും ആദ്യം തന്നെ വധിക്കപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ തന്നെ ശത്രുക്കളുടെ മനോജീവൻ തകരാൻ പോവുകയാണ്. അങ്ങനെ അതിൽപ്പെട്ട ഈ ഒരു യുദ്ധത്തിൽ ഒരു വ്യക്തി കൂടെ പ്രത്യേകമായി പരാമർശിക്കും, ഖസ്മാൻ. കാരണം ഈ ഖസ്മാൻ എന്ന വ്യക്തിയാണ് 3 പതാകവാഹകരെ മുസ്ലിം സൈന്യത്തിന് കൂടെ വന്ന വ്യക്തിയാണ് ഖസ്മാൻ. അദ്ദേഹം മുസ്ലിം സൈന്യത്തിൽ കൂടെ യുദ്ധം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹമാണ് ഈ 10 പതാകവാഹകർ വധിച്ചത്. ഈ ഖസ്മാൻ എന്ന ഈ നല്ല യുദ്ധതന്ത്രജ്ഞാനിയായ ഒരു വ്യക്തിയാണ് ഖസ്മാൻ. പക്ഷേ ഈ ഖസ്മാൻ മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം മുനാഫിഖായിരുന്നു. അദ്ദേഹം മുനാഫിഖായിട്ടാണ് റസൂലിന്റെ കൂടെ വന്നത്. പക്ഷെ അദ്ദേഹം മുനാഫിഖായിട്ടാണ് റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വന്നത്. പക്ഷെ അദ്ദേഹം വളരെയധികം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളെ അദ്ദേഹം വധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മുന്നേറ്റത്തിൽ അവരുടെ പതാകയ്ക്ക് ഇനി പതാകവാഹകരില്ലാതെ അവിടെ നിലത്ത് കെടുക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സൈന്യം സ്വീകരിച്ചൊരു ഷിയാറുണ്ട്, അവരുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യമാണ് അമിത്. അവ മുസ്ലിം സൈന്യം ഉപയോഗിച്ചിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു അമിത്. എന്താണ് അമിത്തിന്റെ അർത്ഥം? അമിത് എന്നതിന്റെ അർത്ഥം അതൊരു ദുആയാണെന്നാണ്. അതൊരു ദുആയാണ്. എന്താണ് ദുആ? അമിത്, പടച്ചോനെ നീ ഇവരെ ശരിപ്പെടുത്തണേ, നീ ഇവരെ ഇല്ലാതാക്കണേ. കാരണം ഞങ്ങൾ വാളുകൊണ്ട് വെട്ടുന്നുണ്ട്, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ട്, പക്ഷേ നീയാണ് അതിന്റെ മുസബ്ബിബുൽ അസ്ബാബ്. ഞങ്ങൾ വെറും കാരണക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ കീഴ്പ്പെടുത്തി തരണേ എന്നൊരു ദുആയാണ് അമിത് എന്ന ആ ഒരു
പദത്തിന് ഉദ്ദേശമെന്ന് ഇതിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു. കാരണം നമുക്കറിയാലോ, ഒമാ റമയത്ത് റമയത്ത് അല്ലാക്കിന്നല്ല ഹറമ. റസൂലിനോട് പറയുന്നത്, നബിയെ അങ്ങ് എറിഞ്ഞപ്പോ താങ്കളല്ല എറിഞ്ഞത്, അത് അള്ളയാണ് എറിഞ്ഞത്. മരിപ്പിക്കണേ എന്നാണോ വെച്ചാൽ അതതിന്റെ വാക്കർത്ത്, നേരാ വാക്കർത്ത് മരിപ്പിക്കണേ എന്നാണ്. പക്ഷെ അതിന്റെ ഒരു ദ്വായായിട്ടാണ് അതിന്റെ വ്യാഖ്യാതാക്കൾ, അതിന്റെ ചരിത്രകാരന്മാർ ഇതിന് പറയുന്നത്. അമിത്ത് മൗത്തുന്നു എന്നാണ്, അമിത്ത് മരിപ്പിക്കണേ അല്ലെങ്കിൽ കൊല്ലണേ എന്നൊക്കെ അതിന്റെ വാക്കർത്ഥം. പക്ഷെ ദ്വായായിട്ടാണ്. അവ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വെട്ടുന്നുണ്ട്, ഞങ്ങൾ അമ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ അമ്പ് അത് ഫലവത്താക്കണേ, അതുകൊണ്ട് ശത്രുക്കളെ നീക്കം തുരത്തണേ എന്നൊരു ദ്വായാണ് അമിത് എന്നുള്ള ദ്വായായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇതിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു വ്യക്തിയാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു. ഈ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ സൈന്യത്തെ ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയല്ലോ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മൻ യഖുദ് ഹാദ സൈഫ മിന്നി ബിഹഖിഹി, ഈ വാള് അതിന്റെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ആളാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വാർത്ത പറയാണ്, ഈ എന്റെ വാള് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആളാരാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാ സഹാബക്കും റസൂലെ ഞാൻ എടുക്കാം, ഞാൻ ഉപയോഗിക്കാം, എനിക്ക് തന്നോളൂ. മുന്നിൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, പിന്നെ സുബൈർ റളിയല്ലാഹു, പിന്നെ അലി റളിയല്ലാഹു, എല്ലാവരും റസൂലെ എനിക്ക് തരൂ, എനിക്ക് തരൂ, ആ വാള് എനിക്ക് തരൂ എന്ന് പറഞ്ഞ് ആ വാളിന് വേണ്ടി എല്ലാവരും മുന്നിട്ട് വന്നപ്പോ റസൂൽ പറഞ്ഞില്ല, ആർക്കും തരുന്നില്ല. അങ്ങനെ അബൂ ദുജാന റളിയല്ലാഹു അൻസാരിയായ വലിയ നല്ല സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, റസൂലെ ഞാൻ എടുത്തോളാം, എന്താണ് അതിന്റെ ഹക്ക്, എന്താണ് പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞവര്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ശത്രുക്കൾ വിട്ടന്നെ അതന്നെ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദുജാന റളിയല്ലാഹു തന്റെ വാൾ കൊടുക്കുകയും അങ്ങനെ യുദ്ധം ചെയ്യാനുള്ള ഒരു സമ്മതം, ഒരു ഇജാത്ത് കൊടുത്ത് അദ്ദേഹത്തെ വിടുകയും ചെയ്തു. അപ്പോ അബൂ ദുജാന റളിയല്ലാഹു ഒരു ചുവന്ന ഒരു നാടയുണ്ട്, അല്ലെങ്കിൽ ഒരു ഷാള് അദ്ദേഹത്തിന് സാധാരണ സ്വഭാവപ്പെട്ടാണ്. ഈ നാട അദ്ദേഹം തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടുകയെന്നാണ്. അത് അൻസാരികളോടുള്ള ഒരു വർത്തമാനമാണ്. കാരണം മുമ്പേ അദ്ദേഹത്തിന് ശീലാതായിരിക്കാം, ഇസ്ലാം വരുന്ന ജാഹിലിയ കാലത്ത് തന്നെ അബൂ ദുജാന ഒരു ധൈര്യശാലിയും അങ്ങനെ പോറ്റിയുമായിരിക്കാം. പെട്ടെന്ന് ഈ തലകെട്ട് കെട്ടിയ പോറ്റിയായിട്ട് ഉണ്ടാവാം. അപ്പൊ അദ്ദേഹം ഈ ചുവന്ന തലകെട്ട് കെട്ടിക്കഴിഞ്ഞാൽ, ചുവന്ന ഒരു ഷാൾ അദ്ദേഹം മുറിച്ചുകഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് സഹാബാക്കൾക്ക് അൻസാരികൾക്ക് അറിയുന്ന സത്യമാണ്. അപ്പൊ ഈ വാള് കിട്ടി ഉടനെ തന്നെ അദ്ദേഹം തന്റെ അരയിൽ നിന്ന് ആ ചുവന്ന ഒരു നാട അല്ലെങ്കിൽ ചുവന്ന ഷാള് എടുക്കുകയും ഉടനെ തന്നെ തന്റെ തലയിൽ വരിഞ്ഞു മുറിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ സഹാബത്ത് പറഞ്ഞു, ഇനി അബൂ ദുജാന പിടിച്ചാൽ കിട്ടൂല, ഇനി അബൂ ദുജാന രണ്ടാളൊന്ന് തീരുമാനിച്ചിട്ട് ഇനി മടങ്ങി വരുള്ളൂ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഈ അവസരത്തിൽ സുബൈർ റളിയല്ലാഹു അൻഹു നബിയോട് വാള് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചിരുന്നു, നബി ആ വാള് എനിക്ക് തരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആർക്കും കൊടുക്കാതെ അബൂ ദുജാനക്കാണ് കൊടുത്തത്. അപ്പൊ സുബൈർ റളിയല്ലാഹു അൻഹു വീക്ഷിക്കുകയാണ്, ഈ അബൂ ദുജാനക്ക് എന്താ പ്രത്യേകത, എനിക്കൊന്ന് കാണണല്ലോ, എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബൂ ദുജാന കണ്ട പ്രത്യേകത. അപ്പൊ അദ്ദേഹം അബൂ ദുജാനന്റെ ഓരോ നീക്കങ്ങളും അദ്ദേഹം വീക്ഷിക്കുകയാണ്. യുദ്ധം തുടങ്ങിയപ്പോ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ശരം കണക്കെ ശത്രുക്കളെ കീറി മുറിച്ച് മുന്നോട്ട് പോയി കാണുന്നതെല്ലാം വെട്ടി ശരിപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശത്രു സൈന്യത്തിൽ ഒരു പിളർപ്പുണ്ടാക്കാൻ സാധിച്ചു അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്. അപ്പൊ ഇതെല്ലാം സുബൈർ റളിയല്ലാഹു അൻഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുബൈർ മനസ്സിലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദുജാന കണ്ടത് വെറുതൊന്നല്ല, ഒക്കെ കൃത്യമായിട്ട് മനസ്സറിഞ്ഞിട്ട് തന്നെയാണ് അബൂ ദുജാനെ ഏൽപ്പിച്ചത്. അങ്ങനെ അപ്പോഴാണ് ശത്രുക്കൾപ്പെട്ട ഒരു മല്ലൻ, ഒരു ശക്തമായ മല്ലൻ, അദ്ദേഹം മുസ്ലിങ്ങളെല്ലാം കണ്ട മുസ്ലിങ്ങളെല്ലാം വെട്ടി കൊലപ്പെടുത്തി മുന്നോട്ട് നീങ്ങുന്ന ഒരു മല്ലൻ ഇങ്ങ് വരുന്നത്. അപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, മനസ്സിലേക്ക് വിചാരിച്ചു, അബൂ ദുജാന അബൂ ദുജാന ഈ വ്യക്തി കണ്ടെങ്കിൽ എന്നാ ഇപ്പൊ എന്നെ കഥ കഴിക്കായിരുന്നു എന്നിങ്ങനെ സുബൈർ റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കാണ്. ആ സമയത്തിന് ഉടനെ തന്നെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മുഖാമുഖം കാണുകയും അങ്ങനെ തമ്മിൽ നല്ലൊരു മലപ്പുറത്ത് നടക്കുകയും അങ്ങനെ അതിന്റെ അവസാനം ആ ഒരു മല്ലൻ അവിടെ മലർന്നെറിഞ്ഞ് വീഴുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു വീണ്ടും മുന്നോട്ട് നീങ്ങി ശത്രു സൈന്യത്തിന്റെ അങ്ങേ അറ്റത്തെത്തി. അപ്പൊ അങ്ങേ അറ്റത്ത് ഈ സ്ത്രീകളുണ്ട് അവിടെ. സ്ത്രീകൾ ആൺവേഷം ധരിച്ചിട്ട് ആണ് യുദ്ധം ചെയ്യാൻ. അപ്പോ അതിൽപ്പെട്ട ഒരു സ്ത്രീ ഹിന്ദായിരുന്നു. പക്ഷെ ഈ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അറിയില്ല ഹിന്ദാന്ന്. അദ്ദേഹം ഇത് ആണാണെന്നെത്തി വെട്ടാൻ വേണ്ടി വാളോട് ഒഴിഞ്ഞപ്പോ അതാണ് കൂക്കുവിളിച്ചു ആണ് ഒച്ചപ്പാടുണ്ടാക്കി. അപ്പൊ ഒച്ചപ്പാടുണ്ടാക്കോ ഇത് പെണ്ണാണില്ലേ എന്ന് പെണ്ണാന്ന് പറഞ്ഞപ്പോ തന്നെ അദ്ദേഹം വെട്ടിയില്ല. കാരണം അദ്ദേഹം പറയുന്നുണ്ടാണ്, ഇത് എന്റെ വാളായിരുന്നെങ്കിൽ ഞാൻ വെട്ടിയിരുന്നു, പക്ഷെ ഇത് റസൂലുള്ളാഹിന്റെ വാളാണ്, എന്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ വാളുകൊണ്ട് ഒരു പെണ്ണിനെ വെട്ടി എന്നുള്ളൊരു അത് റസൂലുള്ളാഹിന്റെ വാള് നിന്ദിക്കാണ്. റസൂലുള്ളാഹിന്റെ വാളിന്റെ പെണ്ണ് വെട്ടാൻ കഴിച്ചത് അതൊക്കെ ആണുങ്ങളെ വെട്ടാനുള്ളതാണ്, പെണ്ണുങ്ങളെ വെട്ടാനുള്ളതല്ല റസൂലിന്റെ വാള്. അതുകൊണ്ട് തന്നെ ഞാൻ വെട്ടിയില്ല. കാരണം അത് അദ്ദേഹം വെട്ടാക്കുമ്പോൾ അത് പെണ്ണിന് ശബ്ദം കേട്ടപ്പോ അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു, കീഴ്പ്പെട്ട ശത്രുവിനെ അദ്ദേഹം വെട്ടാതെ റസൂലുള്ളാഹിക്ക് നബിതങ്ങൾ ഏൽപ്പിച്ച ആ വാളിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് അതിനോടുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹം തിരിച്ചു പോരുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ശത്രുക്കൾ ഒരുപാട് ഭീതി പരത്തുകയുണ്ടായി. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത്.
ശരിക്ക് ഹംസ റളിയല്ലാഹു വധിക്കപ്പെടുന്ന യുദ്ധത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ഹംസ വധിക്കപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് ചരിത്രം നമുക്കറിയാം. വഹ്ശി റളിയല്ലാഹു അദ്ദേഹം പിന്നെ മുസ്ലിമായി. വഹ്ശിയാണ് ഹംസ റളിയല്ലാഹു വധിക്കുന്നത്. അഥവാ ജുബൈർ ബിൻ മുത്തീം എന്ന ഒരു വ്യക്തിയുടെ അടിമയായിരുന്നു വഹ്ശി. ഈ വഹ്ശി അദ്ദേഹത്തിന് യുദ്ധത്തിനെ പറ്റി യാതൊരു ഒരു ധാരണയില്ല. യുദ്ധം ജയിച്ചാലും വേണ്ടില്ല, തോറ്റാലും വേണ്ടില്ല, അദ്ദേഹത്തിന് ഇസ്ലാം എന്നോ ശത്രു ഒന്നോ അല്ലെങ്കിൽ ബിംബാരോ അദ്ദേഹത്തിന്റെ ഒറ്റ ഇതേ ഉള്ളൂ. എന്ത് അദ്ദേഹത്തിന് ഈ ജുബൈർ മുത്തീം കൊടുത്തൊരു ഓഫറുണ്ട്. 3 വിധം ഓഫറാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഓഫർ? ഈ ഖതൽത മുഹമ്മദൻ നജഅലുക അഗ്നന്നാസ്. നീ ഈ യുദ്ധത്തിൽ മുഹമ്മദിനെ കൊല്ലുകയാണെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നനാക്കി ഞങ്ങൾ മാറ്റാന്ന് പറഞ്ഞു. അപ്പോ വാശി പറഞ്ഞു അത് പറ്റൂല. കാരണം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ട്. അതുകൊണ്ട് മുഹമ്മദിനെ എനിക്ക് വധിക്കാൻ കഴിയില്ല. മുഹമ്മദ് അല്ലാതെ വേറെ ആരെയും പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു ഈ ഖതൽത അലിയൻ, നീ അലിയാരെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ എനിക്ക് 100 ഒട്ടത്തെ തരാറുണ്ട്. അപ്പൊ ഈ വഹ്ശി പറഞ്ഞു അലിയഖാനെ കൊല്ലാൻ കഴിയില്ല. കാരണം അലിയഖാൻ വളരെ ശക്തനാണ്, വളരെ ധീരനാണ്. പക്ഷെ അദ്ദേഹം മെലിഞ്ഞ ഒരു കുറിഞ്ഞ ശരീരപ്രകൃതമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഈ ചാട്ടുളി ഉന്നം തെറ്റിക്കഴിഞ്ഞാൽ, അഥവാ കാരണം ശരീരം ചെറുതാ പിന്നെ ഉന്നം തെറ്റുമല്ലോ, ശരീരം കൊള്ളാൻ ശരീരം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉന്നം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ കഥ പിന്നെ പറയേണ്ടതില്ല, പിന്നെ അദ്ദേഹം എന്നെ കഥ കഴിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമില്ല മൂപ്പർ നേടാൻ അറിഞ്ഞു. അപ്പൊ പറഞ്ഞു ഈ ഖതൽത ഹംസ ഫഅൻത ഹുർറുൻ, നീ ഹംസനെ കൊന്നാൽ നീ നിന്നെ സ്വതന്ത്രനാക്കാം. അപ്പൊ ഹിന്ദു പറഞ്ഞു ഹംസനെ കൊന്ന് വേറെ ആരും കൊല്ലാണ്ട് നീ ഹംസനെ മാത്രം കൊന്നാൽ മതി എന്ന് ഹിന്ദു പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഹംസനെ കാരണം ഹംസ അത്യാവശ്യം തടിയും വെറുപ്പൊക്കെ ഉള്ള അത്യാവശ്യം ശരീരാകാരമുള്ള വ്യക്തിയാണ്. അപ്പൊ എവിടെ വെച്ചാൽ കൊള്ളാൻ കൂടുതൽ സാധ്യതയുള്ള ശാരീരിക പ്രകൃതിയുള്ള വ്യക്തിയാണ് ഹംസ അള്ളാഹു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഹംസ ആണെങ്കിൽ ഓക്കെ ഞാൻ ഏറ്റു. അങ്ങനെയാണ് അദ്ദേഹം ഹംസ അള്ളാഹിനെ വധിക്കാൻ വേണ്ടി അദ്ദേഹം പ്ലാൻ ഇടുന്നതും അങ്ങനെ യുദ്ധത്തിൽ അദ്ദേഹം വരുന്നതും. അങ്ങനെ അദ്ദേഹം പാത്തും പറിഞ്ഞും ഇരുന്ന് ഹംസ അള്ളാഹിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഫോക്കസ് ചെയ്ത് അങ്ങനെ സത്യത്തിൽ ഈ യുദ്ധത്തിന്റെ ഗതിവിഗതികൾ മുസ്ലിം സൈന്യത്തിന്റെ അധീനരായിട്ടുണ്ട്. മുസ്ലിം സൈന്യമാണ് യുദ്ധത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുസൈന്യം ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഹംസ റളിയല്ലാഹു ശത്രുക്കളെ വെട്ടി മുന്നേറി നിൽക്കുമ്പോഴാണ് വഹ്ശിന്റെ കല്ലുപെടുന്നത്. അങ്ങനെ ഉടനെ തന്നെ വഹ്ശി ആ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയും തന്റെ ചാട്ടുളി കൊണ്ട് എറിയുകയും അങ്ങനെ ആ ചാട്ടുളി അദ്ദേഹം ഹംസ റളിയല്ലാഹുവിന്റെ അടിവാറ്റിൽ കൊണ്ട് അങ്ങനെ കാലിന്റെ അടിയിലൂടെ വന്ന് ഉടനെ തന്നെ അദ്ദേഹം അവിടെ ഷഹീദാകുകയും ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഉടനെ തന്നെ വഹ്ശി അത് പോയും ചെയ്തു. പിന്നെ വഹ്ശിക്ക് വേറെ കാര്യമൊന്നുമില്ല. വഹ്ശി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഹംസ ആ ഏറ് കൊണ്ടപ്പോ ഉടനെ ഒന്ന് മുന്നോട്ടാണെങ്കിലും പക്ഷെ ആ ഏറിന്റെ ശക്തിയാൽ അദ്ദേഹം ഉടനെ അവിടെ വീഴുകയുണ്ടായത്. അങ്ങനെ പിന്നീട് യുദ്ധം കഴിഞ്ഞ ശേഷം വഹ്ശി തന്റെ ആ ചാട്ടുളി എടുക്കുകയും അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഹംസ തന്റെ വധം അങ്ങനെ നടക്കുന്നു. അപ്പൊ അതുവരെ മുസ്ലിം സൈന്യത്തിനാണ് ആധിപത്യം ഉണ്ടായിരുന്നത്. ഈ ഒരു ആധിപത്യം ഉണ്ടാക്കുന്നതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 50 ആളുകളുണ്ട്, അവർക്ക് വലിയ പങ്കുണ്ട്. കാരണം പലപ്പോഴും ഖാലിദ് റളിയല്ലാഹു അൻഹു, അന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു അല്ല, അന്ന് ഖാലിദ് വലീദ് പലപ്പോഴും തന്റെ കുതിരയെ ഇങ്ങോട്ട് ഇടഭാഗത്ത് കൂടെ മുസ്ലിം സൈന്യത്തെ വളയാൻ വേണ്ടി പലപ്പോഴും വന്നപ്പോൾ ഈ 50 പേരാണ് അവരെ തീർത്തി ഓടിച്ചത്. അപ്പൊ അവർക്ക് അന്ന് ഈ വിജയത്തിൽ അവർക്ക് വലിയ വ്യക്തമായ പങ്കുണ്ട്. പക്ഷെ പരാജയത്തിൽ അവർക്ക് പങ്കുള്ളത് മറ്റൊരു വേറെ വിഷയം. അപ്പൊ ഇത്രയും ഈ ഒരു യുദ്ധത്തിന്റെ ആദ്യ പകുതിയിലുള്ള വിജയം നിലനിർത്താൻ ഈ ഒരു 50 അങ്ങനെ സംഘം, ആ 50 വളരെയധികം അവരുടെ പങ്ക് വളരെ നിശ്ചലമാണ്. അങ്ങനെ യുദ്ധം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, മുസഅബ് റളിയല്ലാഹു അൻഹു, തൽഹത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ്, സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ ഉബാദ, അനസ് ബിൻ നദർ, അങ്ങനെ എല്ലാ സഹാബത്തും മുന്നേറി തന്നെ റസൂലിനെ സഹായിക്കാനും യുദ്ധത്തിന് മുന്നോട്ട് വളരെ ആവേശപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ ഹംദ റളിയല്ലാഹു കൊല്ലപ്പെടുന്നത്. ഹംദ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അബു ആമിർ ഫാസിഖ്, അവ ഔസിന്റെ തലവനായിട്ട് അവിടെ ചമഞ്ഞുകൊണ്ട് ഖുറൈശ് വന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, അബു ആമിർ. അദ്ദേഹത്തിന്റെ മകനാണ് ഹംദ റളിയല്ലാഹു അൻഹു. പക്ഷെ വാപ്പ മുനാഫിക്കാണെങ്കിലും പക്ഷെ മകൻ നല്ലൊരു സഹാബിയായിരുന്നു. അദ്ദേഹം വധിക്കപ്പെടുകയും അങ്ങനെ അദ്ദേഹം വധിക്കപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹംസ റളിയല്ലാഹു മലക്കൾ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു. അത് നിങ്ങൾ കാരണം അന്വേഷിച്ചു നോക്കുന്നു പറഞ്ഞപ്പോ അപ്പൊ അവിടുത്തെ ഹംസ റളിയല്ലാഹുവിനെ വധിക്കപ്പെട്ട സ്ഥലത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം നനഞ്ഞിട്ട്, മുടിയെല്ലാം നനഞ്ഞിട്ടുണ്ട്, വെള്ളം ഉറ്റുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു സ്ഥാനം അദ്ദേഹം ഉണ്ടാക്കാൻ കാരണം പറഞ്ഞു. കുടുംബം പറഞ്ഞു ഹംസ റളിയല്ലാഹു 2 ദിവസം കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, മൗലിദ് ആഘോഷിക്കാൻ നേരം കൂടി കിട്ടിയിട്ടില്ല. അപ്പോഴാണ് യുദ്ധങ്ങൾ എന്താ ഉണ്ടാകുന്നത്. പിന്നെ മൗലിദ് എല്ലാം തിരിച്ച് അദ്ദേഹം യുദ്ധത്തിലേക്ക്, ഷഹാദത്തിലേക്ക് അദ്ദേഹം എടുത്തു ചാടുകയും അങ്ങനെ യുദ്ധമുഖത്തേക്ക് എടുത്തു ചാടുകയും അങ്ങനെ അദ്ദേഹം കുളിക്കാൻ പോകുന്ന അവസരം കിട്ടാതെ പെട്ടെന്ന് തന്നെ അദ്ദേഹം യുദ്ധത്തിലേക്ക് എടുത്തു ചാടി അങ്ങനെ അദ്ദേഹം ഷഹീദാകുകയും ചെയ്തു. ആ ഒരു കുളിയാണ് പിന്നെ മലക്കുകൾ അദ്ദേഹത്തെ കുളിപ്പിച്ചത്. ഈ ഒരു കുളിപ്പിച്ച സംഭവത്തെ കുറിച്ച് നമ്മൾ ഫുഖഹാക്കൾ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ഇങ്ങനെ കുളിപ്പിക്കേണ്ടതുണ്ടോ? പൊതുവെ ഒരു ഷഹീദിനെ കുളിപ്പിക്കുകയോ ഷഹീദിനെ പേര് ബഹിഷ്കരിക്കുകയോ ചെയ്യുകയില്ല.
അവർ ആ വസ്ത്രത്തിൽ, ആ രക്തപങ്കിലമായ വസ്ത്രത്തിൽ അങ്ങനെ അവരെ മുറിയോട് കൂടെ അങ്ങനെ മറമാടുകയാണ് ചെയ്യാറ്. പക്ഷെ ഈ ഹന്തള എന്നുള്ള മലക്കുകൾ കുളിപ്പിച്ചപ്പോ അതിനെ കുളിപ്പിക്കുക വേണ്ട എന്നുള്ളത് ഫുഖാഹയുടെ ചർച്ചയായി. അങ്ങനെ ഷാഫി മതത്തിന്റെ പ്രകാരം കുളിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. കാരണം മലക്കൾ കുളിപ്പിച്ചാൽ മലക്കൾ മുഖലസീങ്ങളല്ല, അവർ കുളിപ്പിച്ചാൽ അതിട്ട് മതിയാവില്ല എന്നാണ് ഷാഫി മതത്തിന് മറുപടി പറയുന്നത്. എന്നാൽ ഹനഫി മതത്തിൽ പറയുന്നത് കുളിപ്പിക്കണം എന്നുള്ള തെളിവാണ്. ജനാപത്തുകാരനാണെങ്കിൽ കുളിപ്പിക്കണം, ജനാപത്തില്ലെങ്കിൽ കുളിപ്പിക്കേണ്ടതില്ല. ആരെങ്കിലും ജനാപത്തുകാരനായ ഷഹീദാണെങ്കിൽ അവരെ കുളിപ്പിക്കുന്ന തെളിവാണ് മലക്കുകൾ കുളിപ്പിച്ചു എന്നതാണ് അവർ പറഞ്ഞ ന്യായം. അതുപോട്ടെ. അപ്പൊ അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നത്, അങ്ങനെ ശത്രുക്കൾ അവർക്ക് ഈ പ്രതികാരദാഹത്തെ മറന്ന് അവർക്ക് ജീവനം കൊണ്ട് ഓടി അവർ പിന്നോട് കുറെ ഓടി, സ്ത്രീകൾ എല്ലാവരും ഓടിയപ്പോ യുദ്ധത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോ മുസ്ലിം സൈന്യത്തിനായി. ഇപ്പൊ മുസ്ലിം സൈന്യം കൃത്രിമ ആധിപത്യം സൃഷ്ടിച്ചു, അവർ യുദ്ധത്തിൽ വിജയിച്ചു. അങ്ങനെ ഘട്ടം എത്തിയപ്പോ സഹാബാക്കളെല്ലാം കൊനിയമ സ്വത്ത് വാരിയെടുക്കുന്ന, ഒരുമിച്ച് കൂട്ടുന്ന ഒരു അവസരത്തിൽ എല്ലാവരും കൂടെ അതിന് ശുഗലായപ്പോ ഈ 50 ആളുകൾ നമ്മുടെ യുദ്ധത്തെ ഈ ജബൽ റുമാത്തിൽ നിശ്ചയിക്കപ്പെട്ട 50 ആളുകൾ അവിടുന്ന് കാണുകയാണ്. ഇപ്പൊ യുദ്ധം ജയിച്ചല്ലോ, നബിത്തങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ നീങ്ങണ്ട പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി യുദ്ധമില്ല, കാരണം ശത്രു പിന്തിരിഞ്ഞ് ഓടി. അപ്പൊ അവരെ സ്വാമി ഇജ്തിഹാദ് നടത്തുകയാണ്. അപ്പൊ ഇനിയിപ്പോ ഇനി യുദ്ധം സാധ്യമില്ല, ശത്രു പിന്തിരിഞ്ഞോടി. കാരണം അവർക്ക് ബദറിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. കാരണം ബദറിൽ ശത്രു പിന്തിരിഞ്ഞോടിയിട്ട് പിന്നെ അവരെ വാളും തുമ്പുണ്ടായിട്ടില്ല. ആ ഒരു അനുഭവം വെച്ചിട്ട് ഇവർ ഇനിയിപ്പോ യുദ്ധം കഴിഞ്ഞു, നമുക്ക് നമ്മുടെ ആദ്യത്തെ ചെലുത്തി ശത്രുക്കൾ പോയി എന്നൊരു ധൈര്യത്തോടെ എന്ത് ചെയ്ത് അവരിൽ പലരും ഇതിൽ നിന്ന് ഈ മലയിൽ നിന്ന് ഇറങ്ങുകയും യുദ്ധം മുതലും ഗനീമത്ത് സ്വത്ത് നേടാൻ വേണ്ടി അവർ ശേഖരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അവരുടെ നേതാവ് അബ്ദുല്ലാഹ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ പോവല്ലേ, കാരണം റസൂൽ നമ്മോട് പറഞ്ഞത് എന്താണ്, നമ്മോട് ഉറച്ചു നിൽക്കാൻ പറഞ്ഞു, എന്ത് തന്നെ ആയാലും ഇവിടുന്ന് പോകരുത് എന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പോകാൻ പാടില്ല, നമ്മൾ റസൂലിന്റെ അനുമതി കിട്ടുന്നവരെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞെങ്കിലും 10 ആൾ വെച്ച് 40 ആളുകളും അവിടുന്ന് കീഞ്ഞിറങ്ങുകയും യുദ്ധം മുതൽ വാരിക്കൂട്ടുന്ന തിരക്കിലാകുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു രംഗം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കാണുന്നത്. അപ്പൊ അദ്ദേഹം ഈ ഒരു രംഗം അദ്ദേഹം വളരെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹം തന്റെ കൂടെ ഉണ്ടായിരുന്ന കുതിരപ്പടയെയും മറ്റ് കുറേശികളെല്ലാം നേരെ ഇടഭാഗത്ത് കൂടെ നേരെ വളച്ചുകൊണ്ട് മുസ്ലിം സൈന്യത്തെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയുണ്ടായത്. ഇപ്പോൾ എന്താ സംഭവിച്ചാല് മുന്നിലും ശത്രു സൈന്യം, പിന്നിലും ശത്രു സൈന്യം. മുസ്ലിങ്ങൾ ഇതിന് ഒരു എന്താ പറയാ ഇതിന്റെ അടിയിൽപ്പെട്ടു. ശാന്തിച്ചു എന്ന പോലെ തന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, ഈ ശത്രു സൈന്യത്തിന്റെ 2 അടിയിൽപ്പെട്ടു ആകെ കുടുങ്ങി പരിങ്ങലായി പോയി. അപ്പൊ എന്താണ് പെട്ടെന്ന് കാരണം ഓർക്കാപ്പുറത്തിൽ അടിയാണ്. ഓർക്കാപ്പുറത്ത് എന്താണ് സംഭവിച്ചത്, എന്താണ്, ആരാണ് വെട്ടുന്നത്, ആരാണ് കുത്തുന്നത്, ഒന്നും അറിയാൻ പറ്റാതെ മുസ്ലിങ്ങളുടെ ആ ഒരു മനോധൈര്യം, അവരുടെ മനസ്സ്, അവരുടെ ആ മനോധൈര്യം തകർന്നു. അവരാകെ അന്താളിച്ചു, പലരും ചിതറി ഓടി ഓടി മദീന വരെ എത്തിയവരുണ്ടെന്നാണ് പറയുന്നത്, ചരിത്രം പറയുന്നത്. അങ്ങനെ അപ്പൊ അവർക്ക് പെട്ടെന്നുള്ള ആ ഒരു വെപ്രാളത്തില് നബിതങ്ങളുടെ ആ ഓർമ്മയെല്ലാം പെട്ടെന്ന് പിന്തിരിഞ്ഞോടി, പലരും പിരിഞ്ഞോടി. എന്നാൽ നബിതങ്ങളുടെ കൂടെ കുറച്ച് ആളുകൾ വളരെ ഉറച്ചു നിന്ന സഹാബകൾ, അബൂബക്കർ, ഉമർ അള്ളാഹു, ഫഹദ് ഉബൈദുല്ലാഹ് റളിയല്ലാഹു, ഇങ്ങനെ സുബൈർ റളിയല്ലാഹു, അലി അള്ളാഹു, ഇവരെല്ലാം വിശ്വാസങ്ങളടുത്ത് അങ്ങനെ ശക്തമായിട്ട് പിടിച്ചു നിൽക്കുകയും ബാക്കിയുള്ള സഹാബാത്തുകൾ ജീവനം കൊണ്ട് ഓടുകയാണ് ചെയ്തത്. ഈ പെട്ടെന്നുള്ള പെട്ടെന്നുണ്ടാവുമ്പോ ആക്രമണത്തിൽ അവര് മനോവീര്യം തകരുകയും അവർ പെട്ടെന്ന് ഓടുകയും ചെയ്തു. അങ്ങനെ പരസ്പരം അറിയാതായിപ്പോയി. കാരണം മാത്രമല്ല പരസ്പരം മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ കൊലയും വെട്ടും കുത്തും നടന്നു. എത്രത്തിൽ വെച്ചാല് നമ്മുടെ പ്രശസ്തരായ ഒരു സഹാബിയാണ് അബൂ ഹുദൈഫ ബിൻ യമാൻ. അപ്പൊ അബൂ ഹുദൈഫ പിതാവ് ബിൻ യമാൻ, ഇബ്നു യമാൻ റളിയല്ലാഹു, അദ്ദേഹം യുദ്ധത്തിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് വിഷയം അറിഞ്ഞില്ല. ഇങ്ങനെ അദ്ദേഹം പ്രായം കൊണ്ട് യുദ്ധത്തിൽ വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം കരുതിയിരുന്നു. പക്ഷെ യുദ്ധത്തിന്റെ ആകാശങ്ങൾ അദ്ദേഹം വെള്ളിയാഴ്ച യുദ്ധത്തിന് വേണ്ടി തിരിച്ചു വരികയാണ്. കാരണം അദ്ദേഹം റസൂൽ ആദ്യം പറഞ്ഞു, നിങ്ങൾ പ്രായമുള്ള ആളെന്ന് യുദ്ധത്തിൽ വരണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ശനിയാഴ്ച ആയപ്പോൾ ആകാശങ്ങൾ അദ്ദേഹം യുദ്ധത്തിലേക്ക് വരികയാണ്. ഉദ്യോഗം വന്ന് കാണുന്നത് ഈ ചിതറി ഓടുന്ന അവസ്ഥയിലാണ്. അപ്പോ അദ്ദേഹത്തെ മുസ്ലിങ്ങൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചു, ഇത് അറിയാതെ, ഇത് ആരാണ് എന്താണെന്ന് അറിയാതെ. കാരണം അവർ പറഞ്ഞു അമിത് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം മറന്ന് അവര് യമാൻ റളിയല്ലാഹു അൻഹു, അബൂ ഹുദൈഫ റളിയല്ലാഹു പിതാവിനെ യമാനെ മുസ്ലിങ്ങളെ വധിക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അബൂ ഹുദൈഫ റളിയല്ലാഹു റസൂൽ സല്ലല്ലാഹു പറഞ്ഞു, ഇങ്ങനെ വധിക്കപ്പെട്ടതിന്റെ പേരിൽ, കാരണം മുസ്ലിം സൈന്യത്തെ വധിക്കപ്പെട്ട മുസ്ലിമാണല്ലോ, സഹാബിയാണല്ലോ യമാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് ഞാൻ ദിയ അനുവദിച്ചു തരാം. കാരണം ഒരു മുസ്ലിം കൊന്നാളുള്ള ഒരു പ്രായശ്ചിത്ത ദിയ. പക്ഷെ ആ ദിയ അബൂ ഹുദൈഫ സ്വീകരിക്കാതിരിക്കുകയും അത് മുസ്ലിം സമുദായത്തിന് സദഖ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഉദാത്തത്തിന് മാതൃക അബൂ ഹുദൈഫ അവിടെ കാണിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ ഒരു അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയായി പോയി. ഈ അവസരത്തിലാണ് ഒരാൾ പറഞ്ഞത്, ഇന്ന മുഹമ്മദ് ഖദ് ഖുതിൽ, മുഹമ്മദ് ഞാൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. മുഹമ്മദ് കൊല്ലപ്പെട്ടു. ഇത് കേട്ടപ്പോ സഹാബാക്കൾ പലർക്കും ആകെ എന്താ ചെയ്യേണ്ടത്, എന്താ അറിയേണ്ടത്, പലരുടെ ഇന്നുപോയി.
പ്രവാചകൻ കൊല്ലപ്പെടുകയോ? കാരണം വാർത്തൊന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം നബിതങ്ങൾ എവിടെയാണ്, എന്താണ്? കാരണം എല്ലാവരും ചിഹ്നത്തിൽ പോയി. അപ്പൊ ഒരു നിയന്ത്രണം കിട്ടി. നബിതങ്ങൾ കൊല്ലപ്പെടുകയോ? എന്താണ്? ആ പലരും അവിടെ ഇരുന്ന് പോയി, ഇനി യുദ്ധം ചെയ്യേണ്ടെന്ന് ഇരുന്ന് പോയി. അപ്പൊ അങ്ങനെ ഇരുന്ന് പോയപ്പോഴാണ് ഒരുപാട് സഹാബികൾ അവിടെ വാൾ വെച്ചിരിക്കും, ഇനി എന്താ ആകെ അന്താഴ്ചക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് അനസ് റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്താ മൂഹിക്കുന്നത്? നബിതങ്ങൾ കൊല്ലപ്പെട്ടെങ്കിൽ ആ വിഷയത്തിൽ നമ്മളും കൊല്ലപ്പെടുന്നേ. നബിതങ്ങൾ ഏതൊരു ദീനിന് വേണ്ടിയാണ്, ഏതൊരു മാർഗത്തിന് വേണ്ടി കൊല്ലപ്പെട്ടത്, ആ മാർഗത്തിൽ, ആ ദീനിൽ, ആ വഴിയിൽ നമ്മൾ കൊല്ലപ്പെടുക. നമ്മളിവിടെ ഇരിക്കാൻ വേണ്ടത് നിങ്ങൾ എണീക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് യുദ്ധത്തിന്റെ താഴ്വരയിൽ നിന്ന് സ്വർഗം വാസലിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഓടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു പ്രാർത്ഥന, അദ്ദേഹം ഷാദുൽ അബി വക്കാസും അദ്ദേഹം ഇങ്ങനെ നടത്തുമ്പോ അദ്ദേഹം ഈ ഒരു വക്രാ വേളയിൽ ഷാദുൽ വക്കാസിനെ പറഞ്ഞു, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ആദ്യം ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ അനസ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാണ്. എന്ത്? അള്ളാഹുവെ എനിക്ക് ആദ്യം ഷാദുൽമാനോട് പ്രാർത്ഥിച്ചത്. പറഞ്ഞു, അള്ളാഹു എനിക്കൊരു ഒരു മല്ലനായ ഒരു ഖുറൈശി ഒരു ശത്രു എനിക്ക് കാണിച്ചു തരണേ. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഏറ്റുമുട്ടി വെട്ടും കുത്തി നടത്തി അങ്ങനെ അദ്ദേഹത്തെ എനിക്ക് കീഴ്പിടിച്ചരണം, അദ്ദേഹത്തിന് കൊല്ലപ്പെടാൻ കഴിയണം, അങ്ങനെ അദ്ദേഹത്തെ എനിക്ക് വധിക്കാൻ കഴിയണം എന്ന് പറഞ്ഞ് അങ്ങനെ ഷാദുൽ നബി വസല്ലം അത് പ്രാർത്ഥിച്ചു. അങ്ങനെ അനസ് അതിന് ആമീൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ രണ്ടാമത് അനസ് നബിയോട് പ്രാർത്ഥിക്കാണ്. എന്താ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? പഠിച്ചവനെ, എനിക്കും ഇതേ ശത്രുവിന് ഏറ്റവും മല്ലനായ ഏറ്റവും ശക്തനായ ആളെ എനിക്ക് അഭിമുഖിക്കാനുള്ള സാധ്യത എനിക്ക് തരണം. എന്നിട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് നല്ല മത്സരത്തിൽ നടക്കണം. മത്സരം നടത്തി അദ്ദേഹം എന്നെ കൊല്ലണം. എന്നെ കൊന്നിട്ട് അദ്ദേഹം എന്റെ വയറ് കീറണം, എന്റെ കണ്ണുമൂക്കും അദ്ദേഹം പിച്ച് ചീന്തണം. അങ്ങനെ ഞാൻ ഇതുമായിട്ട് നിന്റെ അടുത്ത് വരും. നീ എന്നോട് ചോദിക്കണം, എന്റെ കണ്ണോടെ എന്റെ മൂക്കോടെ. അപ്പൊ ഞാൻ പറയും, അള്ളാഹുവർ എന്റെ മാർഗത്തിൽ ഹുദിൽ വെച്ച് എന്നെ ശത്രുക്കൾ ചെയ്താൽ എനിക്ക് പറയണം എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അപ്പോ ഷാദുൽ വക്കാസ് പറഞ്ഞു, എന്തോ എന്നെ പ്രാർത്ഥന, എനിക്കും അങ്ങനെ പ്രാർത്ഥിക്കാമായിരുന്നു എന്ന് ഷാദുൽ വക്കാസ് അങ്ങനെ പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അദ്ദേഹം വീണ്ടും യുദ്ധത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മല്ലനായ ശത്രുവിനെ കിട്ടുകയും അദ്ദേഹം പ്രാർത്ഥിച്ച പോലെ തന്നെ അദ്ദേഹം കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന് കണ്ണുമൂക്കെല്ലാം പീതറിപ്പെടുകയും ചെയ്തു. നാളെ അദ്ദേഹം അതുമായിട്ട് സ്വർഗത്തിൽ വരും. അള്ളാഹുവിനെ കാണുമ്പോൾ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതേമാതിരി തന്നെ ഷാദുൽ വക്കാസിന്റെ പ്രാർത്ഥനയ്ക്കും ഫലം നൽകുകയാണ്, അള്ളാഹുത്തെ ഉത്തരം നൽകുകയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുമായി തന്നെ എന്ത്? അദ്ദേഹത്തിന് മല്ലനായ ശത്രുവിനെ കിട്ടുകയും പരസ്പരം പോരടിക്കും, യുദ്ധം ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തെ ഷാദുൽ വക്കാസ് കീഴ്പ്പെടുത്തുകയും വധിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടാളെ പ്രാർത്ഥനയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയാണ്. ഇതേ അവസരത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഖുറൈശിപ്പെട്ട വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇൻകാന മുഹമ്മദ് അൽ ഹഖ് ഫഖ്സിഫിനി. അദ്ദേഹം പറയും, മുഹമ്മദ് സത്യത്തിന്റെ പേരിലാണെങ്കിൽ എന്നാൽ എന്നോട് ഭൂമി വിടുങ്ങട്ടെ പറഞ്ഞു. ഉടനെ തന്നെ ഭൂമി വിഴുങ്ങി. അപ്പൊ ശത്രുവിന്റെ പ്രാർത്ഥനയ്ക്ക് പോലെ ഉത്തരം നൽകുന്ന ആ ഉത്തരങ്ങളുടെ ഒരു ഭൂമിയായിട്ടാണ് നമ്മൾ ഹുദിനെ അവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ അവസരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളെ ഇറക്കുന്നത് പ്രധാനമായിട്ട്. സത്യത്തിൽ ഈ യുദ്ധത്തിന്റെ ആദ്യ കാലത്ത് മലക്കുകളുണ്ടായിരുന്നു. മലക്കുകളുടെ സഹായം കൊണ്ടായിരുന്നു ആദ്യ പകുതിയിലും മുസ്ലിങ്ങൾക്ക് വിജയം ഉണ്ടായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അംഗീകരിക്കാതെ മറന്നും കൊണ്ട് ഈ അമ്പേറ്റുകാര് ഇതിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവര് മലക്കുകളുടെ സഹായം നിർത്തി അവര് പോയത്. കാരണം നിശ്ചിതങ്ങൾ വാക്യം പാലിക്കാത്തവർക്ക് എന്ത് സഹായം എന്ന് കരുതി മലക്കൾ പിന്തിരിഞ്ഞു. പക്ഷെ എന്നാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമും മീഖാൽ അലൈഹി ഇസ്ലാമും നബി സല്ലല്ലാഹു തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നബി സല്ലല്ലാഹു തങ്ങൾ കാവലായിട്ട് നിൽക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു തങ്ങൾക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ദുർഘടമായ ഒരു സന്ദർഭം ഈ ഒരു യുദ്ധത്തിലുണ്ടായത്. കാരണം ആരുമില്ല, ഒറ്റപ്പെട്ടു, ഒരാളുമില്ല നബി സല്ലല്ലാഹു തങ്ങളടുത്ത്. അങ്ങനെ ആ ആശയത്തിലാണ് നബിസ്വലത്തങ്ങളടുത്ത് ബുഖാരിലെല്ലാം അതിന്റെ ഹദീസ് കാണുന്നു. ഒരുപാട് അമ്പുകൾ വരുന്നു. പക്ഷെ അമ്പുകളെല്ലാം നബിസ്വലത്തങ്ങളടുത്ത് നേരെ വരുമ്പോൾ അത് തെന്നി മിന്നി പോകുന്നു. മാത്രമല്ല ബുഖാരിന്റെ ഹദീസ് കാണുന്നു, സഹോദരൻ പറയുകയാണ്, രണ്ടാളുകൾ നബിസ്വലത്തങ്ങളടുത്ത് നല്ല ശുഭ്രവസ്ത്രധാരികളായ രണ്ടുപേര് നബിസ്വലത്തങ്ങളടുത്ത് യുദ്ധം ചെയ്ത് കാണാൻ കഴിഞ്ഞു. പക്ഷെ അങ്ങനത്തെ പരിചയമില്ലാത്ത ആളുകളായിരുന്നു. അതാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമും മീഖായിൽ അലൈഹി ഇസ്ലാമായിരുന്നു എന്ന് നബി പിന്നെ പറയുകയുണ്ടായി. അങ്ങനെ മലക്കുകളുടെ സഹായം ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നബി എത്തുകയുണ്ടായി. അങ്ങനെ ഈ അവസരത്തിൽ നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അപ്പൊ ഈ അവസരം നബി തങ്ങൾ ശത്രുക്കൾ അങ്ങനെ അടിച്ചു വീശാണ്. ഈ അവസരം നബി പറയുന്നത്, പക്ഷേ എന്റെ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കുക, അവർക്ക് അറിയിക്കാണ്. അല്ലാഹുമ്മ ഹിദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അവർക്ക് നീ ഹിദായത്ത് നൽകുക, അവർക്ക് അറിയിക്കണം, അവരെ ശിക്ഷിക്കല്ല നമ്പുരാനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നബി തങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ശത്രുക്കൾ വീണ്ടും നബിയുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇബ്നു ഖമിഅ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി നബിയോട് പറഞ്ഞു, നിന്നെ ഞാൻ വധിക്കുമാണെന്ന് പറഞ്ഞ് നബി ആഞ്ഞു വെട്ടുകയും
പക്ഷെ നബി തങ്ങളുടെ അഞ്ചുണ്ടായതുകൊണ്ട് ആ വെട്ട് നിമിഷം കൊണ്ടെങ്കിലും അഞ്ചുണ്ടായതുകൊണ്ട് നബി തങ്ങൾക്ക് അത് പരിക്കേൽക്കാതെ, പക്ഷെ ആ വെട്ടിന്റെ ശക്തി മാസങ്ങളോ നിമിഷങ്ങൾ അത് വേദന ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മാത്രമല്ല വേറൊരു ഷാജുർ അള്ളാഹിന്റെ സഹോദരനായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഖുറൈശിയായിരുന്നു. ആ ഖുറൈശി ആ വ്യക്തി നബി തങ്ങളെ ശക്തമായി പ്രഹരിക്കുകയും അങ്ങനെ നബി തങ്ങളുടെ പടച്ചട്ടയുടെ 2-3 കണ്ണികൾ നബി തങ്ങളുടെ ചുണ്ട് പൊട്ടി, അദ്ദേഹത്തിന്റെ അടികൊണ്ട് അദ്ദേഹം ഏറുകൊണ്ട് നബി തങ്ങളുടെ ചുണ്ട് പൊട്ടുകയും നബി തങ്ങളുടെ താഴെ പല്ല് പോവുകയും ചെയ്തു. അങ്ങനെ ഇബ്നു കമിയ എന്ന വ്യക്തിയാണ് നബി തങ്ങളെ അടിക്കുകയും കുന്തം കൊണ്ട് നബി കുത്തുകയും ചെയ്തത്. അങ്ങനെ കുത്തിയപ്പോൾ നബി തങ്ങളുടെ ആ പടത്തൊപ്പിലുള്ള 2-3 കണ്ണികൾ നബി തങ്ങളുടെ മുഖത്ത് ആഞ്ഞ് പതിക്കുകയും അത് ധാരധാരം ഒഴുകുകയും ചെയ്തത്. അങ്ങനെ വളരെ ദുർഘടമായ അവസ്ഥയിൽ വിശ്വാസങ്ങളുള്ളത്. അങ്ങനെ പെട്ടെന്നാണ് ബഹുമാനപ്പെട്ട അബൂ തല്ലാ അബൂക്കല്ലാൻ എല്ലാം പെട്ടെന്ന് വിശ്വാസങ്ങൾ വളയുകയും വിശ്വാസങ്ങൾ സംരക്ഷണം ഏർപ്പെടുത്തുകയും അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ അബൂ ദുജാർ അള്ളാഹു പെട്ടെന്ന് വരികയും ചെയ്തു. അബൂ ദുജാർ അള്ളാഹു തന്റെ പുറം കൊണ്ട് അവിടെ എല്ലാ ശത്രുക്കളുടെയും എല്ലാ അമ്പും എല്ലാ പ്രഹാരങ്ങളും തന്റെ പുറം കാണിച്ചു കൊടുത്തിട്ട് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പല്ല് മുറിഞ്ഞ എപ്പോഴെന്നോ ഞാൻ പറഞ്ഞല്ലോ. ഈ ഷാദു അബ്ദുൽ ഖാസിം എന്നൊരു ഒരു സഹോദരനുണ്ട്. ആ സഹോദരന്റെ പേര് ഉത്ബത്തുൽ അബി വഖാസ്. ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ഏറ് കൊണ്ടിട്ടാണ് ഈ അവസരത്തിൽ ഞങ്ങളുടെ പല്ല് മുറിയുന്നത്, പല്ല് പൊട്ടുന്നത്. അങ്ങനെ ഉത്ബത്തുൽ അബി വഖാസ് എറിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പല്ല് പൊട്ടുന്നത്. അങ്ങനെ മാത്രമല്ല അബ്ദുല്ലാഹ് ഇബ്നു ശിഹാബ് സുഹരി എന്നൊരു വ്യക്തി നിമിഷങ്ങൾ അടിക്കുകയും അങ്ങനെ നിമിഷങ്ങളുടെ ചുണ്ട് പൊട്ടുകയും ചെയ്ത സാഹചര്യം ഉണ്ടാൻ അങ്ങനെയാണ്. അങ്ങനെ സഹാബാക്കൾ വരികയും ഷാദു അബി വഖാസ് പെട്ടെന്ന് വരികയും അങ്ങനെ അവരെല്ലാം ഷാദു വഖാസ് വളരെ ഒരു അമ്പെയ്ത്തുകാരനായിരുന്നു. അപ്പൊ അദ്ദേഹം അമ്പ് ചെയ്യുകയും അങ്ങനെ ഈ അമ്പ് ചെയ്യുമ്പോഴാണ് നിമിഷങ്ങൾ പറഞ്ഞത് ഇർമി യാ സാദ് ഫിദാക അബി വ ഉമ്മി, ഇർമി യാ സാദ് ഫിദാക അബി വ ഉമ്മി. സാഹിബ് നിങ്ങൾ നിങ്ങൾ അമ്പ് ചെയ്യൂ, നിങ്ങൾക്ക് എന്റെ ഉമ്മ ഇപ്പോഴും ദണ്ഡമാണ്. എന്തൊരു സ്ഥാനമാണത്! കാരണം നാമെല്ലാം പറയുന്നത് നബിയെ അങ്ങേക്ക് ദണ്ഡമാണ്, ഞങ്ങളുടെ ഉമ്മയും ഇപ്പോഴും ഞങ്ങളുടെ മുതലും സമ്പത്തും ഞങ്ങളുടെ മക്കളും എല്ലാം അങ്ങക്ക് ദാനമാണ്, അങ്ങക്ക് ദണ്ഡമാണ്, അങ്ങക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കാൻ ബലിയേക്കും തയ്യാറാണെന്നാണ് നമ്മൾ പറയാ. സാദാത്തൊക്കെ അതാ പറയും ഫിദാക അബി ഉമ്മി യാ റസൂൽ എന്നാണ് പറയാ. കാരണം ആ ഒരു വാക്ക് ഷാദു അള്ളാഹിന് സൂചന കൊടുക്കുകയാണ്. ഫിദാക ഉമ്മി വ അബി എന്ന്, ഫിദാക അബി വ ഉമ്മി. അത് എന്തൊരു മഹത്തായ സ്ഥാനമാണ് ഷാദു അള്ളാഹിന് അള്ളാഹു റസൂൽ കൊടുക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് അള്ളാഹനും തഹ്ലത്ത് ഉബൈദ് റളിയല്ലാഹുവിനും നബിക്ക് വേണ്ടി ധീരമായി ചെറുത്തു നിൽക്കുകയും അങ്ങനെ ആ അവസരത്തിൽ പറഞ്ഞത് ആരെങ്കിലും ഭൂമിയിലൂടെ നടക്കുന്ന ഒരു ഷഹീദിനെ കാണാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ത്വൽഹയെ കാണട്ടെ എന്ന് ആ ഒരു സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മാത്രമല്ല പിൽക്കാലത്ത് അബൂബക്കർ പറയുമായിരുന്നു, ശരിക്കും ഹുദീദ് എന്ന് പറഞ്ഞാൽ ആ ത്വൽഹയുടെ ഒരു ദിനമായിരുന്നു. കാരണം ത്വൽഹാന് വളരെ സാഹസിക പ്രകടനങ്ങൾ റസൂൽ സംരക്ഷിക്കാൻ വേണ്ടി വളരെയധികം സാഹസിക പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തങ്ങളുടെ എന്താ പറയാ അബ്ദുല്ലാഹിബ്നു കമിയ എന്ന ആള് വ്യക്തി അടിച്ചപ്പോൾ നബി തങ്ങളുടെ ആ പടച്ചട്ട് 2 കണ്ണികൾ നബി തങ്ങളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. ആ പതിഞ്ഞ കണ്ണികൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ പല്ലുകൊണ്ട് പറിച്ചെടുക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ 2 പല്ലുകൾ മുൻപല്ലുകൾ അതിലൂടെ പതിഞ്ഞു പോരുകയും ചെയ്തു. അങ്ങനെ വേറെ സഹാബി സിനാൻ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് അദ്ദേഹം റസൂൽ തങ്ങളുടെ മുഖത്തുള്ള ആ രക്തം വടിച്ചെടുത്ത് കുടിക്കുകയും അങ്ങനെ റസൂൽ പറഞ്ഞു, എന്റെ രക്തം നിന്റെ ആരുടെ രക്തത്തിൽ ചേർന്നാൽ അദ്ദേഹത്തിന് നരകം ഹറാമാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ യുദ്ധം കൊടുമ്പിക്കൂടെ അങ്ങനെ ഈ അവസരത്തിൽ യുദ്ധത്തിന്റെ ഗതി വേറെ എന്താണ് മാറുകയാണ്. കാരണം ഈ ഒരു ഇപ്പൊ മുസ്ലിംക്ക് ഏകദേശം സമാധാനമായി. എപ്പോഴും പക്ഷെ പലരും നബിതങ്ങളുടെ വഫാത്തായി അത് കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞു ഇപ്പോഴും പലരും നബിതങ്ങളുടെ ഈ ഒരു വിവരം നബിതങ്ങളുടെ ജീവനുള്ള വിവരം ആർക്കും അറിയില്ല. അങ്ങനെയാണ് കാബിർ അല്ലാഹു നബിതങ്ങളെ കാണുന്നത്. അങ്ങനെ നബിതങ്ങൾ കാണുമ്പോൾ സഹാബകൾ നബിയെ ഞാൻ കണ്ടിട്ടുണ്ട്, നബിതങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല, നബിതങ്ങളുടെ ജീവനുണ്ട് സുരക്ഷിതത്വം ഉണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അങ്ങനെ സഹാബകൾ വീണ്ടും നബിയുടെ അടുത്തേക്ക് അടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഒരു വ്യക്തി വന്നത്. എന്താ വ്യക്തി പേര്? ഉബയ്യ് ഇബ്നു ഖലഫ്. കാരണം നമുക്കെല്ലാം പലപ്പോഴും ഹിസ്ബിലൊക്കെ എല്ലാം കേട്ട ഒരു ആളാണ്. ആരാ നബിതങ്ങളുടെ കയ്യാ ഒരിക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാൻ ഉബയ്യ് ഇബ്നു കഅബ്. ഉബയ്യ് ഇബ്നു ഖലഫ് അദ്ദേഹം ഒന്ന് പറഞ്ഞു, അയ്ന മുഹമ്മദ് മുഹമ്മദ് എവിടെ? മുഹമ്മദ് രക്ഷപ്പെട്ടവൻ എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ വളരെ ശീഘ്രം ദിവസം മുന്നോട്ട് വരികയും അപ്പൊ സഹാബിനെ പേടിച്ചു അവന്റെ വരവുണ്ടപ്പോ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, വാണ് വിട്ടു വാണ്ട് വെച്ച ഇങ്ങോട്ട് വെറ്റേ ഉണ്ട് വെറ്റേ
അപ്പൊ നബിയുടെ ധൈര്യം നോക്കേണ്ടത്. ഇങ്ങോട്ട് വെച്ചോ വന്ന് വിടിയാറിന്. അങ്ങനെ ചെയ്ത് ഉടനെ തന്നെ തങ്ങൾ അടുത്തുള്ള ഒരാൾ ഹാരിസറിന്റെ നിന്ന് കുന്തം വാങ്ങുകയും ഉടനെ ഉബയ്യനെ ഒരൊറ്റ കുത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് വീഴുകയും അങ്ങനെ പരിക്കേറ്റ് അദ്ദേഹം പിന്നെ പോവുകയും ചെയ്തു. പക്ഷെ ഈ പരിക്കേറ്റപ്പോ അദ്ദേഹത്തിന് വളരെ വലിയ ഭയമായിപ്പോയി. കാരണം അദ്ദേഹത്തിന് സാരമായ പരിക്കൊന്നല്ല, ചെറിയൊരു നിസ്സാരമായ പരിക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ശത്രുക്കൾ പറഞ്ഞു, ഈ ഒരു പരിക്കുകാരെ എനിക്ക് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, ഞാൻ എന്തായാലും മരിക്കും. എന്താ കാരണം ഇതൊരു നിസ്സാര പരിക്കല്ലേ, ഞങ്ങൾക്കല്ല ഇതിന് വലിയ പരിക്കുണ്ടായിട്ട് ഞങ്ങളൊന്നും മരിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് പ്രശ്നം ചെയ്തോ, അതിന്റെ നിസ്സാര പരിക്കല്ലായിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു, അതല്ല, എന്നോട് മുഹമ്മദ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ കൊല്ലുന്നു മുഹമ്മദിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പറഞ്ഞ വാക്ക് മുഹമ്മദ് എന്നെ തുപ്പിയാൽ പോലും, മുഹമ്മദ് തുപ്പൽ പോലും എനിക്ക് വിഷമാകും, അങ്ങനെ ഞാൻ കൊല്ലപ്പെടും. അങ്ങനെ കാരണം എന്താ വെച്ചാല് അദ്ദേഹം നേരത്തെ ബദറിൽ പറഞ്ഞ പോലെ തന്നെ ബദറിൽ അദ്ദേഹത്തിന്റെ മകനും ബദറിൽ യുദ്ധത്തടവുകാരനായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മകനെ വിമോചിക്കാൻ വേണ്ടി അദ്ദേഹം മദീന വരികയും നബിയോട് പറഞ്ഞു, മുഹമ്മദേ എനിക്ക് കാണിച്ചരാ, എന്റെ നല്ലൊരു 2 കുതിരകളുണ്ട്, ആ കുതിരനെ ഞാന് തീറ്റിപ്പോറ്റും എന്തിനാരോ അന്നെ കൊല്ലാനാന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ആഹാ അങ്ങനെ ഉണ്ടെങ്കിൽ അന്നെ ഞാൻ കൊല്ലും, ആ കുതിരനെ വെച്ചിട്ട് ഞാൻ കൊല്ലുന്നു റസൂൽ തങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ബദറിന്റെ സമയത്ത്. അങ്ങനെ ആ ഒരു പ്രചരണത്തിന്റെ പുലരുന്ന അതിന്റെ പ്രകടനമാണ് നാം കാണുന്നത്. അങ്ങനെ അഷ്കന്നാസ് എന്നാണ് നബിയുടെ കൈ കൊണ്ട് കൊല്ലപ്പെടാൻ വിധിച്ചവര് ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും നീചൻ എന്ന് പറഞ്ഞാൽ ഇവനാണ് ആ ഉബയ്യുടെ ക്യാബ്. അയാളാണ് നബി തങ്ങളുടെ കരം കൊണ്ട് കൊല്ലപ്പെട്ട വ്യക്തി. അത് ഉഹദിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ വീണ്ടും ഈ അബ്ദുല്ലാഹ് ഇബ്നു ശിഹാബ് സുഹരി വീണ്ടും അദ്ദേഹം മുന്നോട്ട് വരികയാണ്. അദ്ദേഹം ശത്രുപക്ഷത്താണുള്ളത്. അദ്ദേഹം പറഞ്ഞു, ദല്ലുന മുഹമ്മദ് ഫലാ നജൂതു ഇന്നജ. എവിടെ മുഹമ്മദ്, എനിക്ക് മുഹമ്മദ് കാണിച്ചു തരി, ഈ മുഹമ്മദ് രക്ഷപ്പെട്ടാൽ എനിക്ക് രക്ഷയില്ല, എനിക്ക് കാണിച്ചു തരി, വേണ്ടരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത് വീണ്ടും അടുക്കുകയും. പക്ഷെ അദ്ദേഹം പറയുമ്പോ തൊട്ടടുത്ത് നിബിധങ്ങൾ ഉണ്ട്, അദ്ദേഹത്തിന് കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മറച്ചു. നബിസ്വലത്തെ എവിടെ മുഹമ്മദ് പറയുക, നബിസ്വലത്തെ അദ്ദേഹത്തെ തൊട്ട് മുന്നിലുണ്ട് താനും, തൊട്ട് മുന്നിലുണ്ട് താനും. അപ്പോ അദ്ദേഹത്തിന് നബിസ്വലങ്ങൾ കാണാൻ കഴിയാതെ എന്നപ്പോ അദ്ദേഹം പിന്തിരിഞ്ഞു വരപ്പോ സുഫ്വാൻ ഈ രംഗം കാണുന്നുണ്ട്. അപ്പൊ സുഫ്വാൻ ചോദിച്ചു, എന്തെങ്കിലും ഇതല്ലേ നബിയുടെ അടുത്തിട്ട് പോയിട്ട് നീ എന്റെ തൊടാൻ വന്നത്, നീ എനിക്ക് തോറ്റി, ഞാൻ കണ്ടില്ലല്ലോ, മുഹമ്മദ് അറിഞ്ഞായിരുന്നോ? അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു മുജിത്ത് നമ്മൾ കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ ശത്രുസൈന്യം വീണ്ടും രണ്ടാമത് പേടിച്ചുകൂടി. കാരണം സഹാബത്ത് വീണ്ടും നബിതങ്ങളുടെ ചുറ്റും വരികയും പലവിധ ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു, ഹാത്തിബ് ഇബ്നു ബൽത റളിയല്ലാഹു അൻഹു, പിന്നെ ഈ ഹാത്തിബ് അബീ ബൽത ആണ് പിന്നീട് നേരത്തെ നബിസങ്ങളെ എറിഞ്ഞ ആ സഅദ് അബി വക്കാസിന്റെ സഹോദരനെ കൊന്നത്. ഉത്ബത്ത് അബി വക്കാസിനെ ശരിപ്പെടുത്തിയത് ഈ ഹാത്തിബ് അബി ബൽത എന്ന സഹാബിയായിരുന്നു. അങ്ങനെയാണ് ഖതാദ റളിയല്ലാഹു അൻഹു നബിസങ്ങളുടെ പ്രതിരോധിക്കാൻ വരുന്നത്. അങ്ങനെ ഖതാദ റളിയല്ലാഹു അൻഹുവിന് ഒരു അമ്പേൽക്കുകയും തന്റെ കണ്ണ് വലങ്കണ്ണ് ഒരു കണ്ണ് വലന്ത അർത്ഥത്തിൽ വലിയ ഉറപ്പില്ല, കണ്ണ് തൂങ്ങി തന്റെ കവളത്തേക്ക് വീഴുകയും കണ്ണിന്റെ ആ കുഴിയിൽ നിന്ന് വേർപെട്ട് കയ്യിൽ ഒതുക്കിക്കൊണ്ട് വിശ്വാസത്തിൽ വന്നു, റസൂൽ എന്റെ കണ്ണ് ഇങ്ങനെ പ്രശ്നമായിട്ടുണ്ട് റസൂൽ പറഞ്ഞപ്പോൾ വിശ്വാസങ്ങൾ ഉടനെ തന്നെ ആ കണ്ണ് പൂറസിൽ വെക്കുകയും തന്റെ ഷർഫാക്കപ്പെട്ട ഉമിനീര് വെച്ചുകൊണ്ട് അത് പൂറസിൽ വെക്കുകയും ചെയ്തു. ഉടനെ തന്നെ അത് മാറിയെന്ന് മാത്രമല്ല, പിന്നെ ജീവിതകാലം മുഴുവൻ ഏറ്റവും ഉഷാറായ കണ്ണ്, ഒരു ചെങ്കണ്ണാടി ഒരു വേദന പോലും വരാത്ത ഏറ്റവും നല്ല കണ്ണതായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ ഒരുപാട് സഹാബാക്കൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, മാലിക് ഇബ്നു സിനാർ റളിയല്ലാഹു അൻഹു, അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഉമ്മു ഉമാറ. ഉമ്മു ഉമാറ ഒരു വനിതയായ വ്യക്തിയാണ്, വനിതയായ ഒരു സ്ത്രീ ദീന യോദ്ധാവാണ്. ആ ഉമ്മു ഉമാറ ഈ ഇബ്നു ഖമിയ എന്ന ആളെയാണ് അദ്ദേഹം. ഇബ്നു ഖമിയ എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ ആക്രമിക്കാൻ വന്നൊരു വ്യക്തിയാണ്. ഈ ഇബ്നു ഖമിയയെ നേരിട്ടത് ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ ഒരു ദീന വനിതയായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം മത്സരം നടക്കുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയും അങ്ങനെ അവസാനം ഇബ്നു ഖമിയ പിന്തിരിഞ്ഞുകയും ചെയ്തു. അങ്ങനെ ആ ഓട്ടത്തിലാണ് മുസ്തഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു ഖമിയ വധിക്കുന്നത്. കാരണം മുസ്തഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു മുസ്ലിം സൈന്യത്തിന്റെ പതാവാകനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ വധിക്കുകയും അങ്ങനെ ഇബ്നു ഖമിയ അദ്ദേഹം പറഞ്ഞു, ഇതാണ് റസൂല്. കാരണം മുസ്തഫ റളിയല്ലാഹു അൻഹു സുമുഖവും സുന്ദരമായ വ്യക്തിയാണ് മുസ്തഫ റളിയല്ലാഹു അൻഹു. അത്യാവശ്യം റസൂലിന്റെ വയറ്റിൽ അത്യാവശ്യം ശാരീരിക ശേഷിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോ ഇബ്നു ഖമിയ ഞാൻ പ്രവാചകൻ, ഞാൻ മുഹമ്മദിനെയാണ് കൊന്നത് എന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം ഇന്ന ഖത്തത്ത് മുഹമ്മദ് എന്ന് വീണ്ടും ഘോഷിക്കുകയും അങ്ങനെ വീണ്ടും പലരും അത് അന്താളിച്ചു പോയി. അങ്ങനെയാണ് സഹാബകൾ വീണ്ടും ചിഹ്നിച്ചിത്തിരി പോകുന്നത്. പക്ഷെ പെട്ടെന്ന് കാബിൽ വാക്കല്ലാൻ പറഞ്ഞു, അല്ല, മുഹമ്മദിനെ ഒന്നും പറ്റിയിട്ടില്ല, മുഹമ്മദ് റസൂൽ ഒന്നും പറ്റി, റസൂൽ സുരക്ഷ എന്ന് പറയുകയും സഹാബകൾ വീണ്ടും നബിതങ്ങളോടൊപ്പം കൂടുകയും അങ്ങനെ വീണ്ടും ശക്തമായ പ്രഹരം ശത്രുക്കൾക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ഈ അവസരത്തിൽ കാരണം ഇപ്പോ ഏകദേശം മുസ്ലിം സൈന്യത്തിന്
അത്യാവശ്യം കേടുപാട് പരിക്കേൽപ്പിക്കാൻ ശത്രു സാധിച്ചിട്ടുണ്ട്. എന്നാലോ അപ്പൊ ഇനിയിപ്പോ അബൂ സുഫിയാൻ എടുത്തുള്ള മാർഗം എന്താണ്? ഇനി കൂടുതൽ നിന്നാൽ ഒരു പക്ഷേ യുദ്ധത്തിന്റെ ഗതി മാറും എന്ന് കരുതിയപ്പോ അബൂ സുഫിയാൻ പിന്നെ പിന്നോട്ടടിച്ച് ഉള്ള കിട്ടിയ വിജയം കൊണ്ട് പിന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം യുദ്ധം മെല്ലെ പിന്തുടരുകയും സഹാബത്തും തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ ശത്രുക്കളുടെ മുന്നേറ്റത്തിൽ മെല്ലെ മെല്ലെ പിന്നോട്ട് വരികയും, കാരണം പല സഹാബത്തും ഒരുപാട് സഹാബത്തുകൾ മരിച്ചുപോയി, പല സഹാബത്തും വെട്ടും കുത്തും പറ്റി, അവർക്കെല്ലാം തീക്ഷണമായ പരീക്ഷ വൃക്ഷത്ത് അവരെല്ലാം ഉള്ളത്, കാരണം വളരെ ക്ഷീണിതരാണ്. അതുകൊണ്ട് തന്നെ നബിയും തന്നെ സൈന്യത്തെ മെല്ലെ പിൻവലിച്ച് ഉഹദിന്റെ ഒരു താഴ്വരയിലേക്ക് വരികയും അങ്ങനെ ഖുറൈശികളും തന്നെ അവർ കാരണം അവർ ഇനി ഒരു അവസരം മുസ്ലിങ്ങൾക്ക് ഇനി രണ്ടാമത് പോരടിക്കാത്ത അവസരം കൊടുക്കരുത് എന്ന് കരുതിയിട്ട് അബൂ സുഫിയാൻ തന്നെ പിൻവലിക്കുകയാണ്. അങ്ങനെ പിൻവലിഞ്ഞ സമയത്ത് അബൂ സുഫിയാൻ ചോദിച്ചു, അഫീഖ് മുഹമ്മദ്, നിങ്ങൾക്ക് മുഹമ്മദ് ഉണ്ടോടാ? മുഹമ്മദ് വാക്കിന്റെ മുഹമ്മദ് കൊല്ലപ്പെടുകയില്ലേ? അഫീഖ് ഇബ്നു ഖുഹാഫ, അബൂബക്കർ ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അഫീഖ് ഉമർ ബിൻ ഖത്താബ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉമർ ഖത്താബ് ഉണ്ടോ? അപ്പോ നബി പറഞ്ഞു, ഉണ്ടോ ഉണ്ട്, ആരും പറണ്ട. കാരണം ഈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരണ്ട, കാരണം യുദ്ധം അങ്ങനെ പോട്ടച്ചിട്ടായിരിക്കാം. നബി പറഞ്ഞു നിങ്ങൾ മുണ്ടായിരിക്കുകയായിരുന്നു. അങ്ങനെ ആരൊന്നും മുണ്ടില്ല. അപ്പോ അബൂ സുഫിയാൻ ഉറപ്പിച്ചു, ഇപ്പൊ ഏകദേശം മുഹമ്മദും കാലിയേക്കിന്, അബൂബക്കറും കാലിയേക്കിന്, ഉമറും കാലിയേക്കിന് ഇപ്പൊ നമ്മൾ യുദ്ധം വിജയിച്ചു എന്നുള്ള ധാരണയിലാണ് ഇപ്പൊ ശത്രുക്കളുള്ളത്. അപ്പൊ ഈ ഒരു ധാരണ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പിരിയാനും മുസ്ലിം സൈന്യത്തിന് അവരുടെ ആക്രമണം കുറച്ച് കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു സാഹചര്യം കൊണ്ട്. അങ്ങനെ എന്ത് ചെയ്ത് അപ്പോ അദ്ദേഹം അങ്ങനെ ഇത് പറഞ്ഞപ്പോ അത് പറഞ്ഞു ഹുബുൽ വിജയിക്കട്ടെ. ഹുബുൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ദൈവമാണ്. കാരണം ഈ ഹുബുലിന്റെ മുന്നിൽ ചെന്നിട്ടാണ് അദ്ദേഹം ഒരു ഭാഗ്യപരീക്ഷ നടത്തിയിട്ടാണ് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുന്നത് തന്നെ. കാരണം ഹുബുലിന്റെ മുന്നിൽ ചെന്നിട്ട് അദ്ദേഹം തന്റെ രണ്ട് അമ്പുമ്മ ഒരമ്പുമ്മ നാം എന്നും ഒരമ്പുമ്മ ലാ എന്നും എഴുതിയിരുന്നു. എന്നിട്ട് കണ്ണു ചിമ്പി എടുക്കുക, ഏത് അമ്പ നാം എടുത്താല് നാം എന്നുള്ള അമ്പാണ് വന്നതെങ്കിൽ യുദ്ധത്തിന് പോസിറ്റീവായിട്ടുള്ള യുദ്ധത്തിന് ഹുബുല് സമ്മതിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കും. അതല്ല ലാ എന്ന അമ്പാണ് അദ്ദേഹം എടുത്തെങ്കിൽ ഹുബുലിന്റെ സമ്മതമില്ല എന്ന് മനസ്സിലാക്കും. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന്റെ പുറപ്പെടുന്ന ഹുബുലിന്റെ മുന്നിൽ ചെന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഭാഗ്യപരീക്ഷ നടത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയത് നാം എന്നുള്ള അമ്പായിരുന്നു. അങ്ങനെ ഹുബുലിന്റെ സമ്മതത്തോടെയാണ് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഹുബുൽ വിജയിക്കട്ടെ, ഹുബുൽ കീ ജയ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു അദ്ദേഹത്തിന് മറുപടി കൊടുക്കണം. അപ്പോ ഉമർ അല്ലാഹു പറഞ്ഞു അല്ലാഹു അഅലാ വ അജൽ, അല്ലാഹുവിന് ഏറ്റവും ഉന്നതൻ എന്ന് ഉമർ അല്ലാഹു തിരിച്ചു വയ്ക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സ ഉണ്ട്. ഉസ്സ അവരുടെ ഏറ്റവും വലിയൊരു ബിംബാണ്, ആരാധന മൂർത്തിയാണ്. അപ്പോ ഉമർ അല്ലാഹു മറുപടി പറയുകയുണ്ടായി അല്ലാഹു മൗലാന വലാ മൗലാലക്കും, ഞങ്ങൾക്ക് അല്ല മതി, ഞങ്ങൾക്ക് അല്ല ഉണ്ട്, നിങ്ങൾക്ക് അല്ല ഇല്ലല്ലോ, നിങ്ങൾക്ക് മൗല ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അബൂ സുഫിയാൻ പറയുന്നത് ഇപ്പൊ യുദ്ധം കണ്ടില്ലേ, ബദറിന് നിങ്ങൾ ജയിച്ചെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ജയിച്ചു. അപ്പൊ യുദ്ധം ആണ് ഇപ്പൊ സമാസമായിട്ടില്ല പറഞ്ഞപ്പോ ഉമർ അല്ലാഹു വീണ്ടും പറഞ്ഞു ലാ സമാസമല്ല, ഖത്ലാനാ ഫിൽ ജന്ന വ ഖത്ലാകും ഫിന്നാർ, ഞങ്ങൾ കൊല്ലപ്പെട്ട ആളുകളെല്ലാം സ്വർഗത്തിലാണ്, നിങ്ങൾ കൊല്ലപ്പെട്ട ആളുകളെല്ലാം എന്താണ് നരകത്തിലാണ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മെല്ലെ പിന്മാറുകയാണ്. അപ്പോഴാണ് ഉമർ അല്ലാഹു ചോദിച്ചു വെറുതെ ഈ അബൂ സുഫിയാന്, അല്ല ഉമർ, നിങ്ങൾ മുഹമ്മദ് ബാക്കി ഉണ്ടോ, എന്താ നീ സത്യം പറയും. അപ്പൊ പറഞ്ഞ് മുഹമ്മദും അബൂബക്കറും എല്ലാവരും വേണ്ട ഈ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇബ്നു ഖമിയ മഹാകള്ളനാണ്, ഇബ്നു ഖമിയ ശത്രുള്ള അദ്ദേഹം പറഞ്ഞു മുഹമ്മദിനെ കൊന്നു പറഞ്ഞത്. ഇബ്നു ഖമിയയൊക്കെ എനിക്ക് വിശ്വാസം, ഉമറെ താങ്കളെ എനിക്ക് വിശ്വാസം എന്ന് പറയുകയും അങ്ങനെ അബൂ സുഫിയാൻ പിന്തിരികയും ചെയ്തു. അങ്ങനെ അവരെന്ത് ചെയ്തു, അങ്ങനെ തൽക്കാലം യുദ്ധം കെട്ടടങ്ങി. അങ്ങനെ ശത്രു സൈന്യം ആദ്യം ഉഹുദ് താഴ്വര വിട്ടു അവർ പോയി. നബിയും സഹാബത്തും അവിടെ തന്നെ തങ്ങുകയാണ്. അങ്ങനെ അവർ പെട്ടെന്ന് ഷഹീദായ ആളുകളെല്ലാം കാണുകയും അങ്ങനെ ഹംസ റളിയല്ലാഹു ആകെ കൊല്ലപ്പെട്ട് എന്താ പറയാ അംഗച്ഛേദം വരുത്തുകയും ഹംസ റളിയല്ലാഹുവിന്റെ കണ്ണും മൂക്കും ചെവിയുമെല്ലാം വിച്ഛേദിക്കുകയും ആകെ വിഹിതമാക്കി കണ്ടപ്പോൾ തങ്ങൾ ആകെ കരഞ്ഞുപോയി. തങ്ങൾ മാത്രമല്ല സഫിയ റളിയല്ലാഹു ഹംസയെ കാണാൻ വന്നപ്പോ തങ്ങൾ തടുത്തു നിർത്തി. അങ്ങനെ കാരണം സ്ത്രീകൾക്ക് ഇത് കാണാൻ കഴിയില്ലല്ലോ. അങ്ങനെ പക്ഷെ എന്നാലും ഹംസ റളിയല്ലാഹുവിന്റെ ആ ഒരു മുഖം കാണാൻ കൊതിക്കുകയും വിഷയമെല്ലാം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ കാണാൻ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ കൊല്ലപ്പെട്ട എല്ലാ സഹാബികളെയും അവിടെ തന്നെ മറമാർഗം ചെയ്ത് കുറച്ച് വധിക്കപ്പെട്ട സഹാബാക്കളെ മദീനയിൽ കൊണ്ടുവരുന്നു. പക്ഷെ അവരെയും കൂടി ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഉഹദിൽ തന്നെ മറമാറാൻ വേണ്ടി നിമിഷങ്ങൾ പറയുകയും അങ്ങനെ തിരിച്ചു വന്ന് അവരെ അവിടെ മറമാർഗം ചെയ്തു. അങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട വ്യക്തിയാണ്
ഒന്ന് മിഖൈരിഖ് എന്ന് പറഞ്ഞാൽ ഖൈർ യഹൂദ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. മിഖൈരിഖ് എന്ന് പറഞ്ഞാൽ യഹൂദ് ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടപ്പോ എല്ലാവരും പുറപ്പെട്ടപ്പോ അദ്ദേഹം തന്നെ സമുദായത്തോട് പറഞ്ഞു, കാരണം മുഹമ്മദ് എന്ന പ്രവാചകനാണ്, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ നമ്മളെ ബാധ്യതയാണ്. അതുകൊണ്ട് എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ മുഹമ്മദിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോവാണ്, എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ എന്റെ മുതലും സ്വത്തെല്ലാം മുഹമ്മദിനാണ്, മുഹമ്മദ് എന്താ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ യൂതനായ ഒരു വ്യക്തി മുസ്ലിങ്ങളുടെ കൂടെ വരികയും മുസ്ലിം സൈന്യത്തിന് വേണ്ടി അനുകൂലമായി യുദ്ധം ചെയ്യുകയും അങ്ങനെ അതിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൈർ യഹൂദ് എന്നാണ്. ഖൈർ യഹൂദ് മിഖൈരിഖ് എന്ന വ്യക്തിയാണ് ഖൈർ യഹൂദായി പറയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം അങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്തിന് നല്ല സ്വത്തുള്ള ആളായിരുന്നു. അതിന് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. 3 പെൺമക്കൾക്ക് കൃത്യം മൂന്നിലൊന്ന് തങ്ങൾ സദഖ ചെയ്യുകയും ബാക്കി 3 ഓരോ പെൺമക്കൾക്കായി വീതിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ മറ്റേ നേരത്തെ പറഞ്ഞ ഖസ്മാൻ എന്ന ആ വ്യക്തി വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു രംഗം ഇവിടെ കാണാൻ വരുന്നത്. അപ്പൊ ഖസ്മാൻ നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം മുനാഫിക്കായിരുന്നു. അദ്ദേഹം ഒരുപാട് ഏകദേശം 9 ആളുകളെ അദ്ദേഹം കൊന്നിട്ടുണ്ട്. ധീരശാലിയായിരുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ സഹാബാക്കൾ മരിച്ച യുദ്ധഭൂമിയുടെ പോകുമ്പോ അദ്ദേഹം കുറച്ച് ജീവനങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താ ഖസ്മാൻ, എന്താ അവസ്ഥ ആയിരുന്നു? അപ്പൊ എന്താ അവസ്ഥ? അപ്പോ സഹാബകൾ പറഞ്ഞു, അബ്ശിർ അൻത ഫിൽ ജന്ന എന്ന് പറഞ്ഞപ്പോ ഞാൻ മുഹമ്മദിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തത്, എനിക്കൊരു ആവേശത്തിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്താണ്, അല്ലെ മുഹമ്മദിന് വേണ്ടി യുദ്ധം ചെയ്ത് എന്നെ കിട്ടുന്നില്ല, ഞാനിക്കൊരു യുദ്ധം ചെയ്യുന്ന ആവേശം ഉണ്ടായി, അപ്പൊ ഒന്ന് യുദ്ധം ചെയ്തു എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ അദ്ദേഹം ശക്തമായ വേദന ഉണ്ടായപ്പോ സ്വയം അദ്ദേഹത്തിന്റെ അടുത്തുള്ള വാളുകൊണ്ട് അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ നിഫാഖ് അദ്ദേഹം അവിടെ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മദീന വിട്ട് യുദ്ധക്കളം വിട്ട് മദീനയിലേക്ക് മടങ്ങി വരികയാണ്. അപ്പൊ ആ മടങ്ങി വരുമ്പോ എന്തായാലും വലിയൊരു നഷ്ടം മുസ്ലിം സമുദായത്തിന്, മുസ്ലിം സൈന്യത്തിന് ഉണ്ടായിട്ടുണ്ട്. ഈ മുസ്ലിം സൈന്യത്തിന് ഉണ്ടാവുമ്പോ അവിടുത്തെ സ്ത്രീകളുടെ വരവേൽപ്പ് എങ്ങനായിരിക്കുമെന്ന് വളരെ ഉഗ്രത്തോടെ സഹാബാക്കൾ വീശി. എങ്ങനെയായിരിക്കും സ്ത്രീകൾ ഈ മുസ്ലിം സൈന്യത്തെ വരവേൽക്കുക? അപ്പോ ഹമ്മ ബിൻത് ജഹഷ് റളിയല്ലാഹു അൻഹ, അപ്പൊ അവര് ആദ്യം പറഞ്ഞു, നിങ്ങളുടെ ആദ്യം കണ്ട ഈ വനിതയാണ്, നിങ്ങളുടെ നിങ്ങളുടെ സഹോദരൻ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് കൊല്ലപ്പെട്ടിട്ടുണ്ട് പറഞ്ഞപ്പോ ഇന്നാലില്ലാഹി വ ഇന്നാ എന്ന് അവര് പ്രാർത്ഥിക്കുകയും ഞാൻ അള്ളാഹിനെ ക്ഷമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തു. പിന്നീട് അവരോട് പറയപ്പെട്ടു, നിങ്ങളുടെ അമ്മാവൻ ഖാലായ ഹംസ റളിയല്ലാഹു കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പോഴും പറഞ്ഞു ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാൻ അള്ളാഹുവിൽ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് ആ മഹാവനിത ക്ഷമിക്കുകയും ചെയ്തു. മൂന്നാമത് പറയപ്പെട്ടു, നിങ്ങളുടെ ഭർത്താവ് മുസ്അബ് ബിൻ ഉമർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോ ആ വനിത കരഞ്ഞുപോയി. കാരണം അപ്പോൾ പറഞ്ഞു, ഇതാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനടുത്ത സ്ഥാനമാണ്, ഒരു ഭർത്താവിന് ഭാര്യയുടെ സ്ഥാനമാണ് കാണിക്കുന്നത്. കാരണം ആ വനിത അത്രയും തന്റെ സഹോദരനും തന്റെ അമ്മാവെല്ലാം കൊല്ലപ്പെട്ടു പറഞ്ഞ പിന്നാലെ പറഞ്ഞപ്പോ തന്റെ സ്വന്തം ഭർത്താവ് കൊല്ലപ്പെട്ട ആ ഭർത്താവ് അവിടെ ആ സ്ത്രീ കരഞ്ഞുപോയി. അപ്പൊ നബി സല്ലല്ലാഹു പറഞ്ഞു, ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനുള്ള ആ ഒരു ശ്രദ്ധ, ആ ഒരു സ്വാധീനമാണ് കാണിക്കുന്നത് നബി സല്ലല്ലാഹു പറയും സമാധാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മറ്റൊരു വനിത പലപ്പോഴും നമ്മൾ ചരിത്രത്തിൽ പറയപ്പെട്ട ഒരു വനിത വരുന്നത്, ബനി ദീനാർപ്പെട്ട ഒരു വനിത വരുന്നത്. ആ വനിത യുദ്ധകാലത്തേക്ക് മദീനയിൽ നിന്ന് ഓടി വരികയാണ്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടുണ്ടോ? സാറിന്റെ കുഴപ്പമില്ല, റസൂൽ എന്ത് പറ്റി? അപ്പൊ പറഞ്ഞു, റസൂലിന് കുഴപ്പമില്ല, റസൂൽ സുരക്ഷിതരാണ്. അങ്ങനെ അവർ മുന്നോട്ട് പോവാണ്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എനിക്ക് അത് പ്രശ്നമില്ല, റസൂൽ എന്ത് പറ്റി, എനിക്ക് റസൂലിനെ കാണണം എന്ന് പറഞ്ഞു വീണ്ടും ആ വനിത മുന്നോട്ട് പോവാണ്. അപ്പോ പറയപ്പെട്ടു, നിങ്ങളുടെ മകൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആയിക്കോട്ടെ, എനിക്കെന്റെ മകനും പ്രശ്നമില്ല, എനിക്കെന്റെ റസൂൽ എന്ത് പറ്റി, എനിക്ക് അതാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞ ആ വനിത വീണ്ടും ചെല്ലുകയും അങ്ങനെ റസൂലിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, റസൂൽ വളരെ സുരക്ഷിതരപ്പോ എനിക്ക് റസൂലിനെ കണ്ടിട്ടേ ഞാൻ അടങ്ങുള്ളൂ, എന്നാലും ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന ധീര വനിത പറയുകയും തന്റെ സ്വന്തം മകനും സ്വന്തം ഭർത്താവും സ്വന്തം ആങ്ങയും വധിക്കപ്പെട്ടും ചെയ്തായിട്ട് യാതൊരു ചാഞ്ചല്യമില്ലാതെ റസൂലിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞപ്പോ അവസാനം പറഞ്ഞു, അങ്ങനെ നബിതങ്ങൾ നേരിൽ കണ്ടപ്പോ ആ സ്ത്രീ പറഞ്ഞുപോയി, കുല്ലു മുസീബത്തും ബാദറ യാ റസൂല ജലൽ, എല്ലാ പ്രയാസവും റസൂലെ അങ്ങക്ക് മുമ്പിൽ നിസ്സാരമാണ് റസൂലെ, അങ്ങ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പ്രയാസവും നിസ്സാരമാണ് റസൂൽ എന്ന് പറയുകയും അങ്ങനെ ആ ധീര വനിത ഉദാത്ത മാതൃക കാണിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന് 70 ആളുകൾ ഷഹീദായിട്ടുള്ളത്. 70 ആളുകൾ 65 അൻസാരികളും 4 മുഹാജിറുകളും. അതിൽ ഈ അൻസാറുകൾ 41 പേര് ഹസ്രജികളും 24 പേര് ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ. അങ്ങനെയാണ് ഏകദേശം 70 ആളുകളാണ് മുസ്ലിം സൈന്യത്തിൽ നിന്ന് അന്ന് ഷഹീദായത്. എന്നാൽ ശത്രു സൈന്യത്തിൽ നിന്ന് കൊല്ലപ്പെട്ടതോ 22 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രബല അഭിപ്രായം. എന്നാൽ മറ്റൊരു ചരിത്രത്തിൽ കാണുന്നു 37 ആളുകൾ കൊല്ലപ്പെട്ടെന്ന് കാണുന്നു. എന്നാൽ ഈ യുദ്ധം കഴിഞ്ഞു, അന്ന് ശനിയാഴ്ച യുദ്ധം കഴിഞ്ഞു. എന്നാൽ അവിടെ ഒതുങ്ങിയ യുദ്ധം ഇല്ല, യുദ്ധം അവിടെ ഒതുങ്ങിയില്ല.
പിന്നെ അനുസരിച്ച് പിറ്റേ ശനിയാഴ്ച രാവിലെ, അതാണ് യുദ്ധത്തിന്റെ വിജയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പിറ്റേന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ നിമിഷങ്ങൾ പറയുകയാണ് എന്ത്, അവ ശത്രുക്കൾ ഒരു പക്ഷേ ഇപ്പോ യുദ്ധം വിജയിച്ചു എന്ന് പറഞ്ഞ ശത്രുക്കൾ പക്ഷെ മക്കൾക്ക് മടങ്ങുന്നുണ്ടാവും. അവരൊരു പക്ഷേ വഴിയിൽ നിന്ന് നമുക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ, മുഹമ്മദിനെ കൊല്ലാൻ കഴിഞ്ഞില്ല, ഉമറിനെ കൊല്ലാൻ കഴിഞ്ഞില്ല, അബൂബക്കറിനെ കൊല്ലാൻ കഴിഞ്ഞില്ല, നമുക്കൊന്നും നേടിയിട്ടില്ല, കുറച്ചാകെ കൊന്നു, പക്ഷെ എന്നാൽ നമുക്ക് ഉദ്ദേശിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വീണ്ടുവിചാരം നടത്തുകയും പിന്നീട് അവർ പെട്ടെന്ന് മദീന ആക്രമിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കാണുകയാണ്. അവരൊരു പറഞ്ഞു ആ ഞായറാഴ്ച ശനിയാഴ്ച യുദ്ധം നടക്കുന്നത് പിറ്റേ രാവിലെ കാലത്ത് ഞായറാഴ്ച ദിവസം പറയാണ് യുദ്ധത്തിൽ പങ്കെടുത്ത് ഇന്നലെ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും ഇന്നും യുദ്ധത്തിൽ പങ്കെടുക്കണം, ഇന്ന് വരം നടട്ടെ. അങ്ങനെ ഹംറ അൽ അസദ് എന്നൊരു സ്ഥലത്തേക്ക് സൈന്യത്തെ നിമിഷങ്ങൾ നേരിട്ട് നയിക്കുകയാണ്. അങ്ങനെ ഹംറ അൽ അസദ് മക്കയിൽ മദീനയായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ആ ഒരു സ്ഥലത്തെത്തിയപ്പോ അവിടെ അവിടുന്ന് ശത്രുക്കൾ അവിടുന്ന് വിട്ടിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഒരു അബു ഇസ്സ എന്ന ഒരു വ്യക്തിയെ കാണുന്നത്. അപ്പൊ അദ്ദേഹം ഒരു രസകരമായ ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഈ അബു ഇസ്സ എന്ന വ്യക്തി പ്രത്യേകം പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അബു ഇസ്സ എന്ന വ്യക്തി അദ്ദേഹം ശത്രുപ്പെട്ട ഒരു കവിയാണ്. മുസ്ലിംക്കെതിരെ നീചമായ ശക്തമായ കവിതകൾ ചൊല്ലി ആക്ഷേപിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ബദറിൽ അദ്ദേഹം തടവുള്ളിയായിട്ട് പിടിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം നബിയോട് പറഞ്ഞു, റസൂലെ മുഹമ്മദെ, എനിക്ക് ഒരുപാട് പെൺകുട്ടികളും കാര്യമൊക്കെ ഉണ്ട്, ഞാൻ പാവാണ്, ഞാൻ എന്നൊന്നും ചെയ്യൂല, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ നബി തങ്ങളുടെ മനസ്സ് അലിഞ്ഞു. അങ്ങനെ ബദറിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. പക്ഷെ നബി കണ്ടീഷൻ വെച്ചു. എന്താ കണ്ടീഷന്? ഇനി എനിക്കോ മുസ്ലിംക്കെതിരെ ഈ ഒന്നും അക്ഷരം ഉണ്ടരുത്, ഞങ്ങൾ ആശീർവദിക്കും ചെയ്ത് ഇല്ലല്ല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ബദറിൽ നിന്ന് രക്ഷപ്പെട്ട ഈ അബു ഇസ്സ എന്ന വ്യക്തി പിന്നീട് ഉഹദ് യുദ്ധവേളയിൽ ശത്രുക്കൾ വശത്ത് നിൽക്കുകയും അദ്ദേഹം റസൂലിനെതിരെ ശക്തമായ പാട്ടുകളും വാക്കുപ്രയോഗവും ഉപയോഗിച്ച് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തപ്പോ അങ്ങനെ അദ്ദേഹത്തെ കിട്ടുന്ന നബിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഹംറാൻ അസദ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ ഉടനെ അദ്ദേഹത്തെ പിടിക്കുകയും നബി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, നീ എന്നെ വഞ്ചിച്ചവനാണ്. അപ്പോഴും അദ്ദേഹം ബദറിൽ പറഞ്ഞ അതേ കൂടെ പയറ്റി അദ്ദേഹം പറഞ്ഞു, മുഹമ്മദെ, എനിക്ക് ഒരുപാട് പെൺകുട്ടികളുണ്ട്, എനിക്ക് ഒരുപാട് ഞാൻ പാവാണ്, അങ്ങനെയായിരുന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത് ആ പ്രശസ്തമായ ഹദീസ്, ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ഹജ്രിൻ മർറതൈൻ, ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ഹജ്രിൻ മർറതൈൻ, ഒരു മുഅ്മിന് രണ്ട് പ്രാവശ്യം ഒരു മാസത്തിൽ കടിക്കുകയില്ല എന്ന ആ ഒരു പ്രശസ്തമായ ആ ഒരു ഹദീസ് നബി തങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഈ അബൂസിന്റെ കാര്യത്തിലാണ്. അങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോ എന്നെ ഞാൻ വെറുതെ വിട്ടാൽ നീ പറയും, ഞാൻ മുഹമ്മദ് 2 വട്ടം കബളിപ്പിച്ചു എന്ന് നീ പറയുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ ശരിപ്പെടുത്തുകയും ചെയ്തു, അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹംറ അൽ അസദ് അങ്ങനെ ഈ ഹുദൈബിയത്തിന്റെ ഹുദൈബിയത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ഹംറ അൽ അസദ് യുദ്ധം നടക്കുന്നത്. ആ പിറ്റേന്ന് തന്നെ ഹംറ അൽ അസദ് യുദ്ധം നടക്കുന്നത്. അങ്ങനെയാണ് ആ യുദ്ധത്തോട് കൂടിയാണ് ഉഹദ് യുദ്ധം സമാപിക്കുന്നത്. അപ്പൊ ഈ യുദ്ധത്തിൽ ആർക്കാണ് വിജയം, ആർക്കാണ് പരാജയം എന്ന് നമുക്ക് ഒരു വിഷയം നടത്തി നോക്കാം. സത്യത്തിൽ ഇവിടെ വിജയിച്ചവര് ആരാണ്, അല്ലെങ്കിൽ ആരാണ് പരാജയപ്പെട്ടത്? മുസ്ലിങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ശത്രുക്കൾ വിജയിച്ചിട്ടുണ്ടോ? നമുക്ക് ബാഹ്യമായി നോക്കിയാൽ ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുസ്ലിങ്ങൾ വിജയിച്ചു, അത് അല്ലാതെ സംഭവിക്കുന്ന കാര്യമാണ്. രണ്ടാം ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ചെറിയൊരു പരാജയം എന്ന് പറയാൻ മാത്രം ഉണ്ടായിട്ടില്ല. പക്ഷെ മുസ്ലിങ്ങൾക്ക് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പരാജയം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? കാരണം യുദ്ധത്തിന് പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ബദറിലൊക്കെ ബദറിലുള്ള ചിത്രം എന്താണ്? ബദറിൽ മുസ്ലിം സൈന്യം വിജയിക്കുന്നു, അങ്ങനെ ശത്രു സൈന്യം ഓടുന്നു, തോറ്റോടിയവർ ആദ്യം യുദ്ധക്കൾ വിടുന്നു, പിന്നെ അവിടെ മുസ്ലിം സൈന്യം ആധിപത്യം സൃഷ്ടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുസ്ലിം സൈന്യമാണ് പിന്തിരിയുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്നത് ഇവിടെ ശത്രു സൈന്യമാണ് പിന്തിരിഞ്ഞെങ്കിൽ ശത്രു സൈന്യം യുദ്ധക്കം ആദ്യം വിട്ടിട്ടുണ്ട്. ശത്രു സൈന്യം ആദ്യം തന്നെ യുദ്ധക്കം വിട്ടു. യഹൂദി യുദ്ധക്കളം ശത്രുസൈന്യം വിട്ടിട്ട് പിന്നെയാണ് മുസ്ലിം സൈന്യം യഹൂദി യുദ്ധക്കളം വിടുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ മുസ്ലിങ്ങൾ അവിടെ പരാജയപ്പെടുന്നില്ല. മാത്രമല്ല അവര് ശത്രുക്കളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വകവരുത്തുന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ തങ്ങളുടെ പ്രധാനപ്പെട്ട സഹാബാക്കൾ ആരും കഴിഞ്ഞപ്പോ ഹംസാനെ വെച്ച് അല്ലെങ്കിൽ ഹംസാനെ മുസ്തഫ അങ്ങനെ വെറുതെ ഉണ്ടാവുന്ന പ്രധാനങ്ങൾ വെച്ച് ബാക്കി പ്രധാനപ്പെട്ട സഹാബത്തിനെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആ ഒരു ശക്തിയെയോ അവർക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവർക്ക് ഒരു വ്യക്തിയെ പോലും യുദ്ധ തടവുകാരനായിട്ടോ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല മുസ്ലിങ്ങൾക്ക് നിന്ന് ഒരു യുദ്ധം മുതലായിട്ട് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കൊരു ഗനീമത്ത് സ്വത്തും കിട്ടിയിട്ടില്ല. അവർക്ക് യുദ്ധ തടവുകാരനായിട്ട് മുസ്ലിങ്ങൾ ഒരു വ്യക്തിയും കിട്ടിയിട്ടില്ല. അങ്ങനെ അവര് വന്ന മാതിരി കുറച്ചൊന്ന് വേദനിപ്പിക്കാൻ കഴിഞ്ഞ എന്നതിലുപരി ഒരു വിജയം അവർക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല ആ യുദ്ധത്തിൽ. അപ്പൊ ഈ യുദ്ധത്തിൽ ശരിക്കും മുസ്ലിങ്ങൾക്ക് വിജയം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇവിടെ പരാജയപ്പെട്ട ഒരു കൂട്ടരുണ്ട്.
ആരാണ് പരാജയപ്പെട്ടത്? ഈ പരാജയപ്പെട്ട കൂട്ടരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യും അല്ലെങ്കിൽ മുനാഫിക്കുകളും. അവരിവിടെ ആകെ വഷളായി. അവരുടെ കാര്യം അവിടെ ലോകം അറിഞ്ഞു. കാരണം അവര് മനസ്സിൽ ഗോപിമായി വെച്ചിരുന്ന ആ നിഫാഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധത്തിലൂടെ പൊതുജനങ്ങൾക്ക് കാഴ്ചവെക്കുകയും ഇവിടെ പരാജയം ശരിക്കും സംഭവിച്ചത്, പൂർണ്ണാർത്ഥത്തിൽ പരാജയം സംഭവിച്ചത് ഇവിടെ മുനാഫിക്കുകളുമാണ്. അങ്ങനെ പിന്നെ അങ്ങനെയാണ് യുദ്ധത്തിന്റെ വിജയപരാജയങ്ങളെ കുറിച്ച് നമ്മൾ വീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ രാഷ്ട്രീയപരമായിട്ട് മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് നേട്ടങ്ങൾ. കാരണം ഇനി യുദ്ധം ഈ മുന്നോട്ട് എങ്ങനെ പോകണം, യുദ്ധത്തിന്റെ വിഗതിഗതി എങ്ങനെയായിരിക്കും. കാരണം എപ്പോഴും ഒരു നബിയാണ് അല്ലെങ്കിൽ റസൂലാണ് എന്നുള്ളത് കൊണ്ട് എപ്പോഴും വിജയിച്ചോളം എന്നില്ല, അല്ലെങ്കിൽ മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് എപ്പോഴും വിജയം കൂടെ ഉണ്ടായിക്കോളം എന്നില്ല എന്നൊരു പാഠം കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കാരണം ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുക എന്നുള്ളത് നബിയെ കുറിച്ച് ഒരു കുറവല്ല. കാരണം നബിമാരുടെ ചരിത്രം അങ്ങനെയാണ്. നബിമാരുടെ ചരിത്രം ഒരു യുദ്ധത്തിൽ ജയിച്ചാൽ മറ്റു യുദ്ധത്തിൽ പരാജയപ്പെടുക എന്നുള്ള നബിമാരുടെ ചരിത്രമാണ്. കാരണം എന്തുകൊണ്ട്? കാരണം നമുക്കറിയാം ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഹിറഖൽ രാജാവിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയക്കുകയുണ്ടായി. ഹിറഖൽ രാജാവിന്, റോം സാമ്രാജ്യത്തിന്റെ. ആ കത്ത് വരുമ്പോൾ ഹിറഖൽ രാജാവ് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും മക്കക്കാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ യുദ്ധത്തിന്റെ നേതാവ് അബൂ സുഫിയാൻ അപ്പുറം കച്ചവടാർത്ഥം റോമിലുണ്ട്. അപ്പോ ഈ അബൂ സുഫിയാനെ വരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങളെ നാട്ടിൽ നിന്ന് മുഹമ്മദിന് ആളെ കത്ത് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. ചരിത്രങ്ങൾ പലതും അറിഞ്ഞായിരിക്കും. അങ്ങനെ ഈ നബിയുടെ എല്ലാ സവിശേഷ ഗുണങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം കളവ് പറയുമായിരുന്നോ, അദ്ദേഹം ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ പിതാവ് എങ്ങനെയായിരുന്നു, മാതാവ് എല്ലാം പറഞ്ഞപ്പോ അതൊക്കെ അവസാന പ്രവാചകന്റെ തെളിവാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ഹിറക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പൊ യുദ്ധത്തിന്റെ ഗതിവിഗതിയിൽ എങ്ങനെയായിരുന്നു, യുദ്ധം എങ്ങനെയായിരുന്നു, നിങ്ങൾ തമ്മിൽ യുദ്ധം എങ്ങനെയായിരുന്നു? അപ്പൊ അബൂ സുഫിയാൻ പറയുന്നു, സിജാനും ബൈനഹും, ആ യുദ്ധം പരസ്പരം ഒരു തുല്യ രീതിയിലായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ ജയിച്ചാൽ മറ്റൊരിക്കൽ ആദ്യം അവർ ജയിച്ചു, രണ്ടാം ഞങ്ങൾ വിജയിച്ചു. അപ്പോൾ ഹിറക്കൽ പറയുന്നുണ്ട്, കദാലിക്കൽ അമ്പിയാക്കൾ അങ്ങനെയാണ്. അപ്പൊ ഹിറക്കലിന് മുൻകാല അമ്പിയാക്കളെ കുറിച്ച് ധാരണയുണ്ട്. മുൻകാല വേദങ്ങളെ കുറിച്ച്, മുൻകാലത്തുള്ള പ്രവാചകനെ കുറിച്ച് ഹിറക്കൽ ധാരണയുണ്ടായത് കൊണ്ടാണ് അത് അമ്പിയാക്കളുടെ സ്വഭാവമാണ് എന്ത്, ഒരു യുദ്ധത്തിൽ ജയിച്ചാൽ മറ്റു യുദ്ധത്തിൽ പരാജയപ്പെടുക എന്നുള്ളത്. അത് ഭൗതികമായ പരാജയമാണ്, പക്ഷെ അവര് ആത്മീയ പരാജയം അവർക്ക് ലഭിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും അത് അമ്പിയാക്കളുടെ ഒരു സ്വഭാവമാണ്, അല്ലെ അമ്പിയാക്കളുടെ ചര്യയാണ് എന്ന് കൂടി ഉള്ളൊരു വിവരമാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഇന്ന മുഹമ്മദ് കുത്തിൽ, മുഹമ്മദ് പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അതേക്കുറിച്ച് പിന്നെ ഒമാ മുഹമ്മദിൻ ഇല്ലാ റസൂലും ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാതു ഖുതുലൻ ഖലബതും അലാ അഖാബിക്കും വമൻ യൻഖൽബ അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹു ഷൈഅ എന്നൊരു ആയത്ത് ഇറങ്ങുകയും ചെയ്തു. എന്ത്? നബിതങ്ങൾ കൊല്ലപ്പെട്ടാൽ, നബിതങ്ങൾ പറഞ്ഞാൽ ഒമാ മുഹമ്മദ് ഇല്ലാ റസൂലും ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുൻകാലത്ത് കഴിഞ്ഞു പോയപ്പെട്ട ഒരു നബിമാരിൽപ്പെട്ട നബിയാണ്. അങ്ങനെ ആ ഒരു മുഹമ്മദ് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്താൽ നിങ്ങൾ എന്തിന് വേദാറാവോ, നിങ്ങൾ എന്തിന് പിന്മാറണം എന്നുള്ളൊരു ആക്ട് ഇറങ്ങി ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങുന്നത്. എന്നാൽ ഈ ഒരു വിഷയം അതൊരു ട്രയലായിരുന്നു. കാരണം പ്രവാചകൻ എന്തായാലും ഈ ലോകത്തിന് പോകുന്നത് ഉറപ്പാണ്, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രവാചകൻ ഈ സഹാബത്തിൽ നിന്ന് വിട്ടുപിരിയുന്ന കാര്യം വളരെ തീർച്ചയാണ്. പക്ഷെ അതിന്റെ ട്രയൽ കൊടുക്കുകയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിലൂടെ. കാരണം നമുക്കറിയാം, കാരണം നബി തങ്ങൾ വഫാത്തായപ്പോ ഈ ഒരു ആയത്തെല്ലാം മറന്ന് സഹാബകൾ ആകെ അന്താളിച്ചു പോയി. പക്ഷെ അവർക്ക് ഈ തുണയുണ്ടായത് ഉഹുദിൽപ്പെട്ട ഈ സംഭവം, ചരിത്ര സംഭവം, ഈ ആയത്തുമാണ് അവർക്ക് അന്ന് മനസ്സാന്നിധ്യം വീണ്ടെടുക്കാൻ സഹായിച്ചത്. അപ്പൊ അങ്ങനെ ഒരുപാട് പാഠങ്ങളും ഒരുപാട് അത്ഭുതങ്ങളും സംഭവിച്ച ഒരു യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം. അപ്പൊ അതിൽപ്പെട്ട ഒന്ന് രണ്ട് മുഅ്ജിസത്തും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് നിർത്താം. ഒന്ന് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഇംദാദ് മലക്കുകളുടെ സഹായം ആ യുദ്ധത്തിൽ നബി തങ്ങൾക്ക് പ്രത്യേകമായി ലഭിക്കുകയുണ്ടായി. മാത്രമല്ല വേറെ രസകരമായ സംഭവം, ഇപ്പോ ഉക്കാശ നബി തങ്ങൾ നേരിട്ട് അമ്പ് ചെയ്തിരുന്നു. അങ്ങനെ അമ്പ് ചെയ്തപ്പോ നബി തങ്ങളുടെ അമ്പിന്റെ ആ ഒരു നാട, അമ്പും വില്ലുണ്ടാവില്ലേ, വില്ലിന് ആ ഒരു നാടുണ്ടാവില്ല, ഒരു കയറ്, ആ വില്ലിന്റെ ആ കയറ് പൊട്ടിയപ്പോ ഉക്കാശാണ് പറഞ്ഞു, ഉക്കാശ ഈ കയറ് കെട്ടിക്കോ പറഞ്ഞു. അപ്പൊ ആ പൊട്ടി അങ്ങ് ചിന്ന ഭിന്നമായിരുന്നു. അപ്പൊ ഇതാണ് കെട്ടിക്കൂടുകയായിരുന്നു. അപ്പൊ ഉക്കാശ പറഞ്ഞു, ഇത് എത്തുന്നില്ല റസൂൽ, ഇത് വലിപ്പം പോരാ, ഇത് നീളം പോവാ റസൂൽ എന്ന് പറഞ്ഞപ്പോ അത് വലിച്ചാൽ മതി, അത് വലിച്ചൂടുകയായിരുന്നു. അങ്ങനെ ഉക്കാശാണ് പറയുന്നു, ഞാൻ വലിച്ചപ്പോ എനിക്ക് 3-4 വട്ടം ചുറ്റിക്കട്ടം മാത്രം അത് വലിഞ്ഞു എന്ന്. അതൊരു മുഅ്ജിസത്താണ്. അങ്ങനെ ഒരു മുഅ്ജിസത്ത്. മറ്റൊന്ന് ഖതാദയുടെ കണ്ണ് തിരിച്ചു നൽകിയ ഒരു മുഅ്ജിസത്ത്. മറ്റൊരു മുഅ്ജിസത്താണ് അബീ റുഹും എന്ന റളിയല്ലാഹുവിന്റെ കഴുത്തിന് ഒരു അമ്പ് കൊണ്ടിരുന്നു. ആ മുറിവ് നബി തങ്ങൾ തന്റെ ഉമിനീര് കൊണ്ട് ശിഫായി കൊടുത്തു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ഒരു അബ്ദുല്ലാഹ് ബിൻ ജയ്ഷ് റളിയല്ലാഹുവിന്റെ വാള് പൊട്ടിയപ്പോ
തങ്ങൾ ഒരു ഈത്തപ്പന മരത്തിന്റെ ഒരു പട്ട കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്ത് വെട്ടിക്കൂടാറുണ്ട്. അങ്ങനെ ആ ഒരു ഉർജുൻ, ആ ഒരു ഈത്തപ്പന മട്ടല് അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാളായി മാറുകയും ആ വാള് പിന്നെ കാലാന്തരങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളെല്ലാം അങ്ങനെ കൈമാറി പോരുകയും അങ്ങനെ അബ്ബാസിയെ പറഞ്ഞ കാലത്ത് അത് വിൽക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഈത്തപ്പനത്തെ തട്ട വാളായി മാറി, അതൊരു മൂജിസത്താണ്. പിന്നെ ഹന്ദർ റളിയല്ലാഹുവിന്റെ മലക്കൾ കുളിപ്പിച്ചത് അതൊരു വേറൊരു മൂജിസത്താണ്. പിന്നെ അതിനെല്ലാം വേറൊരു മൂജിസത്താണ് എന്ത്, ഈ ഒരു യുദ്ധവേളയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും ഒരു സുഖകരമായ ഒരു ഉറക്ക് കിട്ടി, ഒരു ക്ഷീണം മാറ്റാനും ക്ഷീണം അകറ്റാനും വേണ്ടി ഒരു സമാധാനമായ അമലത്തൻ നുആസൻ എന്നാണ് ഖുർആൻ എന്ന് വിശേഷിച്ചിട്ടുള്ളത്. ഒരു ശാന്തമായ ഒരു തൂങ്ങിയുറക്കം, ഒരു ഉറക്കം. കാരണം യുദ്ധവേള ഉറങ്ങാൻ കഴിയുക, ആർക്കും കഴിയുക? യുദ്ധവേള ഉറങ്ങാൻ കഴിയുക? ആർക്കും കഴിയും? കാരണം ശത്രുക്കൾ മുന്നോട്ട് വരുമ്പോൾ അവിടെ ഉറങ്ങാൻ നിൽക്കില്ലല്ലോ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു ആ ക്ഷീണവും ആ ഒരു വ്യസനമൊന്നും അകറ്റാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു യുദ്ധമുഖത്ത് അവർക്ക് ഒരു ക്ഷീണം അകറ്റാനുള്ള ചെറിയ ഉറക്കിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ സഹാബാക്കളെ ഉറങ്ങുകയും അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വീഴുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകളെല്ലാം ഉണ്ടായ ഒരു സംഭവമാണ് ഈ ഉഹദ് യുദ്ധം. അങ്ങനെ അതാണ് ഹിദത്തിന്റെ ഈ ചരിത്രത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ മുസ്ലിം സൈന്യത്തിന് ഏറ്റവും വലിയ പാഠം എന്തെന്ന് ചോദിച്ചാല് ദറൂറത്ത് ത്വഅ. നബിതങ്ങൾ ഒരു നഷ്ട വിഷയം പറഞ്ഞാൽ പിന്നെ അവിടെ ഇജ്തിഹാദ് പാടില്ല. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, അതിന്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ആ 50 അമ്പെഴുത്തുകാരോട് നിങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ ഇവിടുന്ന് എന്റെ സമ്മതം കിട്ടാതെ ഇറങ്ങരുത് എന്ന് നബിതങ്ങൾ കൃത്യമായി അവരോട് കണിശമായി പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ ഇജ്തിഹാദ് ചെയ്തു. കാരണം യുദ്ധം വിജയിച്ചായി കാണുന്നു. ബദറിന്റെ അതേ ആവത്തിനുള്ള കാണുന്നു. ശത്രുക്കൾ തോറ്റോടി പോകുന്നു, വലിമസത്ത് വാരിക്കൂട്ടുന്നു. അപ്പോൾ ഇവിടെ നബിതങ്ങൾ നെസ്സുണ്ടായിരിക്കുക അവർ അവിടെ എന്ത് ചെയ്തു, അവരവിടെ ചെറിയ ഇജ്തിഹാദ് നടത്തി. ഇനിയിപ്പോ നബിതങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശപത്രമുള്ള എന്ത്, വിജയിച്ചാൽ പിന്നെ നമുക്ക് ഇറങ്ങാലോ എന്ന് സ്വയം ഇജ്തിഹാദ് നടത്തി അങ്ങനെ ഇറങ്ങുകയും ചെയ്തു. അത് പാടില്ല എന്നൊരു പാഠമാണ് ഈ ഉഹദിലൂടെ വലിയൊരു പാഠം നമുക്ക് സാധിച്ചത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വിവരങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് നിർത്തുന്നു. ഈ വിഷയത്തിൽ സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അറിയമാര് പറഞ്ഞ ഉസ്താമാരൊക്കെ ഉണ്ടല്ലോ. അപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മറ്റൊരു വിഷയം കൂടെ പറയാനുള്ളതാ. പിന്നെ ഇത് വേറൊരു വിഷയം. നമുക്കറിയാം ഇങ്ങനെ ഈ സഹാബ അന്ന് യുദ്ധത്തിൽ ഷഹീദായിപ്പെട്ട ശുഹദാക്കള് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പ്രത്യേക സ്ഥാനം, അത് പ്രത്യേകം അറിയിക്കേണ്ട സ്ഥാനം, അതാണ് ഒരു വിഷയമാണ്. ആ ഒരു സ്ഥാനത്ത് ശുഹദാക്കൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം കൊടുത്തത്. അപ്പൊ ഈ ശുഹദാക്കളുടെ ആത്മാവ്, അവരുടെ റൂഹ് ഹദീസിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക ഒരു പക്ഷിയിൽ വിക്ഷേപിക്കുകയും ആ റൂഹുകളെല്ലാം അർഹാകളെല്ലാം സ്വർഗത്തിൽ വളരെ സുഖസുന്ദരമായിട്ട് അവര് പാടിക്കളിക്കുകയും അവിടുത്തെ നദികളിൽ നിന്നും പഴങ്ങളിൽ നിന്നും സുന്ദരമായിട്ട് ഭക്ഷിക്കുകയും അങ്ങനെ വളരെ സുഖസുന്ദരമായിട്ട് അങ്ങനെ അവര് ആ ജീവിതം, ഈ ഷഹാദത്തിന്റെ ജീവിതം അവര് ആഘോഷിക്കാണ്. അപ്പൊ ഈ ശുഹദാക്കൾ ആഗ്രഹിച്ചു പോയി, പടച്ചവനെ ഞങ്ങൾക്ക് കിട്ടിയ സുഖം ഞങ്ങൾ ഭൂമിയുള്ള ആളുകളോട് പറഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് കിട്ടിയ ആനന്ദം ഞങ്ങൾ ഭൂമിയുള്ള ആളുകളോട് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ അവരിങ്ങനെ ആഗ്രഹിച്ചപ്പോ അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് ഞാൻ തന്നെ പറയാം, നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ആയത്ത്, പ്രശസ്തമായ ആയത്ത് ഇറങ്ങുന്നത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. നിങ്ങൾ എന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ വധിക്കപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു എന്ന് കരുതരുത്, അവര് സുഭിക്ഷമായി എന്റെ അടുത്ത് വച്ചിക്കുന്നതിന് ജീവിക്കുന്നവർ എന്നുള്ള പ്രശസ്തമായ ആയത്ത് ഇറങ്ങിയത് ആ പശ്ചാത്തലത്തിലാണ്. അപ്പോ അതാണ് ഇത്രയും യുഹദീയത്തെ കുറിച്ച് ചെറു വിവരണം പറയാൻ ആഗ്രഹിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടവും സ്വാലിഹ് അമലാക്കി തരട്ടെ. അവരുടെ ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹവും സഫലീകരിച്ച് തരട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും അല്ലാഹു